the clarity should actually come from why you want to invest. അപ്പോൾ ഈ സെക്ടോറൽ ബേസിസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ വിച്ച് കൈൻഡ് ഓഫ് സെക്ടർ ഡു യു പ്രിഫർ മോർ? ETF ആണ് ഫ്യൂച്ചർ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ETF ഇസ് ദി ഫ്യൂച്ചർ. കാരണം കോസ്റ്റ് കുറയാണ്. ഗോൾഡും സിൽവറിലും രണ്ടിലും ETFs അവൈലബിൾ ആണ്. ബട്ട് വാട്ട് ഇഫ് യു വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ കോപ്പർ? എന്ത് ചെയ്യാൻ പറ്റും? നോ വേ. വാട്ട് ഇഫ് യു വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ മാഗ്നീഷ്യം? വാട്ട് ഇഫ് യു വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ലിത്തിയം? ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റും പെർ ആനം നമുക്ക് ആവറേജ് 6%, 5.5 to 6% ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്. ബട്ട് ദി മൊമെൻറ്റ് അതർ സെക്ടേഴ്സ് ആർ ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ ദെയർ സെക്ടർ, അവിടെയാണ് ആ ഇൻഫ്ലക്ഷൻ പോയിന്റ് നടക്കുന്നത്. അതിന് അവർ ലേണിംഗ് മോഡിലേക്ക് വരണം. വെൽക്കം ടു ദൻ മലയാളം. സോ ബാലു സാർ നമ്മുടെ കൂടെ ഉണ്ട്, ശ്രീ ബാലചന്ദ്രൻ. അദ്ദേഹം ഞാൻ ഓൾറെഡി കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നിങ്ങളെ ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. വൺസ് അഗെയിൻ ഐ എം ഇൻട്രൊഡ്യൂസിങ് ഹിം ആസ് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആണ് അദ്ദേഹം. അതേമാതിരി സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറും കൂടിയാണ്. സോ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേര്, നിങ്ങൾ NRIs ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏർണിംഗ് പീപ്പിൾ ആകാം, ഈവൻ എനി ജോബ്, മേ ബി ഗവൺമെൻറ് ജോബിലാവാം, പ്രൈവറ്റ് ജോബിലാകാം, ബിസിനസ് ഇൻകം ഉള്ളവരായിരിക്കാം, നിങ്ങൾക്കൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസൈറ്റാണ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 100% ഇത് നിങ്ങൾ ഫുള്ളും കാണണം. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിച്ച് വെച്ചേക്കുന്ന കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് അല്ല ശരിക്കും. നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സായിട്ട് മാറണം. അതിനെ ഏത് രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ അതിനെ സെഗ്രിഗേറ്റ് ചെയ്യണം, ക്ലീനപ്പ് ചെയ്യണം, ഓൾറെഡി ഉള്ള പോർട്ട്ഫോളിയോസിനെ എങ്ങനെ നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള ബെസ്റ്റ് പെർഫോമിംഗ് പോർട്ട്ഫോളിയോ ആയിട്ട് എല്ലാ വർഷവും ഗ്രോത്ത് തരുന്ന പോർട്ട്ഫോളിയോ ആയിട്ട് നമുക്ക് എങ്ങനെ മാറ്റണം. സോ ഇത്തരം സിനാരിയോസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് മിസ്റ്റർ ബാലു ഈസ് very much excellent in giving you highly beneficial insight. So നമുക്ക് once again welcome him. Thank you JK, thank you. എൻ്റെ മെയിൻ ചോദ്യം തന്നെ സെക്ടറിൽ നിന്ന് തുടങ്ങാം. നമുക്ക് പലർക്കും സെക്ടർ റൊട്ടേഷൻസ്, ഇതിപ്പോൾ ഒരു ബൂമിങ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ എല്ലാവരും വാച്ച് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡാണ് സെക്ടർ റൊട്ടേഷൻസ്. അത് എത്രത്തോളം ഗുണം ചെയ്യും ഒരു ഇൻവെസ്റ്ററിന്? ഒരു ബ്ലൈൻഡായിട്ട് കുറേ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതോ, അല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യുന്നതോ, അതൊക്കെയാണ് കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്സ് വാങ്ങി വയ്ക്കുന്നു, അവരൊക്കെ മൾട്ടി ബാഗർ ആകാൻ വേണ്ടിയിട്ട് ചിന്തിച്ചിരിക്കുന്നു. എത്രത്തോളം അതിനൊക്കെ, കാരണം മൾട്ടി ബാഗറിൻ്റെ ഒരു സെഗ്മെൻറ്റ് തന്നെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള വ്യൂ പോയിൻ്റ് ഉള്ള ആളാണ് ഞാൻ. കാരണം പിൽക്കാലങ്ങളിൽ, മുൻ വർഷങ്ങളിലൊക്കെ മൾട്ടി ബാഗേഴ്സ് ഉണ്ടാക്കിയവർക്കൊക്കെ 80s-ലും 90s-ലും ഒക്കെ ആകെ ലിസ്റ്റഡ് സ്റ്റോക്സ് തന്നെ ബിലോ 500 താഴെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്തരം ഫെസിലിറ്റീസൊക്കെ, അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 6000-7000 സ്റ്റോക്സ് തന്നെ ലിസ്റ്റഡ് സ്റ്റോക്സ് ഉണ്ട്. സോ ഒരു മൾട്ടി ബാഗർ പൊസിഷനിലേക്കൊക്കെ പോകുന്നതിന് പകരം സെക്ടർ റൊട്ടേഷൻ ബേസിസിൽ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോസിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സാണ് കൂടുതൽ ബൂം ചെയ്യാൻ സാധ്യതയുണ്ടത്? വരാൻ പോകുന്ന ഒരു നമ്മുടെ ഇനി വരുന്ന ഒരു 5 years നമുക്ക് ഏതൊക്കെ സെക്ടേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം? സെക്ടറൽ ഇൻവെസ്റ്റിംഗ് അതിൻ്റെ ഏറ്റവും അപ്പെക്സ് ഫോം ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യേണ്ട പീസാണ് ശരിക്കും പറഞ്ഞാൽ സെക്ടറൽ ഇൻവെസ്റ്റിംഗ്. പക്ഷേ പല ഇൻവെസ്റ്റേഴ്സും ആദ്യമേ തന്നെ സെക്ടറൽ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രയർ നോളജ് കൊണ്ടായിരിക്കാം. ഉദാഹരണം, ഇപ്പം നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഹെൽത്ത് കെയറും ഫാർമേസ് വേർ ഇസ് ഇറ്റ് ഗോയിങ് അല്ലേ, അതിനെപ്പറ്റിയുള്ള കുറച്ച് ഇൻസൈഡർ നോളജ് ഉണ്ടാവും. അപ്പോൾ ദെൻ ഹി വിൽ ഗോ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ദി ഹെൽത്ത് കെയർ സെക്ടർ. നിങ്ങളൊരു കൊറിയർ കമ്പനിയിൽ വർക്ക് ചെയ്യണം, ഈവൻ ഒരു കൊറിയർ ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാം കൊറിയറിൽ നല്ല പ്രോസ്പെക്ട്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് സെക്ടറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ സെക്ടറൽ നോളജ് ഇസ് ആക്ച്വലി കമ്മിങ് ഫ്രം വാട്ട് യു ഡു. ഇപ്പോൾ IT-ൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവർക്കറിയാം IT-ലെ നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഹൈപ്പ് വന്നേക്കുന്നത് ഇപ്പോൾ AI-ലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് AI റിലേറ്റഡ് ഒരു സെക്ടറിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 years അത് സൂപ്പർ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പെർസ്പെക്റ്റീവ് നമ്മൾ സെക്ടറൽ ഇൻഡെക്സസ് അല്ലെങ്കിൽ സെക്ടറൽ ഇൻവെസ്റ്റിംഗ്, തിമാറ്റിക് ഇൻവെസ്റ്റിംഗ് ഒക്കെ അറ്റ് ദി ലാസ്റ്റ് പുഷ് ചെയ്യാറുള്ളൂ. കാരണം അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദ കോംപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെക്ടറൽ തീം അത് പ്ലേ ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇറ്റ് ടേക്ക് മൾട്ടിപ്പിൾ ഇയേഴ്സ്. 3 years എടുക്കാം, ചിലപ്പോൾ 5 years എടുക്കാം, ചിലപ്പോൾ 10 years എടുക്കാം. അത് താങ്ങാനായിട്ടുള്ള പേഷ്യൻസ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം.
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി എന്നെ സംബന്ധിച്ച് അടുത്ത 10 years ഇസ് ഗോയിങ് ടു ക്രിയേറ്റ് എ ഹ്യൂജ് ഗ്രോത്ത്. പക്ഷെ ആ 10 yearsൽ ഏതാണ് ആ സിംഗിൾ ഇയർ വേർ ഇറ്റ് വിൽ ഗ്രോ 50% എന്ന് എനിക്കറിയത്തില്ല. സെയിം ഇസ് ദ കേസ്. ലാസ്റ്റ് 10 years നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും IT ഹ്യൂജ് ഹോപ്സ് ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോൾ ആൾക്കാർ IT ഒരു സൺസെറ്റ് ഇൻഡസ്ട്രി പോലെയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഈ തീമാറ്റിക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിനകത്ത് ഗവർണൻസ് ഉണ്ട്, അതിനകത്ത് മാർക്കറ്റിലെ ഡൈനാമിക്സ് ഒരുപാടുണ്ട്. ഇതെല്ലാം ഫേവറബിൾ ആണെങ്കിൽ മാത്രമാണ് അതിനകത്ത് വർക്കൗട്ട് ആകത്തുള്ളൂ. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ കേസ് ഉണ്ട്. ഞാൻ 2010 ഞാൻ UTIയുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് SIP ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇറ്റ് വെൻ നോവെയർ എന്ന് പറഞ്ഞ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ലിസ്റ്റഡ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 years മുമ്പ് ലോജിസ്റ്റിക്സ് സെക്ടറിൽ അത്രയും ലിസ്റ്റഡ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് ലിസ്റ്റഡ് പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞ കമ്പനി ലിസ്റ്റ് ചെയ്തത് വെരി റീസെൻ്റ്ലി ആണ്. അടുത്ത ആഴ്ച ഷിപ്പ് റോക്കറ്റ് എന്ന് പറഞ്ഞ കമ്പനി ലിസ്റ്റിംഗ് ആവാണ്, ന്യൂ ലിസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ സ്പേസ് എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്യണമെങ്കിൽ അതിനുള്ള അത്രയും പ്ലേയേഴ്സ് വേണം. അപ്പോൾ തീമാറ്റിക് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ സെക്ടറൽ ഇൻവെസ്റ്റിംഗ് അത്രയും വീക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾക്കുള്ളതല്ല. സ്റ്റാർട്ടേഴ്സിന് ഒരിക്കലും അല്ല. ഇഫ് യു ആർ എ ഡൊമൈൻ എക്സ്പെർട്ട്, യെസ്, ആൻഡ് യു ഹാവ് ദ പേഷ്യൻസ്, യെസ്. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എത്രത്തോളം ഇൻകം ഏർണിങ് ചെയ്യുന്ന ഒരാളുടെ വന്നാൽ പോലും ഞാനത് പുഷ് ചെയ്യത്തില്ല. ഫൈനലി യെസ്, ആസ് എ ചെറി, നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഏറ്റവും മുകളിലൊരു ചെറി വെക്കുമല്ലോ, അതിന് തീമാറ്റിക് സെക്ടറിൽ ആബ്സല്യൂട്ട്ലി സൂപ്പർബാണ്. സർ, ഈ സെക്ടർ റൊട്ടേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ബാധിക്കുന്നതല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് FISൻ്റെ ഇൻഫ്ലോസിന് വലിയ പങ്കുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. കാര്യം FIS നമുക്കെല്ലാവർക്കും വിചാരിക്കണേക്കാൾ അപ്പുറത്താണ് FISൻ്റെ നോളജ്. അവർക്കൊരു പാനൽ തന്നെയുണ്ട് ആൻഡ് ദേ ഹാവ് ഓൾ ദി ആക്സസ് ടു ദി ഇൻഫർമേഷൻ. അവർക്ക് ഏതാണ് ഒരു പർട്ടിക്കുലർ രാജ്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ബ്രേക്ക് ത്രൂസ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് നേരത്തെ അറിയാൻ പറ്റും. ആൻഡ് ദേ ഹാവ് ഓൾ ദി ഇൻസൈഡർ നോളജ് എന്ന് പറയാൻ പറ്റില്ല, ബെറ്റർ നോളജ്, എഫിഷ്യൻറ്റ് മാർക്കറ്റിൽ സ്ട്രക്ചേർഡ് നോളജ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എത്തനോൾ ഭയങ്കര ഒരു വിവാദം ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് എത്തനോൾ. എത്തനോളിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ഷുഗർ കമ്പനീസ് ആണ് അല്ലേ. ഒരുപാട് ഷുഗർ ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. ഇതൊക്കെ അവർക്ക് നേരത്തെ അറിയാം. ഇനി ഞാൻ നോക്കേണ്ടത് എങ്ങനെ, ഹൗ ആം ഐ ഗോയിങ് ടു ഐഡൻറ്റിഫൈ വിന്നേഴ്സ്? ഷുഗർ ഇൻഡസ്ട്രിയിലുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കുന്നു. ആ ലിസ്റ്റ് എടുത്തിട്ട് എവിടെയൊക്കെ FISൻ്റെ ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള അവർ കൂടുതൽ സ്റ്റോക്സ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് നോക്കുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം അറിയാൻ പറ്റും, ഓക്കെ ഇത് ആക്ച്വലി ആഫ്റ്റർ ദി ഇവൻറ്റ് ഹാസ് ടേക്കൻ പ്ലേസ്. നേരത്തെ അറിയാൻ പറ്റത്തില്ല. അനലിസ്റ്റായ എനിക്ക് ഒരു ഇവൻറ്റ് നടന്നതിന് ശേഷമാണ് പറയാൻ പറ്റത്തുള്ളൂ ഇവൻറ്റ് നടന്നു. പോസ്റ്റ്മോർട്ടം അനാലിസിസ് പോലെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു ഡോക്ടറിന് അറിയാം, ഓക്കെ ഇതാണ് മരണ കാരണം എന്നല്ലേ പറയുന്നേ. അത്രയേ ഉള്ളൂ. മരിക്കാൻ പോണേ മുമ്പേ പറയാൻ പറ്റില്ല ഇതായിരിക്കും കാരണം പറയാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് മൈ ഇൻഫർമേഷൻ ഇസ് ഓൾവേസ് ഡിലേഡ്. എനിക്ക് ഒരു കാരണവശാലും അഡ്വാൻസ്ഡ് പറയാൻ പറ്റത്തില്ല. ബട്ട് ഐ എം ടെല്ലിങ് യു, ഇപ്പോൾ ഷുഗർ ഇൻഡസ്ട്രിയിലാണ് ഇത് വരുന്നതെങ്കിൽ ഷുഗർ കെയിനിൽ നിന്നാണ് എത്തനോൾ ഉണ്ടാക്കണേ. അങ്ങനെയാണെങ്കിൽ ഷുഗർ സെക്ടറിൽ ഏതൊക്കെ കമ്പനീസിൽ FISൻ്റെ എക്സ്പോഷർ കൂട്ടിയിട്ടുണ്ട്, ദെൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതിനകത്ത് ഒരു സെക്ടർ റൊട്ടേഷൻ ഇൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഫ്ലോ അതിനകത്തേക്ക് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. എവിടെ നിന്നാണത് ഫ്ലോ ഔട്ട് ചെയ്തതെന്നുള്ളത് ഐ വുഡ് നോട്ട് നോ അതിന്. ബട്ട് ഐ ഹേർഡ് ദാറ്റ് ദർ ആർ ബ്രോക്കേഴ്സ് അതുപോലത്തുള്ള ടൂൾസ് കൊണ്ടുവരുന്നുണ്ടെന്ന് കേട്ടു. ദാറ്റ് ഈസ് എൻ അമേസിങ് തിങ്. ഓക്കെ, സെക്ടറൽ റൊട്ടേഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് മണി ഫ്ലോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ജസ്റ്റ് ഫോളോ ദ മണി ട്രെയിൽ അല്ലേ. എക്സാക്ട്ലി സർ, ഞാനത് പറയാനിരിക്കുമായിരുന്നു. ദൻ ഇപ്പോൾ റീസെൻ്റ്ലി ഡെക്സിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സെക്ടർ റൊട്ടേഷൻ. ഐ തിങ്ക് യു മൈ കം ടു നോ റീസൺ ഇൻ സൂൺ. അപ്പോൾ അതിൽ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ വീക്ക്ലി, മന്ത്ലി ആൻഡ് ഡെയിലി, അതിൽ നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഏതായിരിക്കും ഏറ്റവും ഒരു ഇൻവെസ്റ്റർ നോക്കേണ്ടുന്നത്? സെക്ടോറൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ വർഷവും ഗ്രോത്തിൽ നിലനിർത്തണമെങ്കിൽ സെക്ടറിൽ നോക്കുന്നത് മാത്രമല്ല സെക്ടർ റീസൈക്ലിംഗ് അദ്ദേഹം ചെയ്യണോ വേണ്ടയോ? തീർച്ചയായിട്ടും ചെയ്യണം. ഇപ്പോൾ ഈ ഒരു പറയുന്ന ഫീച്ചർ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ടെസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്കറിയത്തില്ല. പക്ഷേ അത് ഉണ്ടെങ്കിൽ ഫ്രം യുവർ വേർഡ്സ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ബിക്കം എ ബിഗ് തിങ്. കാരണം നമ്മളെല്ലാവരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു അനലിസ്റ്റ് എന്ത് സ്റ്റെപ്പ് എടുക്കുന്നോ ആ അനലിസ്റ്റ് തന്നെയാണ്. അതായത് നമ്മളൊരു ക്രൗഡ് മെൻറ്റാലിറ്റി, ഹേർഡ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ആ ഹേർഡ് മെൻറ്റാലിറ്റിയിൽ ഇനീഷ്യലി വരുന്നൊരു 10% ആൾക്കാർക്ക് ദേ വിൽ ഗെറ്റ് ദി റിക്വയർഡ് തിങ്. ബാക്കി 90% ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഈ ബിഗ് ബോയ്സ് എവിടെയാണ് എൻട്രി ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ മേക്ക് എ ബിഗ് ഇമ്പാക്ട്. അപ്പോൾ സെക്ടറിൽ ഇൻഫ്ലോ എവിടെ നിന്ന് വരുന്നു, ഔട്ട്ഫ്ലോ എവിടെ നിന്ന് പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിഗ് തിങ്.
ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. എനിക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല എത്ര വലുതാന്നുള്ളത്. ബട്ട് നമ്മളത് തന്നെ ചെയ്യുന്നേ അല്ലേ? ശരിയല്ലേ? നമ്മൾ വാട്ട് ഈസ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി റൺ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഹാസ് എ പ്രോബബിലിറ്റി ടു റൺ മോർ അല്ലേ? ഇൻഫ്ലോവും അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. മണി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദി പബ്ലിക് വിൽ കം ഇൻ അറ്റ് എ ലേറ്റർ പോയിന്റ് അല്ലേ? അപ്പോൾ പബ്ലിക് വിൽ ഗെറ്റ് ടു നോ. ന്യൂസ് പേപ്പറിൽ ചിലപ്പോൾ അത് കാണുമായിരിക്കും, അതായത് ഇന്ന കമ്പനി ഈ ഇതിൻ്റെ സ്റ്റോക്ക് വാങ്ങിച്ചു. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നല്ലോ, ഏതൊരു കമ്പനി ജിയോൻ്റെ ഫിനാൻഷ്യൽസിൻ്റെ എന്തോ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ ന്യൂസ് വന്നിരുന്നു. അത് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പക്ഷെ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് ആ ഒരു പബ്ലിക് അഡോപ്ഷൻ വരുന്നത്. അത് മണി ട്രെയിലാണ് ശരിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾക്കും അതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇറ്റ് ഇസ് എ ഗുഡ് വൺ എന്നാണ്. അമേസിംഗ്ലി യെസ്. നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടറിഞ്ഞ് വായിച്ചതിന് ശേഷമല്ല, അതിന് മുമ്പേ അറിയാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് അമേസിംഗ് തിങ്. അത് ശരിക്കും അതിന് ഇൻസൈഡർ നോളജ് എന്നൊക്കെ പറയും. പക്ഷേ ഇൻസൈഡർ ട്രേഡിങ്ങും ഇൻസൈഡർ നോളജ് ഒന്നും നമുക്ക് ലീഗൽ അല്ല. പക്ഷേ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണെങ്കിൽ അത് എത്രയും നേരത്തെ അറിയാൻ പറ്റുമെങ്കിൽ നമുക്ക് അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സെക്ടോറൽ ബേസിസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ വിച്ച് കൈൻഡ് ഓഫ് സെക്ടർ ഡു യു പ്രിഫർ മോർ? തീമാറ്റിക് ആണോ, അല്ലെങ്കിൽ ഇൻഡെക്സ് റിലേറ്റഡ് ഫണ്ടാണോ, അല്ലെങ്കിൽ ഇറ്റ്സ് മിക്സ് ആണോ? ഒരു ഇൻവെസ്റ്റർ ഒരു ടിപ്പിക്കൽ ഇൻവെസ്റ്ററിന് ബെറ്റർ ഏത് രീതിയിലായിരിക്കും പുള്ളിയുടെ അപ്രോച്ച് നന്നായിരിക്കുക? അതും രണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ഒന്ന് ഒരു ന്യൂബി ഇൻവെസ്റ്റർ ആണ്, അതായത് അക്യുമുലേഷൻ സ്റ്റേജിലാണ് ആൻഡ് അത്യാവശ്യം യങ് ആണെന്ന് വിചാരിക്കുക. സോ ഹി ഹാസ് ഗോട്ട് ടൈം ഓർ ഹി ഓർ ഷീ ഹാസ് ഗോട്ട് ടൈം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്യിക്കും. ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവിടെ എവിടെയെങ്കിലും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ നോക്കും. ഫീഡ്ബാക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ദിസ് സെക്ടർ ഇസ് ഷോയിങ് സൈൻസ് ഓഫ് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെ നമുക്ക് സൈൻസ് ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് വി ഗോ വിത്ത് തിമാറ്റിക് ഓർ അഡീഷണൽ സ്റ്റോക്സ് വഴി നമ്മൾ ചിലപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതല്ലാണ്ട് ഓൾറെഡി ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർക്ക് ദേ വിൽ കം ഹിയർ ആൻഡ് ടെൽ മീ എനിക്ക് ഇന്ന സെക്ടർ വേണമെന്ന് അവരെന്നെ പറയും. ഓക്കെ, ഇപ്പോൾ യു ആർ കമ്മിങ് ആൻഡ് ടെൽ മീ യു വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ഓട്ടോമൊബൈൽ. ഞാൻ വന്നിട്ട് പറയണം ഓട്ടോമൊബൈൽ പോരാ, നിങ്ങൾ ഫാർമയിൽ ഇടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി വേറെ എന്തെങ്കിലും കമ്പോണൻറ്റ് ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു വുഡൻ ബി ഹാപ്പി അല്ലേ? ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. മണി ഗ്രോയിങ് യെസ്, പക്ഷെ ആ പോർട്ട്ഫോളിയോൻ്റെ വേർത്തി ഓണർ ആണ് എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് ആ പോർട്ട്ഫോളിയോ അവർക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി വരുന്നത്. അപ്പോൾ എവ്രിബഡി ഹാസ് എ ഡൊമൈൻ എക്സ്പെർട്ടൈസ്. നിങ്ങളൊരു സ്ഥലത്ത് 20 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സെക്ടറിലെ ഡൊമൈൻ തോട്ട് ലീഡറായി അല്ലേ? എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ആ നോളജ് ആയിട്ട് വരണേ. ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ സെക്ടർ മോശമെന്ന് പറഞ്ഞാൽ അവർ അപ്പം തന്നെ പരിപാടി നിർത്തും അല്ലേ? അപ്പം തന്നെ ഒരു പരിപാടി നിർത്തും. അപ്പോൾ ദാറ്റ് വിൽ നെവർ ഹാപ്പൻ. പക്ഷേ വൺസ് ദേ സ്റ്റാർട്ട് ലേണിംഗ് അതർ സെക്ടേഴ്സ്, അവിടെയാണ് അവരുടെ ലേണിംഗ് വരുന്നത്. ദാറ്റ് ദീസ് സെക്ടേഴ്സ് ആർ ബെറ്റർ ദാൻ മൈ സെക്ടർ. ഓക്കെ, ആ നോളജ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. കാരണം അക്വിസിഷൻ വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ആകാം. എക്സാക്ട്ലി. അപ്പോൾ ഇതിനകത്തുള്ള വേറൊരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കമ്പനി വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദെയർ ബിസിനസ് ഈസ് ഗ്രോയിങ് 18% എവറി ഇയർ ഫോർ എക്സാമ്പിൾ. അപ്പോൾ ദേ ആർ ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പോൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഏർണിങ്സും പ്രോഫിറ്റ്സും എല്ലാവരും റീഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ കമ്പനി ഗ്രോ ചെയ്യിക്കുന്നു, റൈറ്റ്? ഞാൻ ഇവരോട് പോയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വേറെ കുറച്ച് സ്റ്റോക്സ് നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് വേറെ മെഷീനറി ഉണ്ട്, അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാർമ സെക്ടർ ഉണ്ട്, IT സെക്ടർ ഉണ്ട്, ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വുഡന്റ് വെഞ്ചർ ഇൻ ടു ഇറ്റ്. കാരണം അവർ ദേ ആർ ഹാപ്പി വിത്ത് ദ റിട്ടേൺസ് ദാറ്റ് ദേ ആർ ഗെറ്റിംഗ്. ഓൾറെഡി ഹാവ് എ ലീനിയൻസ് ടുവേർഡ്സ് ദെയർ വിഷ്ഡ് സെക്ടർ. കറക്റ്റ്. അവരുടെ ബയസ് അവിടെ ഉണ്ട്, അവരുടെ ബിഹേവിയറൽ ബയസ് ആക്ച്വലി അവരുടെ ഓൺ കമ്പനിയിലുണ്ട് അല്ലേ? ബട്ട് ദി മൊമെന്റ് അതർ സെക്ടേഴ്സ് ആർ ഗ്രോയിങ് ഫാസ്റ്റർ ദാൻ ദെയർ സെക്ടർ, അവിടെയാണ് ആ ഇൻഫ്ലക്ഷൻ പോയിന്റ് നടക്കുന്നത്. അതിന് അവര് ലേണിംഗ് മോഡിലേക്ക് വരണം. അത് ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു അബ്സോർപ്ഷനിലെ ഒരു സ്പേസ് അവർ കൊടുക്കണം. കറക്റ്റ്. അവിടെയാണ് ഈ പോർട്ട്ഫോളിയോന്റെ രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷനും എല്ലാം ഇവിടെ കിക്കിൻ ചെയ്യണത്. പക്ഷെ അതിന് ഇൻവെസ്റ്റർ എന്നാണോ റെഡി ആവുന്നത്, മെന്റലി എപ്പോഴാണോ റെഡി ആവുന്നത്, അവിടെയാണ് ഇതിന്റെ അഡോപ്ഷൻസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പല ബ്യൂട്ടിഫുള്ളി സ്ട്രക്ചേർഡ് പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ആസ് എൻ അനലിസ്റ്റ് ഞാനൊരെണ്ണം കൊടുത്താലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് ആദ്യമേ മനസ്സിലാവത്തില്ല. ലേറ്റർ ഓൺ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് വാസ് ഗിവൺ. അവിടെ ദാറ്റ് പോയിന്റ് ഓൺവേർഡ്സ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ബിക്കമിങ് എ ബ്യൂട്ടിഫുൾ ജേർണി. അടിപൊളിയാവാണ് ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി. കാര്യം അവരുടെ സെക്ടറിൽ ദേ ആർ ഗെറ്റിംഗ് 18% ഗ്രോത്ത്. സോ അതിൽ മേ ബി ദെയർ ക്യാപിറ്റലിൻ്റെ ഒരു മേജർ ചങ്ക് ഈസ് ഗോയിങ് ദർ, ആൻഡ് ദെൻ ദേ ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ സെക്ടേഴ്സ് ദാറ്റ് ആർ ഗ്രോയിങ് 25% or 30% or 40%.
അപ്പോൾ ദെൻ ദേ ആർ ഗ്രോയിങ് ദെയർ ഇൻകം സോഴ്സസ് അല്ലേ. അതാണല്ലോ ഇൻവെസ്റ്റിംഗ്. അതെ, നമ്മുടെ പ്രൈമറി ഇൻകമിനെ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ അതാണ് ഇൻവെസ്റ്റിംഗ് നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ. നമ്മൾ വി ആർ ബൈയിങ് അസെറ്റ്സ്, വി ആർ ക്രിയേറ്റിംഗ് അസെറ്റ്സ്. നമ്മൾ എന്ന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു, ഫ്രീഡം കിട്ടുന്നു, അവിടെയാണ് നമ്മുടെ ട്രൂ വർത്ത് നമുക്ക് അറിയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാറ്. ചിലർക്കത് ഇനീഷ്യലി മനസ്സിലാവും, ചിലപ്പോൾ നമ്മുടെ ബാലുവിനകത്ത് പഠിച്ച ഒരാളാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇനീഷ്യലി വരുന്നത്. ആ ബാലു എന്തെങ്കിലുമൊക്കെ ചെയ്തോളും എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ബട്ട് വെൻ ദേ ലേൺ ദിസ്, പിന്നെ നമ്മൾ ഒന്നിച്ചായി. പിന്നെ തോട്ട് പ്രോസസ് ഒരേ സിംഗുലർ ആയിട്ട് പോകുമ്പോൾ ഒരേ ലിങ്ക് ആയിട്ട് പോകും. എക്സാക്ട്ലി, ഒരേ ലൈനിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രോത്ത് ഇസ് ഗോയിങ് ടു നമ്മുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ പറയുമല്ലോ, ആ ലെവലിലേക്ക് മാറും അത്. പിന്നെ ഈ പലരുടെയും ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മളിപ്പോൾ സപ്പോസ് സെക്ടർ വൈസോ അല്ലെങ്കിൽ സ്റ്റോക്ക് വൈസോ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETFs അല്ലെങ്കിൽ സ്റ്റോക്സ് തന്നെ ആയിക്കോട്ടെ, അവർ ഒന്നിലങ്ങ് സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അവർ പുറത്തേക്ക് വരാറില്ല. മേ ബി യു മേ ഓൾസോ നോട്ടീസ് ഫ്രം യുവർ ക്ലയൻസ് ആസ് വെൽ. ഇപ്പോൾ NRIs എടുക്കാം, അവർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ അവർ വർഷങ്ങളായിട്ട് കുറേ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ഒരേ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഈക്വിറ്റീസ് ആണെങ്കിൽ ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ ഇരിക്കും. ഈ ഒരു പ്രവണത നല്ലതാണോ? നമ്മൾ ഹ്യൂമൻ സൈക്കോളജിക്കലി നമുക്ക് ചേഞ്ചസ് ഇഷ്ടമല്ല അല്ലേ. നമ്മൾ ഒരേ വീട്ടിൽ ജീവിക്കുന്നു, ഒരേ സ്ഥലത്ത് താമസിക്കുന്നു, ഒരേ ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്നു. നമുക്കങ്ങനെ വേറെ സ്ഥലത്ത് പോയി മാറി താമസിക്കാനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാനോ വളരെ കുറച്ച് ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. ഈ ഹണ്ടേഴ്സ് ഗ്യാദറേഴ്സ് എന്ന് പറഞ്ഞൊരു പഴയ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ ഹണ്ടിങ് ചെയ്യുന്ന ആൾക്കാരാണ് പുതിയ അഡ്വഞ്ചേഴ്സും പുതിയ ഇതൊക്കെ അന്വേഷിച്ച് പോണത്. പക്ഷേ ഗ്യാദറേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവിടെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ചേഞ്ച് ഒട്ടും ഇഷ്ടമല്ല. അവരാരെങ്കിലും അവർക്ക് കൊണ്ടേ കൊടുക്കുക, അത് വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, എങ്ങനെയെങ്കിലും ജീവിച്ച് പോവുക. No, they will not change. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മൾ ആക്ച്വൽ ലൈഫിൽ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ മ്യൂച്വൽ ഫണ്ട് ചേഞ്ച് ചെയ്യുന്നത്? ആ ഒരു സെയിം ലൈൻ ഓഫ് തോട്ടാണ്. ഇപ്പൊ അവരുടെ പാരൻസ് അവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് നല്ലതെന്ന് കൊടുത്തു. സൊസൈറ്റിയിലുള്ള ഡെപ്പോസിറ്റ്സ്, സഹകരണ ബാങ്കിലുള്ള, ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഇസ് റോങ്, പക്ഷെ ആ നോളജ് ആണ് അവർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു നോളജ് ഓൾറെഡി എനിക്കുള്ള സ്ഥിതിക്ക് ഞാൻ എന്തിനാ വേറൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്നത്? ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഐ എം എ ഗ്യാദറർ, ഞാനൊരു ഹണ്ടർ അല്ല. ഞാൻ ഒരു വളരെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്. എനിക്ക് പുതിയ ചേഞ്ചസ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ പുറത്ത് എനിക്ക് പരിചയമില്ലാത്തൊരു ഹോട്ടൽസിൽ പോയി കഴിക്കുന്നില്ല എന്ന് വിചാരിക്കും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ഇല്ല അങ്ങനെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ഓഫീസിൽ പോകുമ്പോൾ ഇപ്പോഴും വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ച് അതല്ല വീട്ടിൽ വന്ന് കഴിക്കുന്നവർ ആ പ്രവണത ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരാണ് ഈ പറയുന്ന ചേഞ്ചിന് അഡാപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലത്. ഇവർ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാലും അവർക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടാകത്തില്ല. ഇത് നമ്മുടെ ഹ്യൂമൻ നേച്ചറാണ്. അവിടെ യു ഹാവ് ടു ട്രസ്റ്റ് സംബഡി ഹൂസ് ആക്ച്വലി ഫെമിലിയർ വിത്ത് ഓൾ ദീസ് തിങ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യു ആർ കമ്മിങ് ടു മീ, JK ചിലപ്പോൾ ഒരു 5-6 ഫണ്ട് ചിലപ്പോൾ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഫണ്ട് മേ ബി എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റാ റീൽ കണ്ടിട്ടുണ്ടാവും, ഈ വേറൊരു ഫണ്ടിനെ പറ്റിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ബട്ട് യു വുഡ് നോട്ട് ആസ്ക് മീ, അല്ലേ? നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഈ ഫണ്ട് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫണ്ട് ഇപ്പോൾ ഉള്ള ഫണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്താണ്, അങ്ങനെയാണെങ്കിൽ ഇത് ചേഞ്ച് ചെയ്താൽ എന്താണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഡിബേറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ഐ സോ സംബഡി ഒരു NFO വന്നിട്ടുണ്ട്, ഇൻഡെക്സ് ഫണ്ടിൽ, നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ NFO വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ആരോ പറഞ്ഞു അത്രേ, NFOയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സൂപ്പറാണ്, 10 രൂപയ്ക്ക് കിട്ടും. ഇൻഡെക്സ് ഫണ്ട് 10 രൂപയ്ക്ക് കിട്ടുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൻ്റെ NFO എന്തിനെടുക്കണം? എക്സിസ്റ്റിംഗ് ഫണ്ട് എടുത്താൽ പോരെ? സെയിം അല്ലേ? ആക്ച്വലി സെയിം അല്ലേ? 10 rupees ഇസ് ആക്ച്വലി നമ്മൾ വിചാരിക്കുകയാണ് ചീപ്പാന്ന് വിചാരിക്കുകയാണ്, ശരിക്കും അല്ല. 300 NAV ഉള്ള സെയിം നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലും സെയിമിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നാണ്, സെയിം ആണ്. അത് ഗ്രോത്ത് ആണെങ്കിലും ഡൗൺവേർഡ് ആണെങ്കിലും സെയിം ആണ്. പക്ഷേ അത് ആരുടെ തോട്ട് പ്രോസസ്സിൽ പോവില്ല. ബിക്കോസ് ഈസ് തിങ്കിങ് ദാറ്റ് 10 rupees അല്ലേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതിലും ഇതുമായിട്ട് ഒരുപാട് കമ്പാരിസൺ ഡിഫറൻസസ് ഒന്നും തന്നെ ഇല്ല. 300 rupees ഉള്ളത് 1% മൂവ് ആണെങ്കിൽ ഇതും 1% മൂവ് ആകത്തുള്ളൂ. കാര്യം രണ്ടും നിഫ്റ്റി ഇൻഡെക്സിലാണ് നിൽക്കുന്നത് അല്ലേ. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പോലും പലർക്കും അതിൻ്റെ ട്രൂ മീനിങ് എന്താണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇറ്റ് മൈ ടേക്ക് മെനി മോർ മന്ത്സ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ ഈ ഒരു ലെവലിൽ കാര്യം ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് പ്രൊഡക്റ്റാണ് മ്യൂച്വൽ ഫണ്ട് അല്ലേ. അതിനേക്കാളും സോഫിസ്റ്റിക്കേറ്റഡ് ആണ് സ്റ്റോക്സ്. അപ്പോൾ ആൾക്കാർക്ക് ആ വില്ലിങ്നെസ് ടു ലേൺ ചിലപ്പോൾ അല്ലെങ്കിൽ ടൈം ടു ലേൺ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം
ആ ഒരു ആൾക്കാരുടെ ഒരു ഫുൾ അഡോപ്ഷൻ വരാത്തത്. അതുകൊണ്ടാണല്ലോ ജസ്റ്റ് 10%, ലെസ് ദാൻ 10% അഡോപ്ഷൻ ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതും ഫിനാൻഷ്യൽ ലിറ്ററസി ഈസ് വെരി പുവർ എമംഗ് അവർ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സ്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം. റീസെൻ്റ്ലി നമ്മുടെ IT സെക്ടറിൽ ഒരു സെറ്റ് ബാക്ക് നടക്കുന്നുണ്ട് പക്ഷേ അത് അഡാപ്റ്റീവായിട്ട് മാറുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ വളരെ ഡേറ്റാ സെൻറ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. AI ബൂം എന്നെ തീർച്ചയായും വി ആർ പ്രിപ്പയറിങ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ വേൾഡ് വൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും സ്റ്റിൽ വി ആർ ഇൻ ഇൻഫൻറ്റ് സ്റ്റേജ്. അപ്പോൾ ഈ IT സെക്ടറിനുള്ള ഒരു പ്രോമിനൻസ് ഇന്ത്യൻസ് ഓൾവേസ് ദേ മേ ബി സ്റ്റാർട്ടിങ് ലേറ്റർ ബട്ട് once started they will dominate the market എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് ഇനി എനി ഫീൽഡ്. ആ ഒരു തത്വത്തിൽ സാറ് IT-ക്ക് എപ്പോഴാണ് ഇനി ഒരു ശരിയായ ഫ്രൂട്ട്ഫുൾ പീരീഡ് വരാൻ, ബേസിക്കലി ഇന്ത്യൻ IT സെക്ടറിന് എപ്പോഴാണ് ഒരു പ്രോമിനൻസി വരാൻ സാധ്യതയുള്ളത്? ബിറ്റ്വീൻ 2026 to 30 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ IT സെക്ടറിൽ 2 ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് ഇവിടെ ഇഷ്യൂ വന്നേക്കുന്നത്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സിനാണ്, അതായത് ഇൻവെസ്റ്റ് ചെയ്തവർക്കും, 2 അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനും, അല്ലെ. 2 പേർക്കും 2 ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡിലാണ് ഇമ്പാക്റ്റ് വന്നേക്കുന്നത്, അല്ലെ. വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ജോബിൽ പോകുന്ന ആൾക്കാർ, എംപ്ലോയീസിന് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് അവിടെ വരും. ഷെയർ ഹോൾഡേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഗെറ്റിംഗ് ഇറ്റ് ബെറ്റർ റേറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ ഒരു IT സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കമ്പനീസ് എല്ലാം 2022, 2021, ചില കമ്പനീസൊക്കെ 2018 പ്രൈസ് ലെവൽസിലാണ് ഇപ്പം നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ഗുഡ് തിങ് ദാറ്റ് യു ക്യാൻ ബൈ ഇറ്റ് അറ്റ് എ ചീപ്പർ റേറ്റ്. പക്ഷേ ഇസ് ദാറ്റ് എ ഗുഡ് ബൈ എന്നുള്ളത് നമുക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ല. അതല്ലേ പ്രശ്നം. അതായത് ഇന്ന കമ്പനി AI റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുമോ, വിൽ ദേ പിവോട്ട് ടു AI, അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാ സെൻറ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ബട്ട് ഇൻ ദ ലോങ് റൺ വാട്ട് യൂഷ്വലി ഹാപ്പൻസ് ഇസ് ദാറ്റ് ഓൾറെഡി ഇതിനകത്തേക്ക് ഫണ്ടിങ് ഉള്ള കമ്പനികൾ, ഇതിനകത്തേക്ക് ആക്സസ് ഉള്ള കമ്പനീസ്, ദേ വിൽ ഓൾവേസ് ക്യാപിറ്റലൈസ് ഓൺ ദ ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി ഇന്ന് ഇന്ത്യൻ ടെക് ജയൻസിനും ഉണ്ട്. എല്ലാവരുടെയും, ഞാനിത് മുമ്പും പറഞ്ഞതാണ്, അവരുടെ എല്ലാവരുടെയും പ്രോഫിറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ഓർഡർ ബുക്കും കാര്യങ്ങൾ, അവരുടെ ബാലൻസ് ഷീറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. ഞാൻ TCSന്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിയർലി 1 lakh crore ആണ് അവരുടെ പ്രോഫിറ്റ് മാത്രം. അവർക്ക് എത്രയോ സ്റ്റാർട്ടപ്സിന് അവർക്ക് വാങ്ങിക്കാം, അല്ലെ. AI ചെറിയ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ട്, മേക്കേഴ്സ് വില്ലേജ് ഉണ്ട്. കേരളത്തിൽ മുഴുവൻ സ്റ്റാർട്ടപ്പിൻ്റെ കളിയാണ്. ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഈ കമ്പനീനൊക്കെ വാങ്ങിക്കാൻ മേ ബി 1 കോടിയോ 2 കോടിയൊക്കെ മതിയായിരിക്കും ടോട്ടൽ കമ്പനീനെ തന്നെ വാങ്ങിക്കാനായിട്ട്. ചെറിയ സ്റ്റാർട്ടപ്പ് ആയിരിക്കും, 1% കമ്പനി ഉണ്ട്, 2% കമ്പനി ഉണ്ട്, അല്ലെ. അത് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെയാണ് ട്രൂ പിവോട്ടിങ് നടക്കണേ. ബട്ട് ആസ് എൻ ഇൻവെസ്റ്റർ വി ആർ ഓൾ ലിമിറ്റഡ്. ഇപ്പം എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് നല്ലൊരു ഡ്രോൺ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. പക്ഷേ ഐ കനോട്ട് ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് കമ്പനി, അല്ലേ. കാരണം പബ്ലിക് ലിമിറ്റഡ് സ്പേസിലേക്ക് വരുമ്പോൾ അവർ ലിസ്റ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് അവരുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഒരു കമ്പനി പോയി ഇൻവെസ്റ്റ് ചെയ്യണത് അൺസെക്യൂർഡ് ആണ്. അതെ, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ഈസ് അൺസെക്യൂർഡ് തന്നെയാണ്. കാരണം അതിനകത്ത് ട്രൂ പാത്വേ ഇല്ല, റിപ്പോർട്ടിംഗ് ഇല്ല, കോംപ്ലയൻസസ് ഇല്ല, എൻ്റെ പൈസയ്ക്ക് ഗ്യാരണ്ടി ഇല്ല, ഒന്നുമില്ല. ലിസ്റ്റഡിലും ഇല്ല, പക്ഷേ ലിസ്റ്റഡിൽ അറ്റ്ലീസ്റ്റ് ഒരു സെബി എന്ന് പറഞ്ഞൊരു വാച്ച് ഡോഗ് ഉണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ട് നമുക്ക്, അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റഡ് ആണ്. ആസ് എൻ ഇൻവെസ്റ്റർ, ആസ് എ ഷെയർ ഹോൾഡർ, ഇൻക്ലൂഡിങ് മീ, ഇപ്പോൾ എനിക്ക് ഐ ഹാവ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. കാരണം എനിക്ക് IT നല്ല എക്സ്പോഷർ ഉണ്ട്. എനിക്ക് ഈ കമ്പനീസിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. വേറെ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇട്ടേനെ. എനിക്ക് തൈവാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നാൽ ഞാൻ പോയിടും. കാരണം എല്ലാവരും ചെയ്യും, അല്ലേ. നിങ്ങൾ ഗൾഫിലുള്ള ആൾക്കാരാന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇവിടത്തുള്ള ഗവൺമെൻറ്റിന് തോന്നുന്നുണ്ടോ ഇവർ മുഴുവൻ ഇന്ത്യയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്? lot of my investors are investing in the US. But still നമുക്കും ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ സർ. അതായത് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് വഴിയൊക്കെ ഫോറിൻ, ഇപ്പോൾ നാസ്ഡാക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈവൻ ത്രൂ ദൻ നമുക്ക് ഡയറക്ട്ലി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നോ, ദാറ്റ് ഈസ് എ റീസെന്റ് ചേഞ്ച്, അല്ലേ. ഈ ഇടയ്ക്ക് വന്നിട്ടുള്ളൂ. അതെ 10 years back, 5 years back ഇതില്ല. ഈ ഓപ്പർച്യൂണിറ്റി റൺ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് മൈ നോട്ട് ഓൾവേസ് വർക്ക്ഔട്ട്, അല്ലേ. അത് നേരത്തെ കുറച്ച് പേര്, അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോയേക്കുന്ന ആൾക്കാർക്ക് ദേ ആർ ഓൾറെഡി എക്സ്പോസ് ടു ഓൾ ദാറ്റ്, അല്ലേ. ദുബായിലുള്ള ഒരാൾക്ക് ഇപ്പോൾ ഏത് ബ്രോക്കേഴ്സ് വേണമെങ്കിലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. US ഡോളേഴ്സിലേക്ക് മാറ്റാനും അത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്.
ഇന്ത്യയിലൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗിഫ്റ്റ് സിറ്റി വന്നു, ഈ ബ്രോക്കേഴ്സിന് ഇതുപോലത്തെ കിട്ടി, LRS ഇപ്പോഴും ഉണ്ട്. എന്നാലും പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ആക്സസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ട്രൂ ബെനിഫിറ്റ് ഇപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 5 years അതിന്റെ കിട്ടത്തുള്ളൂ അല്ലേ? ഈ ഒരു റൈഡ് കഴിഞ്ഞു ഡെഫിനറ്റ്ലി കാണും. ബിക്കോസ് എവറിത്തിങ് ബേസ്ഡ് ഓൺ CAGR അല്ലേ? ഇൻസ്റ്റന്റ് ഗ്രോത്തിലേക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. ദാറ്റ്സ് നോട്ട് ഇൻവെസ്റ്റ്മെന്റ്. കറക്റ്റ്. അപ്പോൾ IT ഇപ്പോഴും ഐ ഹാവ് ഫെയ്ത്ത് ഇൻ IT. ഞാൻ ഇൻവെസ്റ്റഡ് ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ബട്ട് ബിക്കോസ് ദേ ആർ പ്രോഫിറ്റബിൾ. ഈ കമ്പനികളൊന്നും പ്രോഫിറ്റിൽ അല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് കമ്പനിക്ക് ഓർഡർ ബുക്കും ഗ്രോ ചെയ്യുന്നില്ല, ഗൈഡൻസ് മോശം, പ്രോഫിറ്റും ഇല്ലെങ്കിൽ യെസ് ദാറ്റ് ഇസ് എ റെഡ് ഫ്ലാഗ്. അതായത് ഈ സ്പേസ് ഇനി ഗ്രോ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഈ സ്പേസിൽ ഇനി ഓപ്പർച്യൂണിറ്റി ഇല്ലാന്ന് നമുക്ക് മനസ്സിലാവും. ബട്ട് ഇഫ് ദ കമ്പനീസ് ആർ റിപ്പോർട്ടിംഗ് ഗുഡ് ഏർണിങ്സ്, അതായത് അവർ കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ദേ ആർ ബിക്കമിങ് ലീൻ. മേ ബി ദേ മൈറ്റ് ഫയർ എംപ്ലോയീസ് ആൻഡ് ബിക്കം മോർ ലീൻ, അങ്ങനെ ആയിരിക്കാം. ബട്ട് ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് മാക്സിമം ബാങ്ക് ഫോർ ദ ബക്കാണ് അല്ലേ? നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പോലെ 1,25,000 എങ്ങനെ ആക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡ്. സോ യു ഹാവ് ടു ലുക്ക് അറ്റ് ദാറ്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ IT ഈസ് എ ഗുഡ് സ്പേസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇഫ് യു ഗിവ് മീ മോർ ക്യാപിറ്റൽ ഐ വിൽ ഇൻവെസ്റ്റ് ഇൻ IT എന്ന് ഞാൻ പറയാമല്ലോ. ഓക്കെ, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം. ഐ എം എൻ NRI ഓർ ഐ എം ഹാവിങ് എ ക്യാപിറ്റൽ ഗെയിൻ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ സെല്ല് ചെയ്തു, എനിക്ക് കുറച്ച് ലംസം എമൗണ്ട് കിട്ടി. ട്രഡീഷണൽ വേ ഓഫ് മെത്തേഡ്സ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഒന്നുകിൽ നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, 1 മെഷർ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും അനദർ പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കുറച്ച് ഫിസിക്കൽ ഗോൾഡ് അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റ്സ് ലൈക്ക് പ്രോപ്പർട്ടി, ഗോൾഡ്, സംതിങ് ലൈക്ക്. ഇത് മാത്രമേ ഇപ്പം നമ്മുടെ മുമ്പിൽ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ശരിയല്ലേ? നമ്മുടെ ഒരു കോമൺ മാൻ്റെ മുമ്പിൽ ഇത് മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പൈസ ആർക്കെങ്കിലും പലിശയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ചിട്ടിക്ക് ജോയിൻ ചെയ്യുക. ഇങ്ങനത്തെ പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ശരിയാണോ? how much you are valuing such thing and how much you are arguing, or if you are arguing അത് പിന്നെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ബെറ്റർ സൊല്യൂഷൻ എന്താണ്? കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൊമൈനിൽ നിന്ന് ആ ഇൻവെസ്റ്റർ വേറെ ഡൊമൈൻ സെലക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു എസെൻസ്. അത് മാത്രമല്ല, ഈ കൺവെൻഷണൽ മെത്തേഡിൽ നിന്നും അവർക്ക് ഒരു ഫിനാൻഷ്യൽ നോളജ് കൊടുക്കുക എന്നുള്ളത് പർപ്പസ് ഉണ്ട്. അത് മാത്രമല്ല, ഈ കൺവെൻഷണൽ മെത്തേഡിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും സാർ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ കൈൻഡ് ഓഫ് നമ്മുടെ ഹെറിഡിറ്ററി ബയാസ് ഒരു പ്രോബ്ലം ഉണ്ട്. അച്ഛനപ്പൂപ്പന്മാരായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇതിനെയൊക്കെ മാത്രം പിന്തുടരുന്ന ആൾക്കാരാണ് നമ്മുടെ ജനറ്റിക് രീതിയിലും അങ്ങനെയുള്ളത്. പക്ഷെ അവിടെ ഫിനാൻഷ്യൽ നോളജ് എന്ന് പറയുന്നത് നമ്മുടെ വെൽത്ത് ജനറേഷന് അതല്ല എന്നുള്ളതിന് ഇതല്ല എന്നാണ് എൻ്റെ വാദമാണ്. ഞാനത് സാറിനോട് എൻ്റെ ഉള്ളിലുള്ളത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് റിയൽ എസ്റ്റേറ്റ്. യെസ്, റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. അതായത് അത്യാവശ്യം പൈസ ഉള്ള ഒരാൾക്ക് ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡിൽ നിന്ന് സെൽ ഓഫ് ചെയ്തിട്ടൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടുന്നത് വേറെ ഏതെങ്കിലും ഒരു ഡൊമൈനിൽ കൊണ്ട് ഇടുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. നാച്ചുറലി ഇല്ല. കാരണം അടുത്ത ലാൻഡ് എടുക്കാനേ തോന്നത്തുള്ളൂ. അതിനകത്ത് 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ടാക്സ് റേറ്റ്സ് ഇപ്പോഴും ഭയങ്കര ഹൈ ആണ്. ടാക്സ് റേറ്റ്സ് ഹൈ ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് ബ്ലാക്ക് മണി, വൈറ്റ് മണി എന്ന് പറഞ്ഞ സംഭവം റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോഴും ഉള്ളത്. ടാക്സ് റേറ്റ്സ് ഇല്ല എന്ന് വിചാരിക്കുക, ഫുൾ എമൗണ്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇല്ല, ഫുൾ എമൗണ്ട് ഡിക്ലെയർ ചെയ്തതിൻ്റെ കാരണം ടാക്സ് റേറ്റ്സ് അത്ര ഹൈ ആയതുകൊണ്ട് അത്രയും ഡ്യൂട്ടി അടയ്ക്കണം. ഈ ഡ്യൂട്ടിയും കാര്യങ്ങളും അടച്ചതിന് ശേഷം അത്രയും വേർത്താണോ ഗെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അല്ല. അപ്പോൾ ഒരു ലാൻഡ് വാങ്ങിക്കുന്ന ഒരാൾക്ക് മേ ബി 1 crore ട്രാൻസാക്ഷൻ കഴിഞ്ഞു, അതിനകത്ത് നമ്മൾ വിചാരിക്കും 60 lakhs അവർ ഡിക്ലെയർ ചെയ്തു, 40 lakhs അവർ ഡിക്ലെയർ ചെയ്തില്ല. പക്ഷേ 1 crore കയ്യിലുണ്ടെങ്കിൽ അവർ അടുത്ത ലാൻഡിലേക്ക് ഇടും. ഈ പൈസ 1 crore ഒരിക്കലും അവർക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഡിമാറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവർക്കാകെ 60 lakhs ഡിക്ലെയർഡ് ഉള്ളൂ. അപ്പോൾ അവർക്ക് മാക്സിമം 60 lakhs കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ 60 lakhs അവർ കൊണ്ടുവന്നു, ഇനി 40 lakhs വെച്ചിട്ട് അവർക്ക് ലാൻഡ് കിട്ടുമോ? ചിലപ്പോൾ ചാൻസ് കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഈ പാർഷ്യൽ ഇത് നിൽക്കണ കാരണം അവർക്ക് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ സ്വിച്ചിങ് പ്രോബ്ലമാണ്. അതായത് ഇപ്പം ഞാൻ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നു, ഞാൻ സ്റ്റോക്സ് ചെയ്യുന്നു, അതിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഗെയിൻസ് ഞാൻ പോയിട്ട് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റിലേക്ക് വിഡ്രോ ചെയ്തിട്ട് പോയി ചെയ്യുമോ? ഇല്ല. തിരിച്ച് ഞാൻ ഡിമാറ്റിൽ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനാണ് ചെയ്തത്. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ ഡൊമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡൊമൈനിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കും.
ഫിസിക്കലി ഗോൾഡ് വാങ്ങിച്ചിരുന്ന ആൾക്കാർ ജ്വല്ലറി പർപ്പസിന് വേണ്ടി ആൾക്കാർ അക്വയർ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ആൾക്കാർ കുറച്ചും കൂടി കൂടുതൽ ബോധപൂർവം ഈ ജ്വല്ലറി കൊണ്ട് വലിയ കാര്യമില്ല, ബിസ്ക്കറ്റ്സും ഗോൾഡ് കോയിൻസൊക്കെ വാങ്ങിക്കാവുന്ന രീതിയിലേക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ പുതിയ പ്രോബ്ലം, ഈ ബിസ്ക്കറ്റ്സും ജ്വല്ലറിയും ചില ആൾക്കാർ സ്വീകരിക്കില്ല. ഈവൻ അതിനൊരു പ്ലഡ്ജ് ചെയ്യണമെങ്കിൽ പോലും അത് ബാങ്കുകാർ പോലും സ്വീകരിക്കും, ഇമ്പോസിബിൾ. അപ്പോൾ അവിടെ ഗോൾഡ് മോണറ്റൈസേഷൻ പ്രോഗ്രാംസ് ഇപ്പോൾ വരികയാണ്. ഇതിന് പകരം ഒരു ഗോൾഡ് ETF ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, എപ്പോൾ വേണമെങ്കിലും ലോൺ അഗേൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എടുക്കാം. ആൻഡ് ഫുൾ ഹെയർ കട്ട് ഏറ്റവും മിനിമമാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ഈ ഒരു ചേഞ്ചസ്, അതായത് ഈ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്സിലും ഈ ഗവേണൻസിലുള്ള കുറേ അസിമെട്രി കാരണമാണ് ഈ ക്രോസ് ഡൊമെയിൻ കാര്യങ്ങളൊന്നും നടക്കാത്തത്. അപ്പോൾ ഗോൾഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നവൻ ഗോൾഡിൽ തന്നെ നിൽക്കും, റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നവൻ റിയൽ എസ്റ്റേറ്റിൽ തന്നെ നിൽക്കും, മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സ് ഉള്ളവർ അവരതിനെ ചെയ്യത്തുള്ളൂ. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ സ്വിച്ച് ചെയ്യത്തില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, ഇപ്പം നമ്മുടെ ചിട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് എടുക്കുന്ന ഒരാൾ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെയാണ്, സഹകരണ ബാങ്കിലാണ്, സൊസൈറ്റിയിലാണ് ഡെപ്പോസിറ്റ്സ് ഉള്ളത്, അത് അവർക്ക് ഇത്ര ശതമാനം കിട്ടുന്നുണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസും NCDസും അത്യാവശ്യം സെക്യൂറുള്ള ക്രൈസിലൊക്കെ റേറ്റിംഗ്സ് ഉള്ള 100% സെക്യൂർ എന്ന് പറയാൻ പറ്റത്തില്ല, അത് ആക്ച്വലി സൊസൈറ്റി തന്നെക്കാളും ബെറ്റർ റേറ്റിലുണ്ട്. പക്ഷെ ആ ഇൻവെസ്റ്റർക്ക് ഒരു മൈൻഡ് അവിടെ ബ്ലോക്ക്ഡ് ആണ്. എനിക്കിത് തന്നെ മതിയില്ലേ, ഇവരാകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു സൈനും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അടുത്ത ബാച്ചിലേക്ക് റിന്യൂ ആയി. ഇത് ഞാൻ എടുത്തിട്ട് ഞാനൊരു ഡിമാറ്റിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു SDL വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. പക്ഷെ അത് എത്രമാത്രം ലോസാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, നെറ്റ് ലോസിലേക്കല്ലേ അവർ പോകുന്നത് സാർ. ഈ പറഞ്ഞ ചിറ്റ് ഫണ്ട് തന്നെ എടുത്തോളൂ. എനിക്കറിയുന്ന NRIs ഉണ്ട്, per month they are investing 1 lakh in chit fund. അങ്ങനെ around 15 years. The corpus, you just think about how much. ഒരു വർഷം 12 ലക്ഷം, ആവറേജ് 10 ലക്ഷം വെച്ച് നോക്കൂ, 15 കൊല്ലം ആയപ്പോൾ 1.5 crores ആയി. ഇവർ വിചാരിക്കുന്നത് അതൊരു വലിയ കോർപ്പസ് ആയിട്ട് അവർക്ക് തിരിച്ചു കിട്ടുകയല്ലേ എന്ന്. പക്ഷെ ആക്ച്വലി ആ 15 കൊല്ലത്തെ ഇൻഫ്ലേഷൻ, റിസ്ക് ഫ്രീ റേറ്റ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സർ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഹൗ ബാഡ്ലി ദേ ആർ തിങ്കിങ് അബൌട്ട് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. വാട്ട് ഈസ് യുവർ സജഷൻ ഫോർ ദം സച്ച് പീപ്പിൾ? അവർ ഈ ചിട്ടി എന്തോ വലിയ കാര്യമായിട്ട് കാണുന്നവർക്കുള്ള ഉപദേശം എന്താണ് സാർ? ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ഒരു ആൾക്കാരുടെ ഒരു ബേസ് ഒരു വിവാദം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഐ ഹാവ് ടു സേ ദിസ്, എൻ്റെ അങ്കിൾ ചിട്ടി കമ്പനി റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാദർ ഒരു അമ്പലത്തിനോട് ചേർന്നിട്ട് നിധി സ്കീംസ് റിലേറ്റഡ്. അപ്പോൾ ഇവരിത് ചെയ്യുന്നത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി പാക്ഡ് ആണ്. അതായത് അവർ ഇപ്പോൾ 50 പേരാണ് എടുക്കുള്ളതെങ്കിൽ 50 പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരന് ഇത്ര എളുപ്പത്തിൽ ലോൺ കിട്ടാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ ബാങ്കുകൾ ഏറ്റവും സാധാരണക്കാരന്, പ്രത്യേകിച്ച് ഒരു ഡെയിലി വേജ് ഉള്ള ഒരാളോ അല്ലെങ്കിൽ വേജ് ഇല്ലാത്ത ഒരാൾക്ക് ലോൺ കൊടുക്കത്തില്ല. ഒരു ബാങ്കും കൊടുക്കത്തില്ല, നാഷണലൈസ്ഡ് ബാങ്കും കൊടുക്കത്തില്ല, NBFCs കൊടുക്കും. പക്ഷെ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 24%, 25% ഒക്കെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ അവർക്ക് ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ചിട്ടി തന്നെയാണ്. അപ്പോൾ അവർ വിളിച്ചെടുത്തിട്ടാണ്, അങ്ങനെയാണല്ലോ ചിട്ടി വർക്ക് ചെയ്യുന്നത്. അവർ വിളിച്ചെടുക്കുമ്പോൾ വിളിക്കുറവുണ്ടാവും കാര്യങ്ങൾ. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ആ പൈസ അതല്ലാണ്ട് കിട്ടാൻ വേറെ മാർഗം ഇപ്പോഴും ഇല്ല. ഒന്നെങ്കിൽ നാഷണലൈസ് ബാങ്ക് ഈ പറഞ്ഞ 8%, 9%-നും കുറച്ചും കൂടി ജനറൽ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതല്ലാണ്ട് അതിൻ്റെ ഫുൾ അഡോപ്ഷൻ കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന ഒരാളുടെ അവരുടെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. അവർക്ക് അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഇത് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, ഇതിനകത്ത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരുന്നില്ല എന്നവർക്ക് മനസ്സിലാക്കാൻ ആ ഒരു വില്ലിങ്നെസ് ടു ലേൺ വേണമല്ലോ, അല്ലേ? ഒരാൾക്ക് അറിയണമല്ലോ ഈ ചിട്ടി ഈസ് നോട്ട് ജനറേറ്റിംഗ് അസറ്റ്സ്. ചിട്ടിയിൽ ഒരിക്കലും അവിടെ അസറ്റ് ക്രിയേഷൻ ഇല്ല. ആ ഉള്ള മണി തന്നെയാണ്. ഈവൻ ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ബാങ്കിങ്ങിലുണ്ട്. സീറോ ഗ്രോത്ത് ആണ്. കറക്റ്റ്. അത് മാത്രമല്ല മൈനസ് ഗ്രോത്തും കൂടിയാണ് വെൻ ഇഫ് കാൽക്കുലേറ്റഡ് ഓൺ ബേസിസ് ഓഫ് റിസ്ക് ഫ്രീ റേറ്റ്. ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റും പെർ ആനം നമുക്ക് ആവറേജ് 6%, 5.5 to 6% ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടി നോക്കിയാലും 100 രൂപയ്ക്ക് ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്നത്തെ 100 രൂപ എന്ന് പറയുന്നത് അടുത്ത വർഷം അത് 114 ആയാൽ മാത്രമേ മോഡറേറ്റ്ലി ഹി ഹാസ് ഏൺഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ, ബെറ്റർ ഓഫ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ആ ഒരു പോയിന്റ് ഡെഫിനറ്റ്ലി വാലിഡ് ആണ്. അതിപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും ഈ ഇൻഫ്ലേഷൻ ബാധകമാണ്. പക്ഷേ
അടിസ്ഥാനപരമായിട്ട് ഒരു ചിട്ടിയും ഒരു ബാങ്കിലെ ലോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിങ്. അതായത് ബാങ്കിന് 1 കോടി രൂപ അവർ ഡെപ്പോസിറ്റ് വഴി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് ഏകദേശം ഒരു 9 കോടി രൂപയ്ക്കെങ്കിലും അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റും. കാരണം അവർ റിസർവ് ബാങ്കിൽ കൊടുക്കേണ്ട ക്യാഷ് റിസർവ്സ് ഇത്ര 10% കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം 10% കൊടുത്താൽ മതി, അവർക്ക് 10 ഇരട്ടി ലെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ചിട്ടിയിലത് പറ്റുമോ? പറ്റില്ല. ചിട്ടിയിൽ അവർ 1 കോടി രൂപ റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 കോടി രൂപയാണ് ലോൺ കൊടുക്കാൻ പറ്റത്തുള്ളൂ മാക്സിമം. കാരണം അത് മാത്രമേ ആ പൂളിലുള്ളൂ. ആ പൂളിൽ നിന്ന് ബാങ്കിൽ കൊടുക്കുന്ന പോലെ 10 ഇരട്ടി ലോൺ അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിൽ ഒരാളിലെ അതിൽ ആ ലോൺ 10 പേര് ചേർന്നിട്ട് 1 CR കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോണായിട്ട് ലഭിക്കുന്നത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതെ. പിന്നെ അത് അടുത്ത ഓരോ പീരിയഡ് ചെല്ലും തോറും മാത്രമല്ലേ ഓരോരുത്തർക്ക് അതിൽ നിന്നും കിട്ടുന്നത്. എക്സാക്ട്ലി. അത് മാത്രമല്ല, അവിടെ ഒരു കോൺസെൻട്രേഷൻ റിസ്ക് ഉണ്ട്. അതായത് ഈ ഒരാൾ ലോൺ എടുക്കുന്ന അയാൾ മേ ബി 50 മാസത്തേക്കായിരിക്കും ചിലപ്പോൾ ചിട്ടി കുടിക്കണം. 50 അല്ല, അത് ഓരോ ഇതിൽ ഡിപ്പെൻഡ് 24 മന്ത്സിന് 36. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ 50 മന്ത്സ് എന്ന് വിചാരിക്കാം. 50 മന്ത്സിൻ്റെ ചിട്ടി എടുക്കുന്ന ഒരാൾ ആ ലോൺ വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത 50 മാസം പുള്ളി അടച്ചു തീർക്കണം. ആ അടച്ചു തീർക്കുന്നതാണ് ബാക്കിയുള്ളവർക്ക് വീതിച്ചിട്ട് അവരുടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അല്ല, ലിറ്ററലി അത് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ബേസിക്കലി. പ്രോഫിറ്റബിൾ ആണ്, ഇല്ല എന്നല്ല, എല്ലാ ചിട്ടിയും പ്രോഫിറ്റബിൾ തന്നെയാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാൾ ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചിട്ടിയും പൊട്ടും. ആ ഒരാൾ ഡിഫോൾട്ട് ചെയ്യില്ല എന്നുള്ളതാണ് എല്ലാവരും വിശ്വാസം. കാരണം എല്ലാ ചിട്ടിയിലും എല്ലാ നിധി സ്കീംസിലും അറിയാവുന്ന ആൾക്കാർക്ക് ലെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അറിയാവുന്ന ആള് എന്ന് പറയുന്നത് ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലേ? ഇപ്പം എനിക്ക് നാളെ ജോലി ഇല്ലെങ്കിൽ, എനിക്ക് വരുമാനം ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും എനിക്ക് EMI അടയ്ക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നമുക്ക് ജോലി ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ ഒരു ചിട്ടിയിൽ നിന്ന് ബോറോ ചെയ്യണം ഇന്റൻഷനിൽ അല്ല എന്ന് ഓർക്കണം കേട്ടോ. ഇത് ബൈ ഡിസൈൻ ഒരാൾ ഫ്രോഡ് ആയതുകൊണ്ടല്ല, പക്ഷെ ആളുടെ വരുമാനം നിന്നുപോയി, ആൾക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. ആരെ ബാധിക്കുന്നേ? ബാക്കി ചിട്ടി ഇൻവെസ്റ്റേഴ്സിനെ എല്ലാവരും ബാധിക്കും. അപ്പോൾ അതിനേക്കാളും എപ്പോഴും സേഫാണ് ബാങ്കിൽ കൊണ്ടെടുക്കുന്ന സാധാ ഡെപ്പോസിറ്റ്സ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ്. കാരണം അത് പിന്നെയും ഗവർണൻസിലുണ്ട്, RBIയുടെ അണ്ടറിലാണ്. ബാങ്ക് പൊട്ടിയാലും ഇവർക്ക് മാക്സിമം ഒരു ലിമിറ്റ് അറിയാലോ, ഒരു 5 lakhs ലിമിറ്റ്. അവർ 50 ലക്ഷം ഇട്ടാലും അവർക്ക് 5 ലക്ഷമാണ് മാക്സിമം കിട്ടുള്ളൂ. അത് പറയുന്ന സമയത്തൊന്നും കിട്ടത്തില്ല. ഇവിടെയും റിസ്ക് ഉണ്ട്. ഇവിടെ ഒന്നും കിട്ടില്ലല്ലോ, ഇവിടെ ഒന്നും കിട്ടില്ല. അവിടെ 5 ലക്ഷമെങ്കിലും കിട്ടും എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക്, പ്രൊഫഷണൽ ബാങ്കിങ്ങിലേക്ക് വരാനായിട്ട് ഒന്ന് ഇവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ പോലെ KYC കംപ്ലീറ്റ് ആകണമെന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവർക്കൊരു ഇൻകം സോഴ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സാധാരണക്കാർക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ഇന്ന് ചിട്ടിയാണ്. അതിൽ നിന്ന് മാറി അവരെന്ന് നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരുന്നോ അവരുടെ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവിടെ അപ്ഗ്രേഡ് കിട്ടും. ഈ ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ഒരാൾക്കാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് പിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. മ്യൂച്വൽ ഫണ്ട് ബാങ്കിങ്ങിനേക്കാൾ എത്രത്തോളം ബെറ്റർ ആണെന്ന് അറിയണമെങ്കിൽ അവിടെയും ഈ ഹെറിഡിറ്ററി പാസ് ഓൺ ചെയ്തേക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് ആൾക്കാർ മാറി ചിന്തിക്കണം, അല്ലേ? ബാങ്ക് ഡെപ്പോസിറ്റ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഉള്ള അസറ്റിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ബാങ്കിൽ കൊടുക്കുന്നതിന് പകരം തൊട്ടടുത്തുള്ളൊരു വെൽഡിംഗ് ഷോപ്പിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങളൊരു 5 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ട് FD ഇടുന്നതിന് പകരം അയാൾക്ക് കൊണ്ട് അയാളുടെ പേര് ചിലപ്പോൾ ജോർജ് എന്നായിരിക്കാം, വിൽസൺ എന്നായിരിക്കാം, രമേശ് എന്നായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ആ കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആൾക്ക് ചിലപ്പോൾ വലിയ വെൽഡിംഗ് മെഷീൻ വാങ്ങിക്കാൻ പറ്റും. ചിലപ്പോൾ 10 പേരെ കൂടുതൽ ജോലിക്ക് നിർത്താം, കൂടുതൽ വെൽഡിങ്ങിൻ്റെ പ്രൊജക്റ്റ് കിട്ടും. ആ 5 ലക്ഷത്തിൽ നിങ്ങൾക്ക് എല്ലാ കൊല്ലവും മേ ബി 50,000 അല്ലെങ്കിൽ 60,000 രൂപ നിങ്ങൾക്ക് ഡിവിഡൻഡ് തരുന്നുണ്ടെങ്കിൽ അതാണ് ഇൻവെസ്റ്റിംഗ്. കാരണം നിങ്ങൾ ആ കമ്പനിയുടെ ഭാഗമായി എല്ലാ കൊല്ലവും നിങ്ങൾക്ക് കിട്ടുകയാണ്. അതെ. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇൻവെസ്റ്റിങ്ങിൻ്റെ പ്യുവർ ലോജിക്ക്. കാര്യം നമ്മൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് അതിനെ മോണിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് അസറ്റ് ഗ്രോത്ത് ക്രിയേറ്റ് മാത്രമല്ല, ഇറ്റ് ഷുഡ് പ്രോപ്പർലി ഗ്രോ ഓൾസോ. കറക്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ 3 പെർസ്പെക്റ്റീവ് ബേസിസിൽ കറക്റ്റായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഇൻവെസ്റ്റർ ABC എടുക്കുക. ABC-യിൽ ഒരാൾ ചിറ്റ് ഫണ്ടിലേക്ക് പോകുന്നു. ഇൻ നോർമൽ കേസ്, ഐ എം നോട്ട് സെയിങ് അബൌട്ട് ദി അതർ ഫീച്ചേഴ്സ് ഓർ ബെനിഫിറ്റ്സ് ദേ ആർ ഗെറ്റിംഗ്. ഇൻ ടേംസ് ഓഫ് വെൽത്ത് ജനറേഷൻ ബേസിസിൽ വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് വൺ. A is going to go for a chit fund, B going to go for a bank deposit, C going to go for a mutual fund investment. 3 പേരും തുല്യമായിട്ട് 50 മന്ത്സ് അല്ലെങ്കിൽ ഒരു 60 മന്ത്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പെർ മന്ത് ഒരു 50,000 rupees അല്ലെങ്കിൽ 10,000 rupees വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചോളൂ. ഹൂ വിൽ ഗെറ്റ് മച്ച് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? ഈ 3 പേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ? എങ്ങനെ? ഓക്കെ, ചിട്ടിയിലും ബാങ്ക് ഡെപ്പോസിറ്റിലും. ചിട്ടി, ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്. അതെ,
ചിട്ടിയിലും ബാങ്ക് ഡെപ്പോസിറ്റിലും നമുക്ക് റിട്ടേൺസ് ഏകദേശം കുറച്ചും കൂടി ഹയർ ക്ലാരിറ്റി ഉണ്ട്. ബാങ്കിൽ പെർഫെക്റ്റ് ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ആദ്യം മുതലേ അറിയാം 5 ഇയർ 60 months എന്ന് പറഞ്ഞാൽ 5 ഇയർ ആണ്. 5 ഇയറിൻ്റെ ഇന്നത്തെ റേറ്റ് 6.5 6.45 എന്തോ ആണ്. അത് ഗ്യാരണ്ടീഡ് അവർക്ക് കിട്ടും. ചിട്ടിയിൽ മേ ബി അതിലും താഴെ ആയിരിക്കാം. അല്ല, ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും എന്ന് പറയുന്നു. അതില ഇൻഫ്ലേഷന്റെ കാര്യം, ഇൻഫ്ലേഷൻ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 4.48 ആണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് അറിയത്തില്ല. കഴിഞ്ഞ റീസെന്റ് 5.5 ആണ് നമ്മുടെ റീസെന്റ് അല്ല, പീരിയോഡിക്കലി ഹിസ്റ്റോറിക്കലി നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് 5.5 6. നമുക്ക് റൗണ്ട് ഓഫ് 6 വെക്കാം, ബാക്കിയുള്ള ഇത്. അപ്പൊ 6 ബേസിസിൽ നോക്കൂ, 8% ഒരാൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കിട്ടിയാൽ തന്നെ ആക്ച്വലി എഫക്റ്റീവ്ലി വാട്ട് ഹി ഈസ് ഗെറ്റിംഗ് ബാക്ക് ഫ്രം ബാങ്ക്. അതിന്റെ പ്രോബ്ലം ആൾക്കാർക്ക് റിയലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ദേ ആർ ലുക്കിംഗ് അറ്റ് ദ മണി പാർട്ട്. മണി ഈസ് ഗ്രോയിങ്, യെസ്. അപ്പോൾ അത് 6% അല്ലെങ്കിൽ 8% ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും എഫക്റ്റീവ്ലി അതിന്റെ ഈൽഡ് ചിലപ്പോൾ 1% 2% കിട്ടാറുള്ളൂ. അതെ, ചിട്ടിയിൽ അതിൽ മോശം. പക്ഷെ ചിട്ടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബാങ്കിങ് സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഗവൺമെൻറ് അതിന് ഒരു കുറച്ചും കൂടി ഡിജിറ്റൽ അഡോപ്ഷൻ കൊണ്ടുവന്നേ പറ്റൂ. കാരണം ദാറ്റ് ഈസ് എ ബിഗ് ബാങ്. ഈ പറഞ്ഞ പോലെ നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തിനാ? സാധാരണക്കാരെ ഇപ്പോൾ UPI ഇത്ര ഫേമസ് ആയല്ലോ. UPI വഴി ആൾക്കാർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നാൽ മാത്രമാണ് ആൾക്കാർ ചിട്ടിയിൽ നിന്ന് FDയിലേക്ക് മാറത്തുള്ളൂ. ഓക്കെ. പക്ഷെ ഇത് രണ്ടും നമുക്ക് കുറച്ചും കൂടി സെർട്ടിനിറ്റി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റി പോലത്തുള്ള ഇൻഡെക്സ് ഫണ്ട് 12-ന്റെയും 13% ഇടയിൽ റിട്ടേൺസ് തന്നിട്ടുണ്ട്. ലാസ്റ്റ് 10 years എടുത്തോട്ടെ, 30 years എടുത്തോട്ടെ, എത്ര വേണമെങ്കിലും ടെന്യൂർ എടുത്തോ, അത് തന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുക ആൾക്കാരുടെ അടുത്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടാനാണ് നമ്മൾ പറയുക. പക്ഷെ അതിന് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഇല്ല. ബട്ട് ഈ 3 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഗ്യാരണ്ടീഡ്. നമുക്ക് ഓരോ വർഷം ഇത്ര കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ആക്ച്വലി അസറ്റ് ബിൽഡിംഗ് നടക്കുന്നുണ്ട്. അത് അവർക്ക് ഫിസിക്കലി കാണാൻ പറ്റത്തില്ല. ദാറ്റ് അസറ്റ് ബിൽഡിംഗ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ അവർ വെൽത്ത് ക്രിയേഷൻ ആക്ച്വലി അവിടെ നടക്കുന്നുണ്ട്. അത് റിയലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ വുഡ് സേ അത് പഠിക്കാൻ അവർക്ക് വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം. ഓക്കെ, മ്യൂച്വൽ ഫണ്ടിനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള വേറൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ ഇല്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ആക്ച്വലി ഒരു എഞ്ചിനീയർഡ് പ്രൊഡക്റ്റ് ആണ്. ആസ് സച്ച് മ്യൂച്വൽ ഫണ്ടിന് ഒരു എക്സിസ്റ്റൻസ് ഇല്ല, അല്ലേ? ഇല്ല. മ്യൂച്വൽ ഫണ്ട് ഒരു ഡെറിവേറ്റീവ് ആണ്. എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ്? കുറേ സ്റ്റോക്സ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കുറേ ബോണ്ടുകൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഈ സ്റ്റോക്സിൻ്റെ ബോണ്ട്സിൻ്റെ ഒരു മിക്സ് വാങ്ങിച്ചിട്ട് മനുഷ്യനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കസ്റ്റമൈസറിന്റെ കീഴിലുള്ള ഒരു സെറ്റ് ഓഫ് ബോഡി തന്നെയാണ് RTA സ്പോൺസർ കമ്പനി ചേർന്നിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. ഒരു ട്രസ്റ്റാണ്. അപ്പോൾ അതൊരു എഞ്ചിനീയർഡ് പ്രൊഡക്റ്റ് ആണ്. ഈ എഞ്ചിനീയർഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിപ്പുള്ളവരാണല്ലോ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് ഹിസ്റ്ററിക്കലി ദിസ് ഹാസ് റിയലി പെയ്ഡ് ഓഫ്. ഇന്ത്യയിലുള്ള രാജ്യത്തിൽ റിട്ടയർമെന്റ് ചിലപ്പോൾ ആൾക്കാർ തുടങ്ങുന്നുണ്ടാവുള്ളവർക്ക് ഇപ്പോൾ. പക്ഷെ US 1945 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് റിട്ടയർ ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് വെച്ചിട്ട്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് പ്രൊഡക്റ്റ്, അല്ലെ? നല്ലൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്. റീസെന്റ് ഞാനൊരു ഫണ്ട് ചെക്ക് ചെയ്തപ്പോൾ ICICIയുടെ മിഡ്ക്യാപ്പോ ഏതോ ഒരു ഫണ്ട്, ഐ എം നോട്ട്, പ്ലീസ് പ്രേക്ഷകരോടും പറയണം, ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടോ ഒന്നുമല്ല. 95 സ്റ്റാർട്ട് ചെയ്തൊരു ഫണ്ട്, 95 or 98 ഐ തിങ്ക്. ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര വർഷമായി? 30 years ആകുന്നുണ്ട്. CAGR നോക്കുമ്പം 17% ആണ് CAGR. റൈറ്റ്. 98 സ്റ്റാർട്ട് ചെയ്ത് 17% CAGR എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഇൻഫ്ലേഷൻ റേറ്റ് 5-6 റേഞ്ച് വരുന്നത്. ഒരു 30 years വരുമ്പോൾ പക്ഷേ CAGR 18 to 17 to 18 കൊടുക്കുക എന്ന് പറയുമ്പോൾ ഹൗ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഗ്രോത്ത് എന്ന് സാർ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് എവിടെ ബാങ്കിലോ അല്ലെങ്കിൽ ചിറ്റ് ഫണ്ടിൽ 50 months, നമ്മൾ നേരത്തെ പറഞ്ഞ 50 months ഒരാൾ 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 lakhs ഹീ ഈസ് ഇൻവെസ്റ്റിംഗ്. ഇയാൾക്ക് റിട്ടേൺ കിട്ടുന്നത് എന്താണ്? ഇപ്പോൾ സപ്പോസ് ഹീ ഈസ് നോട്ട് ഗെറ്റിംഗ് ദ മണി ആസ് എ ലോൺ ഏർലിയർ, അയാൾ 50 മാസം കഴിഞ്ഞ് തിരിച്ച് അയാൾക്ക് കിട്ടുന്നത് അതേ 5 ലക്ഷം രൂപ തന്നെയല്ലേ? അല്ലെങ്കിൽ കുറച്ച് ആ ചിട്ടിയുടെ നോക്കുകൂലിയോ അത് പോയിട്ട് ബാലൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ 5 കൊല്ലം കൊണ്ട് അയാൾ കഷ്ടപ്പെട്ട് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിലെ ബാങ്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഇൻഫ്ലേഷൻ ഇല്ല, എന്നാൽ ഒന്നും തന്നെ കിട്ടുന്നില്ല. പക്ഷേ അതിന് എന്തോ വലിയ കാര്യമായിട്ടാണ് നമ്മുടെ ജനങ്ങൾ ഇപ്പോഴും. ഞാൻ ഒരിക്കലും ചിട്ടിക്ക് എതിരല്ല, 100% ദാറ്റ് ഇസ് ഇൻ അതർ കേസസ്. സാർ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ്, ഇപ്പോൾ ഒരു കോമൺ ലേമാനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ലോൺ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചിട്ടിയെ സമീപിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലെങ്കിൽ അവർക്ക് വേറെ പേപ്പേഴ്സ് ഒന്നും വേണ്ട. ആ ഒരു ബെനിഫിറ്റിനെ 100% അവോയ്ഡ് ചെയ്തിട്ടല്ല, അത് മോശം എന്ന് കാണിക്കാൻ ഞാൻ പറയല്ല. ഒരു ഗ്രോത്ത്
ഇതുപോലും അറിയാതെ പലരും ചുമ്മാ ചിട്ടി എന്ന് പറഞ്ഞ് ചേരുന്നവർക്ക് ഇതൊരു ഒരു ഫിനാൻഷ്യൽ നോളജ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ സാർ? നമുക്ക് പറയാമെന്ന് മാത്രമേ അതിനകത്തുള്ളൂ. ഞാൻ എൻ്റെ ഫാമിലിയിലെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനും ഫാദറും തമ്മിൽ ഒരു ഇതിൽ ഭയങ്കര ബിഫോർ ദാറ്റ് ഐ ആം എ റിസർച്ച് അനലിസ്റ്റ്, ഐ ആം എ അഡ്വൈസർ, ഇതൊക്കെ സെബിയുടെ രജിസ്ട്രേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫിനാൻഷ്യൽ മാനേജർ എൻ്റെ ഫാദർ തന്നെയാണ്. കാരണം എനിക്ക് ആക്ച്വലി ഫാദറാണ് പല കാര്യങ്ങളും പഠിപ്പിച്ചതും ഈ നമ്പേഴ്സിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ എനിക്ക് അച്ഛനാണ് ആദ്യം പഠിപ്പിച്ചത്. അതിപ്പോഴല്ല, ഞാൻ ചെറിയ മേ ബി 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് മുതലേ ഫാദർ തന്നെ പഠിപ്പിച്ചത്. ദി ആക്ച്വൽ പാർട്ട് ഓഫ് വെയർ ഇൻവെസ്റ്റിംഗ് ഈസ് ഗോയിങ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാദർ റിലൈ ചെയ്തിരുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ, ഹി വാസ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ബോൺഡ്സ്. ഓക്കെ, അച്ഛൻ 1990 മുതലേ ബോൺഡ്സിൽ ഇൻവെസ്റ്റഡാണ്. ഷെയർ മാർക്കറ്റിൽ ₹1 പോലും ഇൻവെസ്റ്റഡ് അല്ല. ഓക്കെ, 2006-07 ഞാൻ എപ്പോഴാണോ ഈ പറയുന്ന ഇൻവെസ്റ്റിംഗ്, ഞാൻ എൻ്റെ ഓൺ SIPസും എൻ്റെ ഫാമിലിയുടെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഒരു ഹ്യൂജ് ചേഞ്ച് ഇൻ ടു ഫ്രം ബോൺഡ്സ് ടു സ്റ്റോക്സ് നടത്തിയത്. എൻ്റെ ഫാദർ എൻ്റെ മദർ രണ്ടുപേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഓക്കെ, എന്നിട്ട് പോലും അവർ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എക്സ്പോഷർ കൊടുത്തില്ല? കാരണം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ, ബോൺഡ്സ് ആണ് ബെറ്റർ, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ് ബെറ്റർ, ഗവൺമെന്റിന്റെ PPF ആണ് ബെറ്റർ. അതൊന്നും അണ്ടർ പെർഫോം ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ യുവർ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് പരിചയമുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ സ്കിൽ സെറ്റും അവരുടെ നോളജുമാണ് നിങ്ങളുടെ മണിയുടെ ഗ്രോത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ തരുന്ന ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ നോളജാണ് നിങ്ങളുടെ ഗ്രോത്ത്. എൻ്റെ പാരൻസ് ആ പൈസ ബോണ്ടിൽ ഇടുന്നതിന് പകരം സ്റ്റോക്ക് മാർക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വെൽത്ത് ഒരു മേ ബി 30x കൂടി കൂടുതലുണ്ടായിരുന്നു. Now we are financially well off. കാര്യം താങ്ക് ഗോഡ് വി ആർ ഫിനാൻഷ്യലി വെൽ ഓഫ്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഡിഫറൻസ് ഇസ് ഹ്യൂജ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 17% CAGR റിയൽ എസ്റ്റേറ്റ് പോലും കിട്ടിയിട്ടില്ല. റിയൽ എസ്റ്റേറ്റിലെ ആക്ച്വൽ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും കിട്ടുന്നില്ല. അതിനേക്കാളും ബെറ്റർ. പക്ഷേ ദർ ആർ അതർ കോംപ്ലിക്കേഷൻസ് ഓൾസോ. മേ ബി ആഫ്റ്റർ 2015 or 2016 നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അത്ര വലിയൊരു ബൂം തന്നിട്ടില്ല. കാരണം ടാക്സേഷൻ ആയിരിക്കാം. ടാക്സേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുമ്പ് അത് ടാക്സ് ഫ്രീ ആയിരുന്നു. ലൈക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ്, വെൻ ഐ സ്റ്റാർട്ടഡ് അക്വയറിംഗ് ക്ലയൻസ്, ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ ടാക്സ് ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്ലയൻസിനെ എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട് സാർ. ഈ പോസ്റ്റ് 2005 അല്ലെങ്കിൽ പോസ്റ്റ് 2010 നമ്മുടെ റിസഷൻ തന്നെ, അതിനുശേഷം എന്ത് സംഭവിച്ചു വെച്ചാൽ വേറൊരു റീസണും കൂടിയുണ്ട്. ചോയ്സസ് ഗെറ്റിംഗ് മോർ. അത് ഒരുപാട് കൂടി. മുന്നേ ഉണ്ടായിരുന്നത് നമുക്ക് ഇപ്പോൾ ഈവൻ MF ആയിക്കോട്ടെ, ഏത് തരം ഫണ്ട്സ് ആയിക്കോട്ടെ, അതിൻ്റെ ചോയ്സസ് കുറവായിരുന്നു, നമ്പേഴ്സ് ലിമിറ്റഡ് ആയിരുന്നു, ഇൻവെസ്റ്റിംഗ് ചെയ്യാനുള്ള ഇത് കുറവായിരുന്നു. അപ്പോൾ പൂൾ ഓഫ് ഫണ്ട്സ് ഗോസ് ടു ദാറ്റ് പെർട്ടിക്കുലർ ലെവൽ. അപ്പോൾ അത് ഇൻക്രീസ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് എത്രയോ MFൽ മ്യൂച്വൽ ഫണ്ട്സ് നോക്കിയാൽ തന്നെ പണ്ടുണ്ടായിരുന്നതിൻ്റെ ഒരു 100 ഇരട്ടി ഫണ്ട്സ് ഇപ്പോൾ തന്നെ ഫ്രഷ് വന്നു. അപ്പോൾ പീപ്പിൾ ഹാവ് ലോട്ട് ഓഫ് ചോയ്സസ് ആൻഡ് ദേ ഹാവ് ലോട്ട് ഓഫ് ഡിഫറൻസിയേഷൻ. അവർ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് അത് പോയി എന്നുള്ളതും ഒരു റീസൺ അല്ലേ? തീർച്ചയായിട്ടുമാണ്. അതിനകത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഒരാഴ്ച വെക്കേഷൻ എടുത്തു എന്ന് വിചാരിച്ചു, തിരിച്ചു വന്നത്തേക്ക് 4-5 ഫണ്ട് പുതിയത് വന്നു. അപ്പോൾ നമുക്ക് അത്ര അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കാനും പറ്റത്തില്ല. ആസ് യു സെഡ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഒരുപാട് സോഫിസ്റ്റിക്കേഷൻസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ദി ക്ലാരിറ്റി ഷുഡ് ആക്ച്വലി കം ഫ്രം വൈ യു വോണ്ട് ടു ഇൻവെസ്റ്റ്. ഒരു ഇൻവെസ്റ്റർ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. പക്ഷെ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഇപ്പോഴും പോസിബിളാണ്. 6,000+ സ്റ്റോക്സ് ഉണ്ട്, ഒരു 49 സംതിങ് AMCs ഉണ്ട്, 3,000+ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഏതാണ് ഇവർക്ക് ബെറ്റർ, അല്ലെങ്കിൽ ആ പോർട്ട്ഫോളിയോ ക്രിയേഷനിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. ഇപ്പം ഞാൻ ഫീസ് ചാർജ് ചെയ്യുന്ന ആൾ, ബിക്കോസ് ഐ എം അഡ്വൈസർ, എനിക്ക് ഫീസ് ചാർജ് ചെയ്യണം. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാ എത്ര ഫീസ് എന്ന് ചോദിക്കാറുണ്ട്. കാരണം ആ പെർട്ടിക്കുലർ പോർട്ട്ഫോളിയോ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കാനായിട്ട് ഒരുപാട് എഫേർട്ട് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഒരേ ബാർബർ ഷോപ്പിൽ പോയാലും ഓരോരുത്തർക്കും വേണ്ടത് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഹെയർ കട്ട്സ് ആണ് അല്ലേ. പോയിന്റ് അതല്ലേ. അതേപോലെ തന്നെ കസ്റ്റമൈസേഷൻസ് ആക്ച്വലി നമുക്ക് പോർട്ട്ഫോളിയോയിൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ ഷോർട്ട് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോർട്ട്ഫോളിയോ ക്രിയേഷൻ ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ അഡ്വൈസറാണ്.
എൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നേക്കുന്ന ആ ഒരു നോളജ് ലെവൽ എനിക്ക് തന്നപ്പോഴത്തേക്കും എനിക്ക് ബോണ്ടിലും കാര്യങ്ങളിലൊക്കെ ഭയങ്കര നോളജ് ആയിരുന്നു. ഞാൻ കോളേജിലേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എനിക്ക് സീറോ നോളജ് ആയിരുന്നു. കാരണം എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ഡേഞ്ചറസ് പ്ലേസ്, അവിടെ മണി ലൂസ് ചെയ്യും എന്ന് പറഞ്ഞതാണ്. എൻ്റെ ചേഞ്ച് ഓഫ് തിങ്കിങ് വന്നത് എൻ്റെ റൂംമേറ്റ്, ഹോസ്റ്റലിലെ റൂംമേറ്റ് ആക്ച്വലി ഒരു ട്രേഡർ ആയിരുന്നു. സോ ദാറ്റ് വേ ഉള്ള ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് റിയലി ഹാപ്പനിങ്. I was introduced to stock market when I was maybe 16, 17 or 18 years. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത് എനിക്ക് അത്ര ഏർലി എനിക്ക് അറിയാൻ പറ്റി. അത് കാരണം എനിക്ക് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, നമ്മൾ മേ ബി ഇപ്പോൾ 30 years ആയിട്ടുള്ള ഒരു 40, 50 or 60 years ആയിട്ടുള്ള ആൾക്കാർക്ക് ദേ ആർ സ്റ്റിൽ ക്യാരിങ് ദാറ്റ് മിസ്കൺസെപ്ഷൻ ദാറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോട്ട് ലീഗൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ പ്ലേസ് ടു ഗാമ്പിൾ. ഇത് തന്നെയാണ് കൂടുതൽ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ. അതും ഇൻവെസ്റ്റർ അല്ല, ഇൻവെസ്റ്ററിനെ ഗൈഡ് ചെയ്യുന്നവരാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കൂടുതലും ചെയ്യുന്നവർ. അതെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ ഫാമിലി എനിക്ക് പാസ് ഓൺ ചെയ്ത എൻ്റെ പാരൻസ്, ഞാൻ ഓപ്പൺലി പറയണത്, അതിപ്പോൾ എൻ്റെ ഫാദറിന് വേണമെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിച്ച് വേണമെങ്കിൽ ഇത് ഞാൻ കോളേജിലേക്ക് പോയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് പ്ലേസ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അത് അച്ഛൻ എന്നോട് പറഞ്ഞപ്പോഴത്തേക്കും അത് എന്താണ് എൻ്റെ റീസൺ എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കി. അത് കണ്ടുപിടിക്കണമല്ലോ, അവിടെ തീ ഉണ്ട്, തീ ഭയങ്കര ഡേഞ്ചറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീ എന്തുകൊണ്ടാണ് ഡേഞ്ചറസ് ആവണമെന്നുള്ള പഠിക്കുമ്പോഴാണ് നമുക്ക് വി ഗെറ്റ് ദി ക്ലാരിറ്റി ഓൺ ദാറ്റ്. അപ്പോൾ അതേപോലെ ചിന്തിക്കുന്ന ആൾക്കാരെടുത്ത് ഞാനിപ്പോൾ പറയുന്നു, നിങ്ങളൊരു ഒരു 5 hours സ്പെൻഡ് ചെയ്യും, ഡു യുവർ ഓൺ റിസർച്ച്, വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ദ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പഠിക്കൂ. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ഇംപ്രഷൻ കൊണ്ടുവരൂ ദാറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഡേഞ്ചറസ് പ്ലേസ് ആണോ അല്ലയോ എന്നുള്ളത്. കാരണം ആ മിസ്കമ്മ്യൂണിക്കേഷൻ അല്ല മിസ്കൺസെപ്ഷൻ മാറി ക്ലാരിറ്റി വരുമ്പോഴാണ് യു വിൽ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്സ് ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസിന് പോസിബിലിറ്റി ഉള്ളത്. പക്ഷെ ഒരിക്കലും ഞാൻ പോർട്ട്ഫോളിയോ ക്രിയേഷനിൽ സ്റ്റോക്സിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല. മ്യൂച്വൽ ഫണ്ടാണ് സാധാരണക്കാർക്ക് എപ്പോഴും നല്ലത്. കാരണം ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ആ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് മുകളിൽ എത്ര വേണമെങ്കിലും നമുക്ക് ബിൽഡിങ്സ് പണിയാം. ആ സ്റ്റോക്സ് പണിയണത് ആക്ച്വലി ബിൽഡിങ്സ് പണിയണ ഓരോ ഫ്ലോർ പണിയണ പോലെ. ചിലപ്പോൾ നമുക്ക് 4-4 ഫ്ലോർ തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും പണിയാം, ഇല്ലേ? അങ്ങനെ കണ്ടിട്ടില്ലേ? ഡെഫിനറ്റ്ലി. പക്ഷെ ഫൗണ്ടേഷൻ നമ്മൾ മാറ്റത്തില്ല അല്ലേ? അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നു, ഈ സാധാരണ ഒരു ഇൻവെസ്റ്റർക്ക് മ്യൂച്വൽ ഫണ്ട് ആണ് പഠിക്കാൻ എളുപ്പം. മ്യൂച്വൽ ഫണ്ട് പഠിച്ചതിന് ശേഷം സ്റ്റോക്സ് പഠിക്കാനാണ് കുറച്ചും കൂടി എളുപ്പം. ഇൻഫാക്ട് ഞാൻ ഐ എം റൈറ്റിംഗ് എ ബുക്ക്, ലേൺ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ 30 days എന്ന് പറഞ്ഞ ബുക്ക് ഇപ്പോൾ പ്രസ്സിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ടൈറ്റിൽ തീരുമാനമായിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ആൾക്കാർക്ക് ആ 30 ദിവസം കൊണ്ട് മ്യൂച്വൽ ഫണ്ട് പഠിക്കാനായിട്ട് ഒരു എഫേർട്ട് എടുത്തൂടെ. അതിനുശേഷം ദേ കൻ ടേക്ക് എ ഡിസിഷൻ അല്ലേ. എന്നിട്ട് അവർക്ക് പിന്നെ ദേ ആർ ടേക്കിംഗ് എ നോ എന്ന് വിചാരിക്കും. മ്യൂച്വൽ ഫണ്ട് ഞാൻ പഠിച്ചു, എന്നിട്ട് എനിക്ക് ഇനി മ്യൂച്വൽ ഫണ്ട് വേണ്ട തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 10 years down the line or 20 years down the line they will have no regret. നമുക്കൊരു ചോയ്സ് തന്നിട്ട് നിങ്ങൾക്ക് ഇനി ഓക്കെ ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പഠിച്ചു, ഇനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, എനിക്ക് വേണ്ട, നമ്മൾ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് 10 വർഷം മുമ്പ് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നത്, പക്ഷെ അന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് അവർക്ക് തോന്നുമല്ലോ. ഞാനതേ പറയുന്നുള്ളൂ, ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് കൊടുക്കുക. ആദ്യം ഒന്ന് പഠിക്കുക, മേ ബി സ്പെൻഡ് 5 hours. പഠിച്ചതിന് ശേഷം നിങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഞാനതാ പറയാം. കാരണം നമ്മളെന്തിപ്പോൾ ഈ കേരള പോലത്തെ ഒരു മാർക്കറ്റ് മുംബൈ ചെയ്യുന്നതിൻ്റെ ട്രാൻസാക്ഷൻ്റെ വിരലിലെണ്ണാവുന്ന പെർസെൻറ്റേജാണ് കേരള ഫുൾ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ? വി ആർ സ്റ്റിൽ സ്റ്റക്ക് വിത്ത് ദി ഓൾഡ് സിസ്റ്റംസ് അല്ലേ. ഫിനാൻഷ്യൽ 100 lakhs crores ആണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓവറോൾ. അല്ല, കേരളയുടെ കോൺട്രിബ്യൂഷൻ 1% ഉള്ളൂ. കറക്റ്റ്. എന്തുകൊണ്ടാണ്? കാരണം വി ആർ സ്റ്റിൽ സ്റ്റക്ക് വിത്ത് ദി FD പാർട്ട്. ആൻഡ് അവിടെ നിന്ന് ആൾക്കാർ ആ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വന്നാൽ, സി പീപ്പിൾ ഹാവ് ടു കം വിത്ത് ദ ലേണിംഗ് മൈൻഡ് സെറ്റ്. ടീച്ചേഴ്സ് മൈറ്റ് ബി ദെയർ, ഒരുപാട് ട്രെയിനേഴ്സും ടീച്ചേഴ്സും ഉണ്ടാവും, പക്ഷെ ലേൺ ചെയ്യാൻ വില്ലിങ്നെസ് ഇല്ലെങ്കിൽ ടീച്ചറിന് പ്രസക്തി ഉണ്ടോ? അതെ, ഡെഫിനറ്റ്ലി. അതൊന്നും എനിക്ക് താല്പര്യമില്ല, വേണ്ട, എന്തോ ഒരു തരം കൈൻഡ് ഓഫ് ഒരു അലർജിക് മൈൻഡാണ് നമ്മുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. പക്ഷെ മാറ്റം ഉണ്ട്, ഒരുപാട് പേർക്ക് ഇപ്പോൾ അല്ല, ആരൊക്കെ മാറിയിട്ടുണ്ടോ അവർക്കൊക്കെ ആ ഡിഫറൻസ് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ഫാമിലി, അവരുടെ നെക്സ്റ്റ് ജനറേഷൻ, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ അവർ പറഞ്ഞു കൊടുക്കും മ്യൂച്വൽ ഫണ്ടാണ് ബെറ്റർ, സ്റ്റോക്സ് ആണ് ബെറ്റർ എന്ന് അവർ പറഞ്ഞു കൊടുക്കും. പക്ഷേ ദാറ്റ് ഈസ് എ സ്മോൾ മൈനോറിറ്റി അല്ലേ. ഒരു എറ ചേഞ്ച് ആണ് ഡെഫിനറ്റ്ലി. വാട്ട് എവർ ഇപ്പം ഇത് നമ്മൾ നോക്കുമ്പോൾ 30 years മുന്നേ ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ഓവർ ഒരു സിവിലൈസേഷൻ വൈസ് നോക്കുമ്പോൾ ഈ 30 years എന്ന് പറയുന്നത് നമ്മുടെ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ വരുന്ന ആ ഒരു സിറ്റുവേഷണൽ ചേഞ്ച് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. ഇനി വരുന്ന ഒരു 20-30 yearsനുള്ളിൽ ഇറ്റ് വിൽ ബിക്കം എ വെരി ഡോമിനേറ്റിംഗ് ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതെ, ഫിൻടെക്
ഇസ് ദി നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ ഇന്ത്യ. അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. അപ്പോൾ മുമ്പ് ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സെക്ടറിൽ എന്ന് പറഞ്ഞത്. സെക്ടറിൽ ഞാൻ തിരിച്ചു വരുന്ന പോയിന്റിലേക്ക്, ചില ആൾക്കാർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഫ്യൂച്ചർ എന്ന് വിചാരിച്ച് ചെയ്തിരിക്കുന്നത് ഉണ്ട്. 10,000 rupees crore അയക്കുന്ന പല ലിസ്റ്റഡ് കമ്പനീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനീസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ IPOs വരുന്നുണ്ട്. പീപ്പിൾ ആർ തിങ്കിങ് ദാറ്റ് ലെവൽ, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷേ എൻ്റെ തോട്ട് വേറെ നേരെ തിരിച്ചാണ്. വെൽത്ത് മാനേജ്മെന്റ് കമ്പനികളുണ്ട്, AMCs ഉണ്ട്. എന്നെ സംബന്ധിച്ച് ആ കമ്പനിയാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നാളെ ഒരാൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചാലോ ETF വാങ്ങിച്ചാലോ ഈ കമ്പനിയാണ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഗ്രോത്തിനെക്കാളും മേ ബി ഒരു 10x 100x കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്നത് വെൽത്ത് മാനേജ്മെന്റ് കമ്പനിയാണ്. ഇന്ത്യയിലത്തെ കേസിൽ നേരെ തിരിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഈവൻ US പോലത്തുള്ള ഡെവലപ്പ് മാർക്കറ്റിൽ നോക്കിക്കോളൂ, അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനാണോ കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ്, അതോ അവിടുത്തെ വെൽത്ത് മാനേജ്മെന്റ് കമ്പനിക്കാണോ കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ്? ഒബ്വിയസ്ലി വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസ് തന്നെയാണ്. കറക്റ്റ്. ബ്ലാക്ക് റോക്ക് പോലുള്ള കമ്പനീസ് ഒക്കെ ഹെവിലി, ഈവൻ വാരൻ ബഫറ്റിന്റെ ബർക്ക്ഷയർ ഹാത്വേ എന്ന് പറഞ്ഞ കമ്പനിയും ഈസ് എ വെൽത്ത് മാനേജ്മെന്റ് കമ്പനി അല്ലേ. ബാക്കിയുള്ളവരുടെ വെൽത്ത് മാനേജ് അതൊരു എക്സ്ചേഞ്ച് അല്ല. അപ്പോൾ എക്സ്ചേഞ്ചിനേക്കാളും വലുതാവും എപ്പോഴും വെൽത്ത് മാനേജ്മെന്റ് കമ്പനി. കാര്യം ബാക്കിയുള്ള ആൾക്കാരെ സർവീസ് ചെയ്യാണ്. ദാറ്റ് എമൗണ്ട് വിൽ ഓൾവേസ് ഗ്രോ അല്ലേ. ആ ഫീസ് വിൽ ഓൾവേസ് ഗ്രോ. അവരുടെ ആ ഒരു പെർട്ടിക്കുലർ സെറ്റിംഗ് റവന്യൂ വിൽ ഓൾവേസ് ഗ്രോ. അപ്പോൾ ഐ എം ഓൾവേസ് പോസിറ്റീവ് ഫോർ ഫിൻടെക്. ഐ എം ഓൾവേസ് പോസിറ്റീവ് ഫോർ ഓൾ ദീസ് ഈ വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസിലേക്ക് എനിക്ക് എത്രത്തോളം മാക്സിമം പറ്റുമോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്ക്. ഫിൻടെക് എന്ന് പറയുമ്പോൾ പലർക്കും അത് ധാരണയില്ലാതെ വരും. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചോട്ടെ. അതായത് സാർ പറഞ്ഞു AMCs ഗ്രോ ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ഡെപ്പോസിറ്ററീസ്. ഇപ്പോൾ എക്സ്ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ NSE BSE, അതേമാതിരി നമ്മുടെ CDSL NSDL. ഇനി ഫിൻടെക്കിൻ്റെ കാര്യം വരുമ്പോൾ Fintech, CAMS, ഇവർ രണ്ടുപേരുമാണ് മൊണോപ്പൊളി കമ്പനി ഫോർ മ്യൂച്വൽ ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, കാരണം ഇത് എല്ലാറ്റിൻ്റെയും അക്യുമുലേറ്റഡ് പോയിന്റ് പോകുന്ന അവിടെയല്ലേ, ലോക്കർ പോകുന്ന അവിടെയല്ലേ. അപ്പോൾ അതിനും വളർച്ചാ സാധ്യത ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിന് വളർച്ച വരുന്നത് ഇവരുടെ ഒലിഗാർക്കിയോ മോണോപ്പൊളിയോ ഉള്ളതുകൊണ്ടാണ് അല്ലേ. അത് വൈഡ് ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും കോമ്പറ്റീഷൻ കൊടുക്കും. ഗ്രോത്ത് കിട്ടുമോ? ഇവർക്ക് തന്നെ കിട്ടുമോ ഗ്രോത്ത്? ഇല്ലല്ലോ. ദി ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കമ്പനിക്കാണ് ആ ഗ്രോത്ത് കിട്ടാൻ പോണത് അല്ലേ. ശരിയല്ലേ. ഇപ്പോൾ മോണോപ്പൊളി ഉണ്ട്. ഇന്ത്യയിൽ 2 എക്സ്ചേഞ്ച് ഉണ്ട്. വേറെ എക്സ്ചേഞ്ചസ് വരുന്നുണ്ട്. കമോഡിറ്റിക്ക് വേറെ എക്സ്ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ കൗണ്ട് കൂടുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലെയർ മുന്നിൽ നിൽക്കും. ഡെപ്പോസിറ്ററീസ് 2 ഉള്ളൂ. ഡെപ്പോസിറ്ററീസ് കൂടുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിന് ആൾക്കാർക്ക് കൂടുതൽ ചോയ്സ് വരും. അപ്പോൾ ഇവിടെ ഗ്രോ ചെയ്യില്ല എന്നുള്ളതല്ല, എല്ലാ കമ്പനിയും ഗ്രോ ചെയ്യും. ഈ ഫിൻടെക് ആയിട്ട് നിൽക്കുന്ന ഈ ഡെപ്പോസിറ്ററി കമ്പനീസ് എല്ലാം ഗ്രോ ചെയ്യും. ആ ഗ്രോത്ത് ഇപ്പോൾ ആ മോണോപ്പൊളി ആ റെഗുലേഷൻ വെച്ചത് പ്രൊട്ടക്ട് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് ഗ്രോത്ത് വരുന്നത്. ഫ്രീ മാർക്കറ്റ് അല്ല. ഫ്രീ മാർക്കറ്റ് ആണെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ് ഇപ്പോൾ ഫ്രീ മാർക്കറ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും വെൽത്ത് മാനേജ്മെന്റിലേക്ക് എൻ്റർ ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് കമ്പനി തുടങ്ങാം, പ്രൊവൈഡഡ് അവരുടെ ആ പർട്ടിക്കുലർ റിക്വസിറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യണം. അത് ഐ എം ഹാപ്പി ദാറ്റ് ഇറ്റ്സ് എ ഫ്രീ മാർക്കറ്റ്. അപ്പോൾ ഐ വുഡ് ഓൾവേസ് വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ എ ഫ്രീ മാർക്കറ്റ്. ഞാൻ അതുകൊണ്ടാണ് എക്സ്ചേഞ്ചസിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. എനിക്ക് പേഴ്സണൽ ഐ ഡോണ്ട് ഹാവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എക്സ്ചേഞ്ച്. കാരണം ഇവരുടെ കളി ഈ മോണോപ്പൊളി ഉള്ളിടത്തോളം ആളേ ഉള്ളൂ. അവർ ബെസ്റ്റ് ആട്ടോ, ഇല്ലെന്നല്ല, സൂപ്പറാണ്. പക്ഷെ എനിക്ക് മോണോപ്പൊളി കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാറാം മോണോപ്പൊളി. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഗ്രോ ചെയ്യുന്ന ഇപ്പോൾ ഗവൺമെന്റ് കോൺട്രാക്ട്സ് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് പോയിരിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ ദോസ് കമ്പനീസ്. കാരണം ആ കമ്പനി ട്രൂ ചലഞ്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ദാറ്റ് വേ ഐ സ്റ്റേ അവേ ഫ്രം ദാറ്റ്. എനിക്കത് അത്ര പ്യുവറായിട്ട് എത്തിക്കലായിട്ട് തോന്നിയിട്ടുമില്ല. ഒരു പർട്ടിക്കുലർ മോണോപ്പൊളി ഒരു ഗവൺമെന്റ് കോൺട്രാക്ട് ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു കമ്പനി ഐ റിയലി ഡോണ്ട് ട്രസ്റ്റ് ഇൻ ദാറ്റ് കമ്പനി. കാരണം അവർക്ക് ആ കോൺട്രാക്ട് ഒരാൾ അവാർഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർ ഫ്രീ മാർക്കറ്റിൽ നിന്ന് കാണിച്ചു തരും. ഫ്രീ മാർക്കറ്റിൽ നിന്ന്, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയിൽ കാണിച്ചു തരും. മാർക്കറ്റിൽ നിന്നും ഗ്രോ ചെയ്ത് കാണിച്ചു തരും. എന്നാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ഇൻവെസ്റ്റേഴ്സിനോട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഐ മേക്ക് ഓൾ ദീസ് എക്സെപ്ഷൻസ്. കാരണം അവർക്ക് ഏതാണ് ബെറ്റർ അതാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് എൻ്റെ ഫീലിംഗ്, എൻ്റെ ട്രൂ നോർത്ത് ഇതാണ്. അതായത് ഫ്രീ മാർക്കറ്റിൽ, കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ഇത്. ആൻഡ് ഫിൻടെക്കിൽ ഒരു കാര്യം കൂടി പറയണം. ഈ പറയുന്ന വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനീസ് മാത്രമല്ല, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്,
ലോൺ കമ്പനീസ് ഉണ്ട്. ഇതെല്ലാം സെൻട്രലി കൊണ്ടുവരാൻ പോവാണ്. ഇതെല്ലാം സെൻട്രലി വരും. അതായത് ഇൻഷുറൻസ് കമ്പനീസും ഈ പറഞ്ഞ പോലെ സ്പേസിലേക്ക് വരും. ലോണും ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ലെൻഡിങ് പ്ലാറ്റ്ഫോംസ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഇപ്പോൾ ഇവിടെ അറിയാലോ ലോൺസ് എങ്ങനെയാണെന്നുള്ളത്, പട്ടിപ്പലിച്ച എന്ന് പറയാം അല്ലേ. അത് അങ്ങനത്തെ പലിശയുണ്ട്, അൺസെക്യൂർഡ് ഡെറ്റ് ഉണ്ട്. ചില ആൾക്കാർക്ക് അറിയ പോലുമില്ല എത്ര ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്നൊക്കെ. അപ്പോൾ ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. അതിൽ നിന്ന് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഒരു കോമൺ മാനിന് സേ മന്ത്ലി ഒരു 5,000 rupees ഹി വോണ്ട് ടു അലൊക്കേറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്. അതിനെ അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലേക്ക് നമുക്ക് വരാം. മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എങ്ങനെ പുള്ളിക്കാരൻ മെയിൻറ്റെയിൻ ചെയ്യണം? ആസ് എ സിംഗിൾ അക്യുമുലേഷൻ ഓർ ഹി ഷുഡ് ഗോ ഫോർ എ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ മ്യൂച്വൽ ഫണ്ട്. ഇപ്പോൾ ഇതേ 5,000 തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യണോ, അതോ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഫണ്ട് ചൂസ് ചെയ്യണോ? ആസ് പെർ ദി കറണ്ട് ഡൈനാമിക്സ് ആസ് ഗോയിങ് ടു ചേഞ്ച് ഇൻ സെക്ടർ വൈസ് സാറിൻ്റെ വ്യൂ എന്താണ്? ഈ 5,000 rupees ഇവരുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ? ആകെ ഇത്ര മന്ത്ലി SIP അല്ല, ആ SIP ആകെ ഒരു ഇതാണോ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്? വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യണം. പ്ലാനിങ് ടു ഹി ഈസ് എ ഗവൺമെന്റ് എംപ്ലോയി ഓർ സംബഡി ഹി ഈസ് ഏർണിംഗ് എ മന്ത്ലി ഇൻകം ഫ്രം ഹിസ് എംപ്ലോയ്മെന്റ്. സോ അങ്ങനെ ഒരു വ്യക്തി ഹി ഹാസ് എ പ്ലാൻ ഓഫ് ഇൻവെസ്റ്റിംഗ് 5,000 പെർ മന്ത്. എന്നിട്ട് ഓരോ വർഷം നമുക്ക് വേണേൽ ആസ് എൻ അഡ്വൈസർ നമുക്ക് വേണേൽ പറഞ്ഞു കൊടുക്കാം, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളെ 5,000 10% ഇൻക്രീസ് ചെയ്യൂ. അങ്ങനെ ആണെങ്കിൽ പറയാം. അങ്ങനെ ഒരു പ്ലാനിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വാട്ട് ഷുഡ് ഹി ഡു ബേസ്ഡ് ഓൺ ദി ഡൈനാമിക്സ് ഓഫ് ദിസ് ചേഞ്ചിങ് ഡൈനാമിക്സിനെ ബേസിസിൽ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയുടെ മ്യൂച്വൽ ഫണ്ട് ഗ്രോത്ത്, അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട് ഏതെന്നുള്ള ഡസൻറ്റ് മാറ്റർ ടു ഹിം, ബട്ട് വാട്ട് അഡ്വൈസ് വി ഹാവ് ടു ഗീവ് ടു ഹിം ടു മെയിൻറ്റെയിൻ ഹിസ് പോർട്ട്ഫോളിയോ ഗ്രോ ഇൻ എവറി ഇയർ. 5,000 പെർ മന്ത് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർക്ക് വാട്ട് ഐ വുഡ് സ്റ്റാർട്ട് വിത്ത് ഇസ് ഒരു ഹൈബ്രിഡ് ഫണ്ട് കൊണ്ടുവരും, ഒരു പ്യുവർ ഇക്വിറ്റി അലൊക്കേഷൻ കൊണ്ടുവരും. അതിനകത്ത് ആ പെർസെൻറ്റേജ് മേ ബി 50-50 or 60-40, അത് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻവെസ്റ്റേഴ്സ് പ്രൊഫൈൽ. പക്ഷേ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ കൺവിൻസ് ദം ദാറ്റ് ഒരു ഇക്വിറ്റി ഈസ് ആക്ച്വലി ഫോർ ദി റിയൽ അസറ്റ് ക്രിയേഷൻ ആൻഡ് ഹൈബ്രിഡ് ഈസ് ഫോർ ദി സ്മോൾ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ റിക്വയർഡ്. കാരണം അത് രണ്ടും അറിഞ്ഞാൽ മാത്രമാണ് അവർക്കൊരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഏതിനാ കിട്ടണില്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആൻഡ് 5,000 into 12 is 60,000. 60,000 10% ഗ്രോത്ത് വന്നാലും ഇറ്റ് ഇസ് ഓൺലി എൻ അഡീഷണൽ മന്ത് ഓഫ് കോൺട്രിബ്യൂഷൻ അല്ലേ. 6,000 വരുന്നുള്ളൂ, വിച്ച് ഇസ് ലിറ്ററലി ഒരു 13th മന്തിന് ഇൻവെസ്റ്റ്മെന്റ് പോലെ. അപ്പോൾ അത് ഇനീഷ്യൽ ഇയേഴ്സിലൊന്നും അതൊരു ഹ്യൂജ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകണില്ല. ബട്ട് ഓവർ ഡ്യൂ കോഴ്സ് എന്ത് സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റിന്റെ അക്യുമുലേഷൻ വരണമുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NAV ഗ്രോത്ത് അല്ലേ. NAV ഗ്രോത്ത് വരണമുണ്ട്, ദെയർ ക്യാപിറ്റൽ വിൽ ഗ്രോ. അവിടെയാണ് പോർട്ട്ഫോളിയോ ക്രിയേഷൻ്റെ ഏറ്റവും ബ്യൂട്ടി വർക്ക് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് when they see their capital growing, ആ ക്യാപിറ്റൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് they will start pulling money from outside and start investing more. ഇങ്ങനെയാണ് ഒരാളുടെ ക്യാപിറ്റൽ എപ്പോഴും ഗ്രോ ചെയ്യണം. അല്ലാണ്ട് 5,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ കാൽക്കുലേഷൻ കൊടുത്താൽ 20 years കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ആ 5,000 നിന്ന് മാത്രം വന്നതല്ല. കാരണം ഇത് എൻ്റെ എക്സാമ്പിളാണ്, എൻ്റെ പല ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അവർ ചിലപ്പോൾ വേണ്ടി ഒരു ബോണസ് കിട്ടുമ്പോൾ 1,00,000 രൂപ കൊണ്ടുവരുമായിരിക്കും. ഓണത്തിന് ബോണസ് കിട്ടി, ആ 1,00,000 രൂപ അവർ കൊണ്ടുവന്നിട്ട് കാര്യം അവർക്ക് നോക്കുമ്പോൾ ദിസ് ഈസ് വർക്കിംഗ്, അല്ലെങ്കിൽ ഇത് ആക്ച്വലി നടക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. പവർ ഓഫ് കോമ്പൗണ്ടിങ് ഉണ്ട്, ബട്ട് ഫോർ ദ ക്യാപിറ്റൽ വി ഹാവ് ടു ആഡ് മോർ. ഒബ്വിയസ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ദ റിയൽ പ്ലേ ഇൻ ദ ഗെയിം ഇസ് ക്യാപിറ്റൽ അല്ലേ. നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാലാണ് നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കൂടുതൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി പെർസെൻറ്റേജ് ഓഫ് യുവർ ഇൻകം. 1,00,000 രൂപ ഇൻകം ഉള്ള ഒരാൾക്ക് ഞാൻ പറയുന്ന ഒരു 20,000-25,000 മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ബാക്കി നമുക്ക് ചിലവുകൾക്കും EMIക്കൊക്കെ പൈസ വേണം, വേണ്ടേ, ഇൻഷുറൻസിന് വേണം. ഇൻഷുറൻസ് പല ആൾക്കാരും ഉണ്ടാറില്ല, അതോടെ നിൽക്കട്ടെ. പക്ഷേ വേറെ EMIs ഉണ്ട്, പിള്ളേരെ പഠിപ്പിക്കാൻ, വീടിൻ്റെ റെൻറ്റും, അതൊക്കെ കൂടി അവസാനം ആ പൈസ തികയത്തില്ല. അപ്പോൾ ഒരു 20% കൂട്ടിക്കോ, ഒരു ഫെയർ വാല്യൂയിൽ 20% ആണ് ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദി ഐഡിയ ഈസ് ദാറ്റ് ഒരാൾ അയാളുടെ ഇൻകം 20% വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് 20 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 21st year he can actually come out from his primary income. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 20-20 റൂളാണ്. 20% of your income for 20 years. 21st year you can actually retire from the primary income, draw the same salary as you were drawing in the first year. അതായത് ഈ ഒരു കേസിൽ 1,00,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് ഏത് കാൽക്കുലേറ്റർ വേണമെങ്കിലും യൂസ് ചെയ്തോ, ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തോ, യു വിൽ ഗെറ്റ് ദ മാത്ത്. 1,00,000 രൂപ സാലറി ഉള്ള ആൾ 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എല്ലാ കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ,
20th ഇയർ വന്ന് നോക്കുമ്പോഴത്തേക്കും 21st ഇയർ മുതൽ പുള്ളിക്ക് 1 lakh rupees മന്ത്ലി വിഡ്രോവൽ എടുക്കാൻ പറ്റും. പക്ഷെ അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ സാലറി, ഇഫ് യു ആർ ഏർണിംഗ്, ഹീ ഈസ് ഏർണിംഗ് 1 lakh ഫ്രം ദി ഫസ്റ്റ് ഇയർ, വെൻ ഇറ്റ് കംസ് ടു 20th ഇയർ ഹിസ് സാലറി മൈറ്റ് ബി ഓൾസോ ഇൻക്രീസ് ടു മിനിമം ഓഫ് 3 to 4 lakhs. ദെൻ വാട്ട് യു ഹാവ് ടു ഡു, ആ ഒരു കേസിൽ വരുന്ന സമയത്ത് യു ഹാവ് ടു ഡു എ ഇയർലി സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ 20% 20,000 ഉള്ളി, നെക്സ്റ്റ് ഇയർ സാലറി മൈറ്റ് ഗോ അപ്പ് 10%. So then his investment also has to go up 10%. Increase. Right. Yearly proportionate ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ഇൻക്രീസ് ചെയ്യണം. Then also the 2020 rule will work. Okay. അതായത് 21st ഇയർ മുതൽ he can take the first year salary. Then every year his withdrawal can go up 10%. Okay. അത് ഇറ്റ്സ് എ മാജിക്കൽ റൂൾ. നമ്മൾ ക്രിക്കറ്റിൽ 2020 ഭയങ്കര ഫേമസ് ആണ് അല്ലേ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലും 2020 ഉണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഒരു 6 months ബാക്ക് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു 2020യുടെ. സോ അതെനിക്ക് ഒരുപാട് ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയിരുന്നു. ഇറ്റ്സ് ആക്ച്വലി ജസ്റ്റ് ട്രൈ ഔട്ട്. നിങ്ങൾ ചുമ്മാ പോയി ഒരു ഓൺലൈൻ കാൽക്കുലേറ്ററിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. ഒന്ന് സ്റ്റെപ്പ് അപ്പും ഒന്ന് നോർമൽ SIPs സെറ്റ് ചെയ്ത് നോക്ക്. ദിസ് വിൽ വർക്ക് ഔട്ട്. ഓക്കെ. സോ യു ആർ കൺക്ലൂഡിങ് ദാറ്റ് ഒരു 5,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ, SIPക്ക് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തി 2 ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, 2ആയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്താൽ മതി. ഇപ്പം അതേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു ചില ആൾക്കാർ 10-15 ഫണ്ടിലൊക്കെ 500 രൂപ വെച്ചിട്ട് 10 ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണവരുണ്ട്. അതിന് ഓക്കെ, നിങ്ങൾ അത്ര ഷാർപ്പാണെങ്കിൽ ഓക്കെ. പക്ഷേ എക്സ്പെൻസ് റേഷ്യോ, എക്സിറ്റ് ലോ, ഇതൊക്കെ ഒരുപാട്. അത് മാത്രമല്ല, അതിനകത്ത് ഓവർലാപ്പ് ഉണ്ടല്ലോ. ഇത് വാങ്ങിക്കുന്നത് ആക്ച്വലി ഒരേ സ്റ്റോക്ക് ആണെങ്കിൽ എന്ത് കാര്യം? അതാണ്, അവിടെ ഇവിടെ രണ്ടും ഒരേ ഫണ്ടുകൾ തന്നെയാണ്. ഇവർക്ക് അറിയാൻ പറ്റില്ല, ഇവർ വിചാരിക്കുന്നു മൾട്ടിപ്പിൾ ഇതിലേക്ക് പോകുന്നു എന്ന്. എക്സാക്ട്ലി. പക്ഷേ ഹൗ എഫക്റ്റീവ്ലി ഹി ക്യാൻ, ഇഫ് സപ്പോസ് ഹി വോണ്ട് ടു ഡൈവേഴ്സിഫൈ ഇൻ പ്രോപ്പർ മാനർ, അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ തരം, തീമാറ്റിക് ഫണ്ടാണോ, ഇൻഡെക്സ് ഫണ്ടാണോ, അല്ലെങ്കിൽ കമോഡിറ്റി ഫണ്ടാണോ, കറൻസീസ് ഫണ്ട്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്. അപ്പോൾ അതിൽ വരാൻ പോകുന്ന സെക്ടർ, ഇനി ബൂമിങ് സെക്ടർ ബേസിസിലാണെങ്കിൽ ഏതൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ ഒരു പോയിന്റ് കൂടെ, ക്ലൂ കൂടെ തരാം. ലൈക്ക് സെമി കണ്ടക്ടേഴ്സ്, ഡേറ്റാ സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടർ ഒരു തീമാണ്, കൺസ്യൂമർ സെഗ്മെൻറ്റ് ഒരു തീമാണ്, ഇതിൽ AI ഒരു തീമാണ്. ഇതിൻ്റെ ബേസിസിൽ ഒരു ഇൻസൈറ്റ് തരാൻ കഴിയുമോ? ഓക്കെ. നോർമലി അനലിസ്റ്റ് ചിലപ്പോൾ ഈ പറയുന്ന പോലെ സെക്ടറൽ ഇതിലേക്ക് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യുമായിരിക്കും. ബട്ട് ഐ ഹാവ് എ ഡിഫറെൻറ്റ് വ്യൂ ഓൾ ടുഗദർ. ഐ ഹോപ്പ് യു റെസ്പെക്ട് മൈ വ്യൂ. ഞാൻ എപ്പോഴും ഈ ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒട്ടും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു 5,000 ആണ് മന്ത്ലി എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ചിലപ്പോൾ ഒരു ഇൻഡെക്സ് ഫണ്ടിലേക്കായിരിക്കും വിടുക. ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഇറ്റ് ഇസ് എ മൊമെൻറ്റം പ്ലേ. നല്ല കമ്പനീസ് മാത്രമേ ഒരു ഇൻഡെക്സിൽ നിൽക്കത്തുള്ളൂ. ആൻഡ് ദ എക്സ്പെൻസ് റേഷ്യോസ് ആർ വെരി ലോ. ഏറ്റവും കുറവ് ഇന്ന് ഇന്ത്യയിൽ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞുള്ളത് ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. പക്ഷേ ഈ ഒരു അഡ്വൈസ് സാധാരണ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഏജൻറ്റിന് ഇൻഡെക്സ് ഫണ്ട് ഒരിക്കലും അവരുടെ ക്ലയൻസിന് കൊടുക്കത്തില്ല. കാരണം ഇൻഡെക്സ് ഫണ്ട് കൊടുക്കാനായിട്ട് നിങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ വേണ്ട അല്ലേ? അപ്പോൾ പിന്നെ ആ ഡിസ്ട്രിബ്യൂട്ടർ ഇൻഡെക്സ് ഫണ്ട് കൊടുക്കുന്നുണ്ട്, അത് അവർ ലേറ്റർ ഓൺ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഒരു അഡ്വൈസറിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലേ? ഇന്നിപ്പോൾ അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇൻഡെക്സ് ഫണ്ടിന് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഡെക്സ് മാനേജ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഉണ്ട്, ഒരു ഏജൻസി ഉണ്ട് ദാറ്റ് ദേ ആർ മാനേജിങ് ദി ഇൻഡെക്സ് അല്ലേ? അവർ പോയിട്ട് അതിനകത്ത് ഏതാണോ മോശമായിട്ടുള്ള കമ്പനി ദാറ്റ് ദേ വിൽ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആൻഡ് ദെൻ ആഡ് എ ബെറ്റർ കമ്പനി. സോ ഒരിക്കലും ഒരു ഇൻഡെക്സ് ബൈ ഡിസൈൻ താഴെ പോകത്തില്ല. ഡെഫിനറ്റ്ലി താഴത്തേക്ക് വീഴാം, ഡ്യൂ ടു മാർക്കറ്റ് കണ്ടീഷൻസ്, ഡൈനാമിക്സ് കാരണം താഴത്തേക്ക് വീഴാം. ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് പ്രോഗ്രാം ടു ഗോ അപ്പ്. ഇന്ത്യയുടെ കാര്യം പോട്ടെ, ഡോ ജോൺസ് എടുത്തോ, S&P 500 എടുത്തോ, നാസ്ഡാക്ക് എടുത്തോ, എല്ലാവരും ഈ റീബാലൻസിങ് അവർ ചെയ്യുന്നുണ്ട്. മോശമായിട്ടുള്ള കമ്പനി കണ്ടു കഴിഞ്ഞാൽ അപ്പം അതിൽ നിന്ന് റിമൂവ് ചെയ്യും. ഇഫ് ഇറ്റ് റീക്വാളിഫൈസ് ദേ വിൽ ആഡ് ഇറ്റ് ബാക്ക് അഗൈൻ. അങ്ങനത്തെ ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ. അതിന്റെ ഒന്നും ബർഡൻ ഇൻവെസ്റ്റർ സഹിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻവെസ്റ്റർക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർമലൈസ്ഡ് ബെറ്റർ റിട്ടേൺസ്, പക്ഷെ എപ്പോഴും മാർക്കറ്റ് റിട്ടേൺസ് കിട്ടത്തുള്ളൂ. മാർക്കറ്റിന് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് മാർക്കറ്റ് റിട്ടേൺസ് ആണ് ബെഞ്ച് മാർക്ക് ഉള്ളി. അപ്പൊ നിങ്ങൾക്ക് എബവ് മാർക്കറ്റ് റിട്ടേൺസ് വേണമെങ്കിൽ യു നീഡ് ആൽഫ. അതായത് ആൽഫ റേഷ്യോ. ദെൻ വി ഹാവ് ടു ഗോ ഫോർ ഡിഫറെന്റ് അതർ ബെഞ്ച് മാർക്ക് ഓൾസോ. കറക്റ്റ്. അവിടെ നമുക്ക് ഈ സെക്ടറൽ പ്ലേ, തീമാറ്റിക് പ്ലേ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് ക്യാപ് പ്ലേ ഒക്കെ നമുക്ക് കളിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇൻവെസ്റ്റർക്ക് ഫസ്റ്റ് വേണ്ട എന്താ? സ്റ്റെബിലിറ്റി തന്നെ എപ്പോഴും അല്ലേ? അവിടെ ഞാനൊരു 18% ഇൻഡെക്സിൽ അല്ലെ ഇൻഡെക്സിന് പകരം 18% ഒരു ഹൈ ആൽഫ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഫസ്റ്റ് ഇയർ -5 ആണെങ്കിൽ ഇൻവെസ്റ്റർ അതോടെ പരിപാടി നിർത്തും. ഓക്കെ. അപ്പോൾ ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്.
നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇഫ് യു ഡോണ്ട് വാണ്ട് അഡ്വൈസ്, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തോ. ദാറ്റ് ഈസ് പ്രോഗ്രാം ടു ഓൾവേസ് ഗോ അപ്പ്. പിന്നെ അതിൽ ആൽഫ ജനറേറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ഹൈ ആൽഫ ഫണ്ട്സ് തന്നെ വേണം. അത് മാത്രമല്ല വി ഹാവ് ടു ടേക്ക് സം റിസ്ക് എടുക്കണം. ആ ഒരു നെഗറ്റീവ് ഇത് പോവാം. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിൽ യു ക്യാൻ ഫൈൻഡ് സ്മോൾ ക്യാപ്പിൽ ആൽഫ ഫണ്ട്സ് ഉണ്ട്, സ്മോൾ ക്യാപ്പിന് ഇൻഡെക്സ് ഫണ്ട്സ് ഉണ്ട് അല്ലേ. സ്മോൾ ക്യാപ്പിൻ്റെ അതായത് ഇൻഡെക്സ് അല്ലാണ്ട് എഴുതിയേക്കണം സ്മോൾ ക്യാപ്പ് ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഹൈ അലോക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. സ്മോൾ ക്യാപ്പിൽ ചിലപ്പോൾ ഒരു മിഡ് ക്യാപ്പും കയറി വരാം. കാര്യം ഇവർക്ക് റെഗുലേഷൻ പറയുന്നത് ഇപ്പോഴത്തെ ഇത് ഇൻ്റർഫിയർ ആകുന്നതല്ല, ഇപ്പോഴത്തെ ക്ലാസിഫിക്കേഷൻ തന്നെ മാറി. നൗ ഇപ്പം നമ്മൾ മുന്നേ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞിരുന്നത് അതിപ്പം മിഡ് ക്യാപ്പിലേക്ക് വരികയാണ്. ദെൻ ലാർജ് ക്യാപ്സ് ആർ കൺവേർട്ടിങ് ഇൻ ടു ജയന്റ് ക്യാപ്സ്. കറക്റ്റ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ നമ്മുടെ ഫണ്ട് ഫാക്ട് ഷീറ്റ്സ് എടുത്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാം. അതിൽ ഓൾറെഡി ജെയിൻ ക്യാപ്സ് വന്നു കഴിഞ്ഞു. സെക്ടറിൽ നമ്മളത് പറയപ്പെടുന്നില്ലെങ്കിലും ജെയിൻ ക്യാപ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ലാർജ് ക്യാപ്സ് ആർ പ്രീവിയസ് മിഡ് ക്യാപ്സ് ആർ കൺവേർട്ടിംഗ് ഇൻ ടു ലാർജ് ക്യാപ്സ്. അത് പോയിന്റ് കറക്റ്റ് ആണ്. കാര്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ് ടു 25,000 crore മാർക്കറ്റ് ക്യാപ്പ് ആയിരുന്നു സ്മോൾ ക്യാപ്പ്. ഇപ്പോൾ അത് റിവൈസ് ചെയ്ത് 37,000 crores വരെ ആയി. കാര്യം 12,000 crores അഡീഷണൽ ഇപ്പോൾ സ്മോൾ ക്യാപ്പിൽ തന്നെ കവർ ചെയ്യും. കാരണം അതിലേക്കാളും വലിയ കമ്പനീസ് ഒരുപാട് വന്നു കഴിഞ്ഞു. അപ്പോൾ ദാറ്റ് വെൽത്ത് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഗ്രോ. പക്ഷേ പോയിന്റ് ഇതാണ്, ദാറ്റ് ഇൻവെസ്റ്ററിന് എപ്പോഴും ഒരു സ്റ്റേബിൾ ഇൻഡെക്സ് ഫണ്ടും വേണം, പിന്നെ ഒരു ഹൈ ആൽഫ ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടും വേണം, ആൻഡ് അവരുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി കൂടുകയും വേണം. അവർക്ക് കൂടുതൽ റിസ്ക് എടുത്താൽ മാത്രമാണ് റിട്ടേൺസിനുള്ള പോസിബിലിറ്റി അവിടെ കിട്ടുന്നുള്ളൂ. അത് മാത്രമല്ല ഇടയിൽ ഒരു ഇൻഫ്യൂഷനും കൂടി പറ്റാവുന്നത്ര അഡീഷണൽ ക്യാപിറ്റൽ ഇൻഫ്യൂഷനും കൂടി നടത്തി കൊടുക്കണം എന്നുള്ളതും കൂടി യെസ് അവർ ക്യാപിറ്റൽ കൊണ്ടുവരണം. ആൻഡ് ദാറ്റ് ക്യാപിറ്റൽ ഈസ് യുവർ ബേസ് ഫോർ റിട്ടയർമെന്റ്. നിങ്ങൾ എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? യുവർ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഡൺ ഫോർ റീപ്ലേസിങ് യുവർ പ്രൈമറി ഇൻകം. വെദർ യു വോണ്ട് ടു ചൂസ് ദാറ്റ് ഓപ്ഷൻ 20 years from now is up to you. ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എത്രയോ പേര് ഇപ്പോഴും ദേ ആർ കണ്ടിന്യൂയിങ് ദ ജോബ് ഓർ ദേ ആർ കണ്ടിന്യൂയിങ് ദ വർക്ക്. കാരണം ദേ ലവ് ടു വർക്ക് അല്ലേ. റിട്ടയർ ചെയ്യുന്ന പറഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കുന്നല്ല, ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. ഓക്കെ, പക്ഷേ റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദറ്റ് ഫീലിംഗ്, യു ഗെറ്റ് ദറ്റ് കോൺഫിഡൻസ് അല്ലെ. ആ കോൺഫിഡൻസ് ഉണ്ടാക്കാനാണ് നമ്മളെപ്പോലത്തുള്ള അനലിസ്റ്റ്. അതെ, ഫിനാൻഷ്യൽ ഫ്രീഡം ആണല്ലോ മെയിൻ. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് സിറ്റിംഗ് ഐഡിൽ അറ്റ് ഹോം ആൻഡ് ഓൾ. See, financially everything is settled, no debt, nothing is there, no burden for me എന്നുള്ള ഒരു ആസ്പെക്റ്റാണ്. ഓക്കെ സർ, അവർ ടോപ്പിക് വി ഹാവ് ടു ജസ്റ്റ് ഗോ ഫോർ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു സ്റ്റഡി വായിച്ചു. ഐ മീൻ മോർഗൻ സ്റ്റാൻലി ഹാഡ്സ് ഗിവൻ a 5-year growth potential for silver. Now it's been around $59-60 per ounce. അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ് എൻ്റെ വ്യൂവിൽ ഞാനൊന്ന് എയിലൊക്കെ ഞാൻ റിസർച്ച് നോക്കി. അപ്പോൾ ഫ്രം നൗ ഇനി ഒരു 5 years കഴിയുമ്പോൾ അറൗണ്ട് ഇപ്പോഴത്തെ 60 റേഞ്ചിൽ നിന്നും നിന്നും അറൗണ്ട് $250 to $300 ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വ്യൂ ആണ്. നോട്ട് മൈ വ്യൂ, എക്സ്പേർട്സ് വ്യൂ. അങ്ങനെയാണെങ്കിൽ വൈ ഡോണ്ട് വി ഒരു ഇൻവെസ്റ്റേഴ്സ് ഓൾസോ വൈ ഡോണ്ട് ദേ ക്യാൻ ഗോ ഫോർ എ കമോഡിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് സിൽവർ. അതേമാതിരി ഇപ്പോൾ സിൽവർ കയറുകയാണെങ്കിൽ നാച്ചുറലി ഗോൾഡും കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് യുവർ വ്യൂ അബൌട്ട് പർട്ടിക്കുലർലി ഓൺ ദിസ് കമോഡിറ്റി സെക്ടർ, സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നോട്ട് ഫോർ എൻ കമ്പാരിസൺ സൈഡ്, for a genetic think of these two commodity kind of mutual fund. ഇന്ന് ഇന്ത്യൻ ലിസ്റ്റഡ് സ്പേസിൽ പ്രഷ്യസ് മെറ്റൽസിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഗോൾഡും സിൽവറിലും രണ്ടിലും ETFs അവൈലബിൾ ആണ്. ബട്ട് വാട്ട് ഇഫ് യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ കോപ്പർ? എന്ത് ചെയ്യാൻ പറ്റും? നോ വേ. വാട്ട് ഇഫ് യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ മാഗ്നീഷ്യം? വാട്ട് ഇഫ് യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ലിത്തിയം? അപ്പോൾ ഇതിനൊന്നും ആക്ച്വലി ഇവിടെ കവറേജ് ഇല്ല. അതിലൊരു മ്യൂച്വൽ ഫണ്ട് വരികയാണെങ്കിൽ ഐ ആം തിങ്കിങ് ദാറ്റ് ഇറ്റ് വിൽ ബി എ ഹ്യൂജ് ഹിറ്റ്. കാരണം സെമി കണ്ടക്ടറിൻ്റെ ബൂം വന്ന സമയത്ത് അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കമോഡിറ്റി ബൂം ഞാൻ എക്സ്പെക്ട് ചെയ്തത് കോപ്പറിലാണ്, ആൻഡ് ഇറ്റ് പ്ലേഡ് ഔട്ട്. സിൽവറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ പ്രോസ്പെക്ട്സ് കോപ്പറിലാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ നമുക്ക് പ്ലേ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ വേണമെങ്കിൽ എൻ്റെ ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് അവിടെ ഉണ്ട്. സെബി അത് കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മ്യൂച്വൽ ഫണ്ടിന് ഈ പറയുന്ന കമ്മോഡിറ്റീസിലും ഈവൻ അഗ്രി റിലേറ്റഡ് ആയിട്ട് സംഭവത്തിന് മ്യൂച്വൽ ഫണ്ട്സ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ
ദാറ്റ് ഈസ് ഗോയിങ് ടു റിയലി ഓപ്പൺ അപ്പ് ദ സെക്ടർ. പക്ഷെ അഗ്രി വരുമ്പോൾ അവിടെ ഈ സീസണൽ പ്രോബ്ലം വരാൻ സാധ്യത. അല്ല, നമ്മുടെ നാട്ടിൽ അഗ്രി ഭയങ്കര പ്രോബ്ലമാണ്. കാരണം ഇവിടെ അരിയുടെ വിലയല്ല ഹൈദരാബാദിലെ അരിയുടെ വില, പഞ്ചാബിലെ വീറ്റിന്റെ വിലയല്ല മേ ബി വേറെ സ്ഥലത്ത് വീറ്റിന്റെ വില. അപ്പോൾ അത് റെഗുലേഷൻ ചെയ്യാനും പറ്റത്തില്ല. കാരണം പലതിനും പല ടൈപ്പാണ് അല്ലേ. മണ്ടീസ് വൈസ് അവിടുത്തെ റീജിയണൽ. മാത്രമല്ല കോഫി തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കോഫി ഉണ്ട്. അപ്പോൾ ഇത് ഒന്നിനും നമ്മുടെ ഇവിടെ നമുക്കറിയാം ഏലത്തിന് ഒരുപാട് ടൈപ്പ് ഏലം ഉണ്ട് അല്ലേ. നമ്മുടെ ഫ്രണ്ട്സ് ഏലം ഇത് ചെയ്യുന്ന ഡിഫറെന്റ് ഗ്രേഡ് ഓഫ് ഏലം ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കൊരു സിംഗിൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. സിൽവറിനും കോപ്പറിനും നമുക്ക് പ്യൂരിറ്റി ഡിഫൈൻ ചെയ്യാം, ഗോൾഡിനും പ്യൂരിറ്റി ഡിഫൈൻ ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇതൊക്കെ കൊണ്ടുവരാം. പക്ഷേ കമ്മോഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യും. എനിക്കത് വാങ്ങിക്കാൻ ഭയങ്കര താല്പര്യമാണ്. കാരണം ഇതൊക്കെ അൺലിമിറ്റഡ് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുള്ളതാണ്, റിസോഴ്സസ് ആണ്. ലിമിറ്റഡ് റിസോഴ്സസ് ആയത് കാരണം അതിനൊരു വാല്യൂ റീറ്റെയിൻ ആവും എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇപ്പം നിലവിൽ നമുക്ക് അവൈലബിൾ ഉള്ള ഗോൾഡ് ആൻഡ് സിൽവറിൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF നമുക്ക് വരാം. ഗോൾഡ് ആൻഡ് സിൽവർ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾ താല്പര്യപ്പെടുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ അഡ്വൈസ്? സിൽവർ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം യെസ് കുറച്ച് സ്റ്റാഗർ ചെയ്ത് വാങ്ങിക്കാൻ ഐ വുഡ് അഡ്വൈസ്. പക്ഷേ 2023 2024 ഒക്കെ ഇൻഫാക്ട് ഐ ടെൽ യു SBI ഒരു സിൽവറിൻ്റെ മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു NFO പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഞാൻ മെസ്സേജ് അയച്ചു, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കയറിക്കുന്നത്. അന്ന് ഐ തിങ്ക് ദ റേറ്റ് വാസ് അറൌണ്ട് 64 or something per 64,000 per kilo, 64 rupees per gram അങ്ങോട്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് അത് റാലി ചെയ്തത് കാണണം. 226 240 അതെന്ത് തിരിച്ചു വന്നു. 275 ഹ്യൂജ് റാലി ആയിരുന്നു. പക്ഷേ അതുപോലത്തുള്ള ഒരു റാലി ഇനി കിട്ടുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ബട്ട് അന്ന് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഈവൻ ഞാനും കുറച്ച് സിൽവർ ETFs കുറച്ച് അക്വയർ ചെയ്ത് വെച്ചിരുന്നു. സിൽവർ ETFs ആർ മച്ച് ഈസിയർ ടു അക്വയർ. പക്ഷേ അതല്ലാണ്ട് ചില ആൾക്കാർക്ക് ഫോളിയോ ഫോർമാറ്റിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടോ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും. അത് അന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഔട്ട്റൈറ്റ് ബൈക്ക് ചിലപ്പോൾ റെക്കമെൻഡേഷൻ ഭയങ്കര പോസിബിൾ അല്ലായിരിക്കും. ഒരു പാർട്ട് ഓഫ് അലൊക്കേഷനിലാണ് ഡെഫിനറ്റ്ലി ഗോൾഡും സിൽവറിലും കുറച്ച് പെർസെൻറ്റേജ് കൊടുക്കണതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാൻ ആക്ച്വലി പോർട്ട്ഫോളിയോ ക്രിയേഷൻ ചെയ്യുമ്പോൾ ഗോൾഡ് ETF ഉണ്ടല്ലോ, നമ്മൾ നിപ്പോണിൻ്റെ ഗോൾഡ് ബീസ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിന് 5 or 10% അലോക്കേഷൻ അതിന് കൊടുക്കാറുണ്ട് പോർട്ട്ഫോളിയോൻ്റെ ഭാഗമായിട്ട് കൊടുക്കുമ്പോൾ. അതല്ല കസ്റ്റമേഴ്സ് ചോദിച്ചു വരാറുണ്ട്. അവർക്ക് എന്തായാലും അലോക്കേഷൻ ഞാൻ ഡെഫിനറ്റ്ലി കൊടുക്കും. പക്ഷേ എഗെയിൻ ഇറ്റ്സ് എ ടാക്ടിക്കൽ പ്ലേ. ഇപ്പോൾ ഗോൾഡിനാണോ അതോ മേ ബി ലാർജ് ക്യാപ് സ്പേസിനാണോ കൂടുതൽ ഏരിയ ടു റൺ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ലാർജ് ക്യാപ്പിനെ ഫേവർ ചെയ്യും. അപ്പോൾ ഇറ്റ്സ് അഗൈൻസ്റ്റ് എ ടാക്ടിക്കൽ പ്ലേ. ഐ മേ ബി റോങ്. പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അനലിസ്റ്റ്. മിഡ് ക്യാപ്പ് സെഗ്മെന്റ് അല്ലേ സർ കുറച്ചും കൂടി സാധ്യത? Mid cap is a pure momentum play and large cap is a value play. രണ്ടും ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ വാല്യൂ വേണമെങ്കിൽ യു ഹാവ് ടു ഗോ ടു ലാർജ് ക്യാപ്പ്. മിഡ് ക്യാപ്പ് ഇപ്പോൾ AMCസിൻ്റെ ഗൈഡൻസ് കോൾ എടുത്ത് നോക്കിയുള്ളൂ, കോൾ എടുത്ത് നോക്കിയുള്ളൂ, ഓൾ ഓഫ് ദം ആർ സ്റ്റേയിങ് അവേ ഫ്രം മിഡ് ക്യാപ്പ്. പക്ഷേ ഫ്രണ്ട്സി മിഡ് ക്യാപ്പിലാണ്. റീറ്റെയിൽ ഫോർ വെൽത്ത് ജനറേഷൻ, ഏജ് കുറച്ച് ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റർ, ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യാനുള്ള മോഡൽ ഒരു 20 to 30 years ഒക്കെ 20 years എങ്കിലും ഗ്രാജുവലി കൊണ്ടുപോകാൻ പാകത്തിനുള്ളവർക്കൊക്കെ വാട്ട് ഈസ് യുവർ വ്യൂ അബൌട്ട് ദി മിഡ് ക്യാപ് സെഗ്മെന്റ്? ഫ്ലെക്സി ക്യാപ്പിന്റെ ഫാൻ അല്ല ഞാൻ. ഓക്കെ ബാക്കി എല്ലാവരും ഫ്ലെക്സി ക്യാപ്പിന്റെ ഫാനാണ്. ഐ എം നോട്ട് എ ഫാൻ ഓഫ് ഫ്ലെക്സി ക്യാപ്പ് ബിക്കോസ് ഞാൻ പോർട്ട്ഫോളിയോ ഡിസൈനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റർക്ക് ഞാൻ കൊടുക്കുക മൈക്രോ ക്യാപ് കമ്പനീസ് ആണ്. അതായത് മേ ബി ഫ്രം 800 crore മാർക്കറ്റ് ക്യാപ് ടു അപ് ടു 25,000 മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനീസിൻ്റെ ഒരു 5 സ്റ്റോക്സ് ആണ് ഞാൻ എൻ്റെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണേ. പോർട്ട്ഫോളിയോ വൈസ്, സ്റ്റോക്ക് വൈസ്. കാര്യം അവർക്ക് ഓൾറെഡി ബേസ് ഉണ്ടെങ്കിൽ ദേ ആർ വെൽ ഓഫ്, ദേ ആർ ഓൾമോസ്റ്റ് സെമി സ്റ്റഡി ആണെങ്കിൽ ഞാൻ സ്റ്റോക്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ അവർക്ക് മ്യൂച്വൽ ഫണ്ടിൽ ബേസ് ബിൽഡ് ചെയ്ത് അവർക്ക് ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് എത്ര വരെ ഐ വിൽ ഓൺലി സ്റ്റിക്ക് വിത്ത് മ്യൂച്വൽ ഫണ്ട്സ്. കാരണം ദാറ്റ് ഇസ് എ ഐഡിയ ദാറ്റ് ഓക്കെ നമുക്കൊരു ഫീലിംഗ് ഓഫ് സേഫ്റ്റി കിട്ടാൻ. പക്ഷെ സ്റ്റോക്സിൽ ഞാൻ ഐ വുഡ് ഡു ദിസ്. അത് നല്ല ഗ്രോത്ത് ഉള്ള കമ്പനീസ് കൊടുക്കും. ആൻഡ് ദാറ്റ് ഈസ് അഗൈൻ മൈ കൺവിക്ഷൻ ദാറ്റ് ദിസ് കമ്പനി ഈസ് ഗോയിങ് ടു ഗ്രോ. ആൻഡ് ദാറ്റ് ഹാസ് ആക്ച്വലി വർക്ക് ഫോർ മീ. എൻ്റെ സ്വന്തം ഇൻവെസ്റ്റിങ്ങിൽ ഐ ഹവ് സീൻ ലോട്ട് ഓഫ് മൾട്ടി ബാഗേഴ്സ്. ആ മൾട്ടി ബാഗേഴ്സ് എങ്ങനെ വന്നു? നമ്മൾ എന്താണ് ആക്ച്വലി ഒരു മൾട്ടി ബാഗർ? സ്റ്റോക്ക് ദാറ്റ് ഗോസ് അപ്പ് 10 times in 10 years അല്ലേ? എന്തുകൊണ്ടാണ് സ്റ്റോക്ക് ഗോസ് അപ്പ് 10 times in 10 years?
because it has exponential growth rate. എത്ര growth rate? 30% growth rate. And also the market cap is very less. മാർക്കറ്റ് ക്യാപ്പ് ഇസ് വെരി ലെസ്. യെസ്, നല്ലൊരു ഫൈൻഡ് ആണ്. പക്ഷെ മാർക്കറ്റ് ക്യാപ്പ് കൂടിയ കമ്പനി ആണെങ്കിലും ഗ്രോ ചെയ്യാം. പക്ഷെ ചെറുതിന് സാധ്യത എളുപ്പമാണ്. ഗ്രോത്ത് ഇല്ല എന്നുള്ളതേ ഉണ്ടാവുള്ളൂ. Correct. But they will give dividend and other split bonus etc. will come from the large cap. കറക്റ്റാണ്. അപ്പോൾ ആ ഒരു 10x ഗ്രോത്ത് ഉള്ള കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഇയർലി ഏർണിങ്സ് പെർ ഷെയർ ഗ്രോത്ത് നോക്കിയാൽ മതി. 30 ഒക്കെ കൺസിസ്റ്റൻ്റ്ലി പോസിബിൾ ആണോ സർ? ഒരുപാട് ജസ്റ്റ് സ്ക്രീനർ എടുക്കുക, ടേക്ക് എനി സ്ക്രീനർ. ഓക്കെ, സ്ക്രീനർ എടുത്ത് നോക്കിയിട്ട് ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഏർണിങ്സ് പെർ ഷെയർ 30% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്തേക്കുന്ന കമ്പനീസിൻ്റെ ഫിൽറ്റർ എടുക്കാൻ പറ്റും. അതെടുക്കാം. അതൊരു ലിസ്റ്റ് കിട്ടുമല്ലോ. വാട്ട് ഡസ് ദാറ്റ് ഷോ യു ദാറ്റ് ദിസ് ഹാസ് ഹാപ്പൻഡ് എന്ന് കാണിച്ചിട്ടാണല്ലോ അല്ലേ? പറ്റുമോ എന്നൊരു ചോദ്യമില്ലല്ലോ, അത് കിട്ടുമല്ലോ. ഇനി 30% പോട്ടെ, 30% ഭയങ്കര ടൈറ്റ് ആണ്. ഒരു 20% കൂട്ടിക്കോ. 20% to 30% എന്നൊരു ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഗെറ്റ് അറൌണ്ട് 1000 കമ്പനീസ് കിട്ടും. ഓക്കെ, ഈ 1000 കമ്പനീസ് എല്ലാം ഇൻവെസ്റ്റ് ഗ്രേഡ് അല്ലല്ല. പിന്നെ ഫിൽറ്റർ ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ ഫിൽറ്ററിങ് മെക്കാനിസം ആണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് പോയി കണ്ടുപിടിക്കാൻ പോണത് കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഐ എം നോട്ട് റിയലി വറീഡ് ഇൻഡെക്സ് എവിടെ പോകുന്നു, മിഡ് ക്യാപ്പ് എവിടെ പോകുന്നു, സ്മോൾ ക്യാപ്പ് എവിടെ പോകുന്നു, ഞാൻ വറീഡ് അല്ല. ഡെഫിനറ്റ്ലി ഗോ ഫോർ ദ കമ്പനി. പെർഫെക്റ്റ്. കാര്യം എനിക്ക് കൺവിക്ഷൻ ഉണ്ട് ഇതാണ് റിസൾട്ട് തരാൻ പോണെന്ന്. ആൻഡ് ഒരു ഇൻവെസ്റ്റർ എന്നോട് ചോദിച്ചു വരണത് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഞാൻ അവരോട് പറയണത് നിങ്ങൾ ആ ഒരു സ്റ്റോക്കിൽ ഇടാനുള്ള പൈസ തന്നെ, പക്ഷെ ഞാൻ 5 എണ്ണത്തിലേക്ക് മാറ്റിത്തരും. നിങ്ങൾ 1 lakh കൊണ്ടാ വരണമെങ്കിൽ ഞാൻ പറയും നിങ്ങൾ 1 lakhന് ഇൻവെസ്റ്റ് ചെയ്തോ, ബട്ട് 20,000 ഇൻ ഈച്ച് കമ്പനി ഫോർ 5 കമ്പനീസ്. എന്താ എൻ്റെ അഡ്വാൻറ്റേജ്? മാക്സിമം ലോസ് ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആയ 20,000 ഫുൾ ലോസാണ്. മറ്റേ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ആ കമ്പനി പോയ 1 lakhും ഫുൾ ലോസാണ്. എത്ര പീരീഡ് സാർ പറയും മിനിമം പീരീഡ്? ഇൻവെസ്റ്റിംഗ് പീരീഡ് ഹോൾഡിംഗ് പീരീഡ് ഒബ്വിയസ്ലി നമുക്ക് 10 year എങ്കിലും നമുക്ക് കൊണ്ടുപോകണം. 10 year കൊണ്ടുപോയാൽ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ട്രൂ റിയലൈസേഷൻ കിട്ടത്തുള്ളൂ. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പനി ക്വാർട്ടർ ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ ഐ ജസ്റ്റ് ഹാവ് ടു മോണിറ്റർ 3 quarters. 3 quarter ഗ്രോത്ത് നോക്കി അത് നെഗറ്റീവ് ആണെങ്കിൽ ആ സ്റ്റോക്കിനെ അപ്പം തന്നെ ആ ബാസ്ക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാണ് ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് അനദർ കമ്പനി. നമുക്ക് ക്ഷാമമൊന്നുമില്ലല്ലോ, ഇഷ്ടംപോലെ കമ്പനി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനീനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദാറ്റ് വേ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി ആ റീബാലൻസിങ്, അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജർ എങ്ങനെയാണോ ഒരു വലിയ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഫണ്ട് മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. മൈക്രോ ലെവൽ വി ആർ ഡൂയിങ് ഇറ്റ്. ദ ഡിഫറൻസ് ഇസ് ദാറ്റ് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. എൻ്റെ അഡ്വൈസറി സർവീസസ് ആണ് അവിടെ പോകുന്നത്, എക്സിക്യൂഷൻ അവരാ ചെയ്യുന്നത്. ഞാൻ അവരോട് പറയണം ഇത് സെല് ചെയ്തിട്ട് പകരം ഇത് വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ ദേ ആർ ഡൂയിങ് ഇറ്റ്, ദേ ഹാവ് ടു ഡു ഇറ്റ്. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ കാരണം സെബി എനിക്ക് ആ പെർമിഷൻ തരത്തില്ല. സെബി ക്യാൻ ഓൺലി ഗിവ് യു ഐദർ അഡ്വൈസറി പെർമിഷൻ ഓർ എക്സിക്യൂഷൻ പെർമിഷൻ, രണ്ടും തരത്തില്ല. അപ്പോൾ വടി എറിയാൻ അറിയുന്നതിൻ്റെ വടി കൊടുക്കില്ല എന്ന് പറഞ്ഞ അപ്പോൾ രണ്ടും തരത്തില്ല. അപ്പോൾ ഞാൻ അവർക്ക് അഡ്വൈസ് കൊടുക്കും ദാറ്റ് ഇത് എക്സിറ്റ് ചെയ്തിട്ട് ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ അഡ്വൈസ് കൊടുക്കും. ആൻഡ് ഫ്രം ദെയർ ദേ ഹാവ് ടു ടേക്ക് ഇറ്റ് അപ്പ്. ബട്ട് ദിസ് ഇസ് ദ ഐഡിയ. കൺസ്ട്രക്ട് ഇതാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ ട്രേഡ് സീക്രട്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ആ കമ്പനി ഫിൽറ്ററിംഗിൽ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഐ കനോട്ട് ഡിസ്ക്ലോസ്. ബേസിക്കലി വാട്ട് ഈസ് കൺവേഡ് ഇസ് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ തുടക്കം നമ്മൾ വന്നു. അതിലിപ്പോൾ പീരീഡ് നമ്മൾ പറഞ്ഞു, സ്റ്റോക്സ് നമ്പർ ഓഫ് സ്റ്റോക്സ് ഹോൾഡിങ്ങിൻ്റെ ഇപ്പോൾ ഒരു 1 lakh ഉണ്ടെങ്കിൽ നമ്മളൊരു 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 2 പോയിന്റ് ക്ലിയർ ആയി. ഇനി മൂന്നാമതൊരു പോയിന്റ്, ഈ 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം? അവിടെയാണ് നമ്മുടെ സെക്ടറൽ തിമാറ്റിക് പ്ലേ വരാൻ പോണത്. അത് ക്ലയൻറ്റിന് അറിയണം എന്നില്ല, പക്ഷേ എനിക്കറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ബെറ്ററാണ്. അപ്പം ഞാൻ എപ്പോഴും ഫോക്കസ് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ കൊടുത്തേക്കുന്ന പോർട്ട്ഫോളിയോയിലെല്ലാം ഫാർമസ്യൂട്ടിക്കൽസിന് നല്ല എക്സ്പോഷർ ഉണ്ട്. കാരണം ഫാർമസ്യൂട്ടിക്കലിൻ്റെ ജസ്റ്റ് ഗോ ബാക്ക്, നിങ്ങൾ പോയി സ്ക്രീനറിലൊന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഗ്രോത്ത് കമ്പനീസിൻ്റെ screener.in വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ യു ഗെറ്റ് എ ഫുൾ ലിസ്റ്റ് അല്ലേ. അതിനകത്ത് എക്സ്പോർട്ട് പ്രീമിയം ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. എക്സ്പോർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെക്ടേഴ്സ് കാണിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽസ് ഒന്നിച്ചെടുക്കണം. ഇതിൻ്റെ മീനിങ് എന്താ? ദാറ്റ് സെക്ടർ ഈസ് ആക്ച്വലി ഇൻ ആക്സിലറേറ്റിംഗ്. യെസ്, എൻറ്റയർ സെക്ടർ മൂവ് ചെയ്യാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ സാർ, സെക്ടർ റൊട്ടേഷനിൽ ലാസ്റ്റ് 10 months ആയിട്ട് ആക്സിലറേറ്റിംഗ് മോഡിൽ നിൽക്കുന്ന വെരി ഫ്യൂ സെക്ടറിൽ ഒന്നെന്ന് പറഞ്ഞ ഫാർമസ്യൂട്ടിക്കലാണ്. ബട്ട് നൗ നിയർലി 12 months ആയിട്ട് ആക്സിലറേറ്റിംഗിൽ ഉള്ളിലാണ് ഇപ്പോഴും. ബട്ട് ദ ഗ്രാഫ് ഇസ് സ്ലൈറ്റ്ലി
ഓക്കെ ഡൗൺ. ഓക്കെ. സോ ഇത് ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അത് ഗ്രാഫിലാണ് സെക്ടറാണ് ഇപ്പോൾ സ്റ്റിൽ ഓൺ ആക്സിലറേറ്റിംഗ്. അതിനർത്ഥം എന്താ, ഇനി വരാൻ പോകുന്ന 2-3 മാസത്തേക്ക് സ്റ്റിൽ ദാറ്റ് സ്റ്റോക്സ് ഓൾസോ നോട്ട് ഈവൻ ഇറ്റ് മേ നോട്ട് ഗോ വെരി ഹൈ, ബട്ട് ഇറ്റ് മേ ഗോ ഹൈ, ബട്ട് ഇറ്റ് വോണ്ട് ഗോ ഡൗൺ. അപ്പോൾ ഇത് ഒരു മാക്രോ ഡേറ്റ ആയിട്ട് യു ടോൾഡ് മീ, ബട്ട് ഫ്രം എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് വി റീച്ച് ദ സെയിം തിങ് അല്ലേ? അപ്പോൾ ഇതുപോലെ ഫാർമ പോലെ വേറെ സെക്ടേഴ്സ് ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, വേറെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അതും ഈ പറഞ്ഞ കംപ്ലീറ്റ് ഒരു ഡംപ് എടുത്തു കഴിഞ്ഞാൽ, ഒരു എക്സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന കമ്പനീസിന്റെ ലിസ്റ്റ് അവർ ഏത് കാറ്റഗറിയിലാണ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദിസ്. ആ കാറ്റഗറിയിലെ ഒരു പ്ലെയറിനെ കൊടുക്കും, അതിൻ്റെ അടുത്ത ഒരു കാറ്റഗറിയിലുള്ള ഒരു പ്ലെയറിനെ കൊടുക്കും, അങ്ങനെ 5 ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ. സോ ദാറ്റ് നോർമൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ അവിടെ കൊടുക്കുകയാണ്. ഇതുവരെ ടച്ച് വുഡ് വലിയ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ബട്ട് ഉണ്ടാവാം. ആൻഡ് ഞാൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിനടുത്തും പറഞ്ഞിട്ട് പ്രോബ്ലം ഉണ്ടാവാം. നമ്മൾ ഇപ്പോൾ വാർ വന്നപ്പോൾ ഇറ്റ്സ് ബിഗ് പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു, ഉണ്ടായില്ല. താരിഫ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് പ്രോബ്ലം ഉണ്ടാവുന്നു, ഭാഗ്യത്തിന് ഉണ്ടായില്ല. ബട്ട് that could happen any time അല്ലേ? സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് പാർട്ട് ഓഫ് അവർ ജേർണി. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് എന്നെ വഴക്കുറയുള്ളൂ, ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യനെ വഴക്കുറയില്ലല്ലോ. whoever you are, correct. ഇനി എന്ത് ഡിഗ്രി എന്ത് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും ശരി, 11 പറഞ്ഞിട്ട് അതെ, അതാണ് പ്രോബ്ലം. they will blame, they won't accept the reality, rather they just shed it to the person who has given that advice. അതുപോലെ റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാലും അവരുടെയാണ് സോ ദാറ്റ് കീപ്സ് ഹാപ്പനിങ്. അപ്പോൾ നമ്മുടെ ഒരു റിയൽ താങ്ക്ലെസ് ജോബാണ്. ബട്ട് ദി വേ ദാറ്റ് ഐ എം ഏബിൾ ടു ക്രിയേറ്റ് ദോസ് ഡിഫറൻസസ്, ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. കാരണം വൺ ഓഫ് ദാറ്റ് റീസൺ ഇസ് യു ആർ ആക്ച്വലി ഇൻ്റർവ്യൂയിങ് മീ അല്ലേ? അപ്പോൾ അത് എനിക്ക് കിട്ടിയേക്കുന്ന ഐ ഫീൽ ഇറ്റ് ഇസ് എ ഗുഡ് തിങ്, റൈറ്റ്? നമ്മൾ മാർക്കറ്റിൽ വി ആർ ക്രിയേറ്റിംഗ് എൻ ഇമ്പാക്ട്, വി ആർ ഡൂയിങ് സംതിങ്, ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി സ്റ്റാർട്ടിങ് ടു ഷോ റിസൾട്ട്സ്. അപ്പോൾ അതിൽ നമ്മൾ ഹാപ്പിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടുന്നത്, ETF. ഒരു എൻ്റെ വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു 90% ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രേഡേഴ്സ് ആയിക്കോട്ടെ, ദേ ഡസൻറ്റ് നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ETF, അല്ലെങ്കിൽ വാട്ട് ഈസ് ETF എന്ന് തന്നെ അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ETF, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രോമിനൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ETF-ൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും, ഒരു സ്റ്റോക്കിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെക്കാളും നമ്മളിപ്പോൾ മാസം തോറും ചെറിയൊരു പോക്കറ്റ് മണി കളക്ഷൻ പോലെ ETF-നെ അങ്ങനെയും ഗ്രോ ചെയ്യാൻ പാകത്തിൽ ഇത് യൂസ്ഫുൾ ആക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സാറിൻ്റെ വ്യൂ ഒന്ന്. ETF ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്റ്റ് ആണ് ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് ETF മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളൊരു കുതിരേൻ്റെ ഒരു സീബ്രയുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സീബ്ര എന്താന്നുള്ളത് ഒരാൾക്ക്, സീബ്രേനെ കാണാത്ത ഒരാൾക്ക് സീബ്ര എന്താന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മനസ്സിലാകത്തില്ല. കുതിരേനെ കാണിച്ചു കൊടുത്തിട്ട് അതിനകത്ത് വെള്ളയും ബ്ലാക്ക് പെയിന്റ് അടിക്കുന്നതാണ് സീബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് പഠിച്ചേക്കുന്ന ഒരാൾക്ക് ETF ഭയങ്കര സിമ്പിളാണ് മനസ്സിലാക്കാൻ. ETF-ന് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് മ്യൂച്വൽ ഫണ്ടിൽ മേലെയുണ്ട്. പ്രോബ്ലം നമ്പർ 1 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ETF വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഫോർമാറ്റ്, ഫോളിയോ ഫോർമാറ്റിൽ ETF ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഒരു ഫണ്ട് ഓഫ് ഫണ്ട് മ്യൂച്വൽ ഫണ്ടായിട്ട് വാങ്ങിക്കേണ്ടി വരും. ETF-ൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസീവായിട്ടുള്ള മാനേജ്മെൻറ്റാണ് നടക്കുന്നത്. അതിനകത്ത് ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ഫണ്ട് മാനേജർ ഇല്ല. ഫുള്ളി പ്രോഗ്രാമാറ്റിക്കലി ആണ് അതിന് ഫണ്ട് മാനേജ്മെന്റ് നടക്കുന്നത്. ബെഞ്ച് മാർക്ക് മാത്രം ഫോളോ ചെയ്ത് ആണ്. അതിപ്പോൾ സെക്ടറലായിട്ടുള്ള ETFs ഉണ്ട്. പക്ഷേ എൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. അതായത് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിപ്പോൺ പോലത്തെ ഒരു കമ്പനിയുടെ നിപ്പോണിൻ്റെ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട്സ് എടുക്കുക. നിപ്പോൺ ഇന്ത്യ ഇൻഡെക്സ് ഫണ്ട് റെഗുലർ എടുക്കുക, ഡയറക്റ്റ് എടുക്കുക, നിഫ്റ്റി ബീസ് എന്നുള്ള ETF എടുക്കുക. ഒരു ഓൾമോസ്റ്റ് 90% ഡ്രോപ്പ് ഉണ്ട് ഫ്രം റെഗുലർ ഫണ്ട് ടു ETF-ലേക്ക് എൻ്റെ എക്സ്പെൻസ് റേഷ്യോയിൽ. 90% ഡ്രോപ്പ് എന്ന് ആലോചിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ ആക്ച്വലി എഴുതിയിട്ടുണ്ട്. ഐ വിൽ സെൻഡ് ദാറ്റ് ആർട്ടിക്കിൾ ടു യു ലേറ്റർ. പക്ഷേ നിങ്ങൾക്ക് തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണ്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വോട്ട് യു അണ്ടർസ്റ്റാൻഡ്, ETF-ൻ്റെ റേഷ്യോ, എക്സ്പെൻസസ് കുറവായത് കാരണം ദി കോമ്പൗണ്ടിങ് ഇസ് മച്ച് ഫാസ്റ്റർ. ഡെഫിനറ്റ്ലി, ബിക്കോസ് ദാറ്റ് ഓൾസോ ഇസ് ബീൻ ആഡഡ് ഇൻ ടു ദി ഇൻകം ഇറ്റ്സെൽഫ്. കറക്റ്റ്. ഈ 3 ഫണ്ടും ചെയ്യുന്ന ഒരേ സാധനം. അതെ, നിഫ്റ്റി ഇൻഡെക്സ് റെഗുലർ ഫണ്ട് ഒരേ ബെഞ്ച് മാർക്ക് തന്നെയാണ്, ഒരേ സംഭവം ചെയ്യുന്നത്. അതിൻ്റെ മറ്റേ ടോട്ടൽ റിട്ടേൺസ് TRI എടുത്ത് നോക്കുമ്പോഴും എന്താ ഡിവിഡൻറ്റും എല്ലാം തിരിച്ച് റീഇൻവെസ്റ്റ് ആവാണ്. 3ൻ്റെ പർപ്പസ് സെയിമാ, പക്ഷേ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്.
നിങ്ങൾക്ക് അതല്ലേ ബെറ്റർ. ഏറ്റവും എക്സ്പെൻസ് റേഷ്യോ അത്രത്തോളം കുറവാണ് ബെറ്റർ. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെയാണ് ഇത് വാങ്ങിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഡ്യൂറിങ് മാർക്കറ്റ് അവേഴ്സ്. 9:15 മുതൽ 3:30 PM ഇടയിലാണ് നിങ്ങൾക്ക് ഒരു ബൈ ഓർ സെൽ ട്രാൻസാക്ഷൻ ഇടാൻ പറ്റുക. ആൻഡ് നിങ്ങൾക്ക് നേരെ കയറി ഒരു മാർക്കറ്റ് ഓർഡർ ഇടാനും പറ്റത്തില്ല. നിങ്ങൾക്ക് നോക്കിയിട്ട് ഫെയർലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് ഓർഡർ ഇട്ടാലാണ് അത് സേഫ്. കാര്യം ലിക്വിഡിറ്റി കുറവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 500 രൂപയ്ക്ക് ഓർഡർ ഇടും, പക്ഷേ ഓർഡർ എക്സിക്യൂട്ട് ആണ് 600 രൂപയ്ക്കാണെങ്കിൽ യു ആർ ആക്ച്വലി ലൂസിങ് ഔട്ട്, സ്ലിപ്പേജ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ETF-ന്റെ പ്രോബ്ലംസ് ആണ്. ബട്ട് ദി ഗുഡ് പോയിന്റ് ഇസ് ദാറ്റ് എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യാൻ ആഡ് ദിസ് ETF ടു മൈ ക്ലയൻസ് പോർട്ട്ഫോളിയോ. ക്ലയൻറ്റിന് ഞാൻ 5 സ്റ്റോക്ക് കൊടുക്കുമ്പോൾ ഒരു അഡീഷണൽ എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഞാൻ 6th ഒരു ETF എടുത്ത് ഇടാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എത്തിക്കൽ ഫണ്ട് അറിയാലോ, ഷാരിയ കോംപ്ലൈൻ്റ് ആയിട്ടുള്ള എത്തിക്കൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് കമ്പനീസ് എത്തിക്കലായിട്ടുള്ള കമ്പനീസ് ഞാൻ ഷോർട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ ഒപ്പം ഞാൻ ഷാരിയ ബീസ് എന്ന് പറഞ്ഞാൽ നിപ്പോണിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതൊരു 65% വെയിറ്റേജ് എനിക്ക് ആ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? ETF വഴി പോസിബിൾ ആണ്. ഞാനത് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് വഴി എങ്ങനെ കൊണ്ടുവരും? എനിക്ക് ആ വെയിറ്റേജ് കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ ദി ആൻസർ ഇസ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുള്ളി കസ്റ്റമൈസബിൾ പ്രൊഡക്റ്റ്. ഒരു പോർട്ട്ഫോളിയോ മാനേജറിന് അല്ലെങ്കിൽ ഒരു റിസർച്ച് അനലിസ്റ്റിന് നല്ലൊരു കൺട്രോൾ കൊടുക്കുന്നുണ്ട് ക്ലയൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കൊടുക്കാൻ. ആസ് എൻ ഇൻഡിവിജ്വൽ കസ്റ്റമർ നിങ്ങൾക്ക് ദിസ് ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ട് ഓഫ് എ ബിഗ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാം. ETF ആണ് ഫ്യൂച്ചർ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ETF ഇസ് ദി ഫ്യൂച്ചർ. കാരണം കോസ്റ്റ് കുറയാണ്. നിങ്ങൾക്കൊരു ഫണ്ട് മാനേജറിനെ ആവശ്യമില്ല. ആൻഡ് ഹൈലി കസ്റ്റമൈസബിൾ. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഐ വിൽ ആസ്ക് യു ദാറ്റ് ക്വസ്റ്റ്യൻ. യു വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ദി ടോപ്പ് 400 കമ്പനീസ് ഓഫ് ഇന്ത്യ ബട്ട് നോട്ട് ദി ഫസ്റ്റ് 100. അതായത് ഒരു ബാസ്ക്കറ്റ് ഓഫ് 500 കമ്പനികളുണ്ട്, പക്ഷേ ഫസ്റ്റത്തെ 100 വേണ്ട, അടുത്ത 400 കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? We can go for B's itself, right? Correct. The answer is നമുക്കൊരു മിഡ് ക്യാപ്സിന്റെ ഒരു ETF-ഉം ഒരു സ്മോൾ ക്യാപ്പിന്റെ ETF-ഉം കമ്പൈൻ ചെയ്താൽ മതി. അത് മാത്രമല്ല മിഡ് ക്യാപ്പിനെ തന്നെ ഫർദർ വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു ഡിഫറൻസ്. മിഡ് ക്യാപ്പ് 150, correct, 500 is correct. there. Even small cap also we can divide ചെയ്യാം, micro cap ആയിട്ട് ഡിവൈഡ് ചെയ്യാം. You are right. Correct. Exactly right. അപ്പോൾ അതിന് ETF തന്നെ വേണം. മ്യൂച്വൽ ഫണ്ടിൽ ആ പോസിബിലിറ്റി ഭയങ്കര ഡിഫിക്കൽട്ടാണ്, കുറവാണ്. ഓപ്ഷൻ അവൈലബിലിറ്റി ഉണ്ട്, പക്ഷേ കുറവാണ്. കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇപ്പോൾ നൗ ഐ വോണ്ട് ടു ഡു ഇൻ എ സ്പെസിഫിക് പാറ്റേൺ എന്ന് വിചാരിക്കുക. ഐ വോണ്ട് ടു ഗിവ് 65% എക്സ്പോഷർ ടു സ്മോൾ ക്യാപ്പ് ആൻഡ് 35% എക്സ്പോഷർ ടു മിഡ് ക്യാപ്പ് എന്നുണ്ടെങ്കിലും ഇതിലെനിക്ക് ചെയ്യാം. ആ വെയിറ്റേജ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ ദ ഫ്യൂച്ചർ, ഇപ്പോൾ കുറച്ച് പേരെ യൂസ് ചെയ്യുന്നുള്ളൂ, ബട്ട് ഇൻ ദ ഫ്യൂച്ചർ ഒരുപാട് പേര് ETF-ലേക്ക് മാറുന്നുള്ളത് ഉറപ്പാണ്. നൗ ഇറ്റ് ഇസ് നോട്ട് പിക്കിംഗ് അപ്പ് ദാറ്റ് മച്ച് പേസ്. പക്ഷേ ഈ ഡിമാറ്റ് വഴി ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഞാൻ ETF-ലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് വിൽ ഹാപ്പൻ. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ബിക്കോസ് അത് ഒരു കമ്പൈൻഡ് എഫേർട്ടായിട്ട് മാറുന്നു. ഒരു വലിയ ബെഞ്ച് മാർക്കിനെ നമ്മൾ കഷ്ടപ്പെട്ട് അതിനുള്ള ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെ മോണിറ്റർ ചെയ്യേണ്ട ഒരാവശ്യവും വരാണ്ട് തന്നെ ദിസ് വിൽ ഫോളോ ഇറ്റ് അപ്പ് എവറിത്തിങ്. നമുക്കതിൻ്റെ പ്ലസ് ഓർ മൈനസ്, ബട്ട് ദാറ്റ് ഗ്രോത്ത് story will come to us എന്നുള്ളതാണ്. Correct. Customization and the client gets more control. ഫ്രീഡം, കൺട്രോൾ, ലിവറേജ്, അതും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി ഇറ്റ്സ് ഈക്വലന്റ് ടു മണി എന്ന് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ഒപ്പം പഠിക്കാൻ താല്പര്യമായിട്ട് വരുന്ന ഒരു ഇൻവെസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ദി അൺനോൺ അല്ലേ. ഇപ്പം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു മേ ബി 2% ആയിരിക്കും ഞാൻ പഠിച്ചിട്ടുണ്ടാവുക. ഇനി ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കും. നമ്മൾ എപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റിൽ, അത് ഓരോ ഇൻവെസ്റ്ററും ഓരോ ട്രേഡറും അങ്ങനെ ചിന്തിക്കണം എന്നുള്ളതും ഒരു പോയിന്റാണ് സാർ. അപ്പോൾ ഇൻവെസ്റ്റർ റെഡിയാണെന്ന് വിചാരിക്കുക. ഞാൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും പറയും നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പറയും. അപ്പോൾ എനിക്ക് അറിയാത്ത ചോദ്യമാണെങ്കിൽ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അത് ഒന്നിച്ച് പഠിക്കാമല്ലോ. അവർക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. അപ്പോൾ പിന്നെ ഒന്നിച്ച് പോയി. അപ്പോൾ ETF ഒക്കെ ആ ഒരു ചോദ്യത്തിൽ നിന്നുണ്ടായ ഇതാണ് പോർട്ട്ഫോളിയോ കസ്റ്റമൈസേഷൻ ഉപയോഗിക്കുക എന്നുള്ളത്. ഐ എം ഷുവർ ഒരുപാട് അതർ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് വുഡ് ബി ഓൾറെഡി യൂസിങ് ഇറ്റ്, അത് അറിയാം. പക്ഷേ ദിസ് ഗീവ്സ് എൻ ഇൻഡിവിജ്വൽ ദാറ്റ് സെയിം പവർ ആസ് എ പോർട്ട്ഫോളിയോ മാനേജർ അല്ലേ. ഒരു സാധാരണക്കാരന് ഒരു പോർട്ട്ഫോളിയോ മാനേജറിനെ പോലെ ചിന്തിക്കാം. അവർക്ക് ഗോൾഡ് 15% കൊടുക്കണം, സിൽവറിന് 10% കൊടുക്കണം, നിഫ്റ്റിക്ക് ബാക്കിയുള്ള പെർസെൻറ്റേജ് കൊടുക്കണമെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കിയാവല്ലോ അല്ലേ. ഇപ്പോൾ പിന്നെ ഏത് ഓപ്പർച്യൂണിറ്റി അവർ യൂസ് ചെയ്താൽ മതി. പലരും അത് ചെയ്താൽ തന്നെ മതിയാകും. ഒരു നല്ലൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വേണം നിർബന്ധമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു ഫ്രെയിം വർക്ക്, ഒരു ബേസ് ഐഡിയ എങ്കിലും ദാറ്റ് വിൽ ഗീവ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കണം. നല്ലതാണ്. പിന്നെ അതിൽ ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് സർ. അപ്പോൾ നമുക്ക്
ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് യൂട്യൂബിൽ പല പോഡ്കാസ്റ്റും അല്ലെങ്കിൽ പല പ്രോഗ്രാമിലും പലരും ഈ ടേം ഇൻഷുറൻസ് ഓൺലൈൻ വഴി എടുക്കാനുള്ള പ്രൊമോഷൻ ചെയ്യുന്നു. ദേ ആർ ഗെറ്റിംഗ് ദറ്റ് കൊളാബറേഷൻസ് വഴിയാണ് അവർ ചെയ്യുന്നത്. ശരിക്കുള്ള അവരതിനെ ശരിക്കും ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല ശരിക്കും. ബിക്കോസ് അവർ പറയുന്നത് അങ്ങനെ സ്പോൺസർ കൊടുക്കുന്ന ഡേറ്റയെ അവരങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനപ്പുറം അതിനെ ഡീറ്റെയിൽ ആയിട്ട് അവർ അതിനെ പരിശോധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ബിക്കോസ് ടേം ഇൻഷുറൻസ് ഓൺലൈൻ വഴി NRI ആണോ, നിങ്ങൾ ഓൺലൈനിൽ കയറി ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വഴി എടുക്കൂ, NRIനാണെങ്കിൽ ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അത് ശരിക്കും ഒരു റിയൽ സിറ്റുവേഷൻ വരുമ്പോൾ അയാളെ അത് ഹെൽപ്പ് ചെയ്യുമോ? ഇത് ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം ഒരുപാട് ഓൺലൈൻ ലിസ്റ്റഡ് പ്ലെയേഴ്സ് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. സോ ഞാൻ പറയുന്ന മെസ്സേജ് നമ്മളൊരു കോമൺ ജനറൽ ഇതായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിന് എടുത്താൽ മതി. വി ആർ നോട്ട് ബ്ലെയിമിങ് എനിബഡി എൽസ്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഓൺലൈൻ ഹെൽത്ത് ഇൻഷുറൻസും ഓൺലൈൻ ടേം ഇൻഷുറൻസും എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കേസസിലും നമുക്ക് ഒരു എക്സ്റ്റേണൽ ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. ടേം ഇൻഷുറൻസ് കിക്സ് ഇൻ ആഫ്റ്റർ യു ഡൈ അല്ലേ? നമ്മളൊരാൾ മരിച്ചതിന് ശേഷമാണ് ടേം ഇൻഷുറൻസ് ഇൻ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഓടി നടന്ന ക്ലെയിം സെറ്റിൽ ചെയ്യാൻ വേണ്ടി തന്നിരിക്കണം, നമുക്കൊരു ഹെൽപ്പ് വേണം അല്ലേ? ഓൺലൈനിലുള്ള ആരാണ് ആ ക്ലാരിറ്റി നമുക്ക് തരുന്നത്? ഈ പറയുന്ന എംപ്ലോയി തരുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ആളെ നമുക്കറിയാമോ? അവരത് നമ്മുടെ ആബ്സെൻസിൽ നമുക്ക് ചെയ്തു തരും. നമുക്ക് നേരെ വിളിച്ചാൽ തന്നെ അവരെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ആബ്സെൻസിൽ അവരിതൊക്കെ വന്ന് ചെയ്തു തരുന്ന എന്ത് ഗ്യാരണ്ടി ഉണ്ട്? അത് മാത്രമല്ല, ഇനി അത് ക്ലെയിം റേഷ്യോയുടെ അളവ് തന്നെ എത്രയുണ്ടെന്നൊരു പഠനമോ ഒന്നും നടന്നിട്ടില്ല. ക്ലെയിമിൻ്റെ റിജക്ഷന് ചാൻസസും ഹയർ ആണ്. കാരണം ഈ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് ദർ ഇസ് എ റിസ്ക് അസസർ. ആ റിസ്ക് അസസർ നോക്കുന്നത് ഈ ഒരാൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടോ എന്നുള്ളത്. ഓൺലൈനായിട്ട് ക്ലെയിം എടുക്കുന്ന സമയത്ത് അല്ലെ ഓൺലൈനായിട്ട് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അണ്ടർ റൈറ്റിംഗ് പെർഫെക്റ്റ് ആവണമെന്നില്ല. ബട്ട് IRDAയുടെ റൂൾസ് അനുസരിച്ച് ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഷുഡ് ഗോ ടു ദ ഇൻഷുർഡ്. എന്നാൽ പോലും അത് ഫൈറ്റ് ചെയ്യാനോ അത് ഈ പറയുന്ന പോലെ ഒരു ഓംബുഡ്സ്മാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനോ ഒന്നും ഒരാളുണ്ടാവത്തില്ല. കാരണം നമ്മുടെ ആബ്സെൻസിലാണ് ഈ ടേമിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഓൾറെഡി ടേം ഇൻഷുറൻസ് എല്ലാം ഓൺലൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ടേം ഇൻഷുറൻസ് ഒരു പർപ്പച്വൽ തിങ് ആണ് അല്ലേ? എല്ലാ കൊല്ലം എടുക്കണമല്ലോ. അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും എൻ്റെ റിന്യൂവൽ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വഴക്ക് പറയാൻ പറ്റുന്ന ഒരാളുടെ പോയി കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ദേ നോ ദാറ്റ് യു ആർ ദെയർ. ആ ഒരു പേടിയുള്ള ആളുടെ അടുത്ത് പോകണം. അവിടെ പോയിട്ട് നിങ്ങൾ ഫിസിക്കലി പോയി കണ്ട് നിങ്ങൾ അവരുടെ വഴി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യെസ്, അതിന് കുറച്ച് ചാർജസ് ഹയർ ആണ്. എവിടെയാണ് ചാർജസ് ഹയർ? ആ പറയുന്ന ഒരു പ്രീമിയത്തിൽ ഒരു പെർസെൻറ്റേജ് ആക്ച്വലി ഗോയിങ് ആസ് ഇൻസെൻറ്റീവ് ടു ദാറ്റ് പേഴ്സൺ. അതെ. പക്ഷെ ആ പൈസ അയാൾക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് നിങ്ങളൊരു വീട്ടിലൊരാൾ ഡെയിലി വേജിന് വരുന്ന ഒരു കൊളംകോരിക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു 1000 രൂപ കൊടുക്കും അല്ലേ? നിങ്ങളുടെ ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ടറിന് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു 1000, 2000, 5000 രൂപ ഒരു വർഷം കൊടുക്കാൻ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ദെൻ ഐ ഡോണ്ട് നോ, ഐ എം വെരി സോറി ഫോർ യു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ പ്രൊട്ടക്ട് ചെയ്യണത് 1 കോടി രൂപയ്ക്കോ 2 കോടിക്കോ 3 കോടിക്കൊക്കെ ആയിരിക്കും അല്ലേ? ആ 2 കോടി രൂപയുടെ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഒരു 2000 രൂപയോ 5000 രൂപയോ ഒരു ആൾക്ക് ഇൻസെൻറ്റീവായിട്ട് കൊടുക്കണോണ്ട് എന്താ പ്രശ്നം? ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഇൻ ആക്ഷൻ കണ്ടിട്ടുണ്ടോ? ഇത് ഇൻ ആക്ഷൻ കണ്ടേക്കുന്ന ഒരാൾക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻ ആക്ഷൻ കണ്ടേക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കുക, ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന്. അത് കാണിച്ചു കൊടുക്കുക. അതിന് കെൽപ്പ് വേണം ശരിക്കും. ഒരു ഇൻഷുറൻസ് ഏജൻറ്റിന് ഇത് വാങ്ങിച്ചെടുക്കാനായിട്ടുള്ള, അതായത് ഹി ഷുഡ് സ്റ്റാൻഡ് ഫോർ ദി ഇൻഷുർഡ്. അത് ഒരു ബിഗ് തിങ് ആണ്. ഞാൻ ലൈഫിൻ്റെ അവിടെ നിൽക്കട്ടെ, ടേമിൻ്റെ അവിടെ നിൽക്കട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും കിക്കിൻ വരുന്നൊരു സാധനമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു മിനിറ്റ്, അതിന് മുന്നേ എനിക്കൊരു ട്രൂത്ത് സ്റ്റോറി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഒരു ARN ലൈസൻസ്ഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. അതിൻ്റെ പാനലിലൂടെ എനിക്ക് വന്ന ഓഫേഴ്സ്, ലൈഫ് ഇൻഷുറൻസ്, ഐ ക്യാൻ പ്രൊമോട്ട് ടു ലൈഫ് ഇൻഷുറൻസ്. 1 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരു പ്ലാൻ ഞാൻ പ്രൊമോട്ട് ചെയ്താൽ എനിക്ക് ഓഫർ ചെയ്ത എമൗണ്ട് എത്രയാണെന്നറിയോ? 33,000 rupees. ഓക്കെ, യു ഹാവ് ടു ഡു ഇറ്റ് ഓൺലൈൻ. കൊളാബാണ് അല്ല,
1 ലക്ഷം ഇഷ്ടംപോലെ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ വി ആർ അസോസിയേറ്റഡ് വിത്ത് ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർ. ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കീഴിൽ നോട്ട് ഓൺലി മ്യൂച്വൽ ഫണ്ട്, ദേ ഹാവ് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ദേ ഹാവ് PMS, ദേ ഹാവ് ഇൻഷുറൻസസ്, ബോത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഓർ ടേം ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അതിൽ ഈ പറയുന്ന ഹെൽത്ത്, ഈ ടേം ഇൻഷുറൻസ്, അതായത് ലൈഫ് ഇൻഷുറൻസ്, സിമ്പിൾ. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. 1 lakh വർത്ത് ഓഫ് ഇതിൽ ഞാൻ ഒരു ക്ലയൻറ്റിനെ ചേർത്ത് കൊടുത്താൽ ദേ ആർ ഓഫറിങ് 33,000 ഫോർ ദാറ്റ് ഏജൻറ്റ്. ഇപ്പം ഞാനാണ് ഏജൻ്റ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവരെനിക്ക് 33 തരുന്നു, പിന്നെ അവരുടെ കമ്മീഷൻ പോയിട്ട് ആക്ച്വലി ആ ക്ലയൻറ്റ് മുടക്കുന്ന 1 ലക്ഷത്തിൻ്റെ 50% പോലും അവരുടെ ബെനിഫിറ്റിലേക്ക് ആഡ് ആകുന്നില്ല എന്നല്ലേ അർത്ഥം? ദാറ്റ് ഈസ് ദ വേ ഇറ്റ് സ്ട്രക്ചർഡ്. സി അത് കറക്റ്റ് തന്നെയാണ്. ഈ 33% കമ്മീഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കമ്മീഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ദെൻ ഇറ്റ് ഈസ് യുവർ റൈറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ പറയുന്ന ക്ലയൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് യു വിൽ സ്റ്റാൻഡ് ബൈ ദം. ഞാൻ ആ പോയിന്റ് പറയാനല്ല വന്നത്. ഇതിൻ്റെ ആ ഒരു രീതി മനസ്സിലാക്കുക, ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇതേ സ്ഥാനത്ത് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിന് എത്ര കമ്മീഷൻ എന്നറിയാമല്ലോ, സാറിന് അറിയാമല്ലോ. ഇയർലി ജനറേറ്റ് ചെയ്യുന്ന ഇപ്പോൾ 5 lakhs ഒരു ക്ലയൻറ്റിൻ്റെ കോർപ്പസ് ജനറേറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ വെറും ബിലോ 1% മാത്രമേ പെർ ആനം കിട്ടത്തുള്ളൂ. ഇറ്റ്സ് വെരി വെരി നെഗ്ലിജിബിൾ. സോ ഇതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാറ് ഒരു ഞാൻ ഒരു യൂട്യൂബ് പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മ്യൂച്വൽ ഫണ്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രൊമോഷനോ ആഡോ കണ്ടിട്ടില്ല. കാരണം അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇൻഷുറൻസിന് അതിന് ഈ കമ്മീഷൻ മാത്രമല്ല, അതിൻ്റെ റിസ്കിൻ്റെ ഫാക്ടർ കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ യു ക്യാൻ സെൽ എനി ഇൻഷുറൻസ് പ്രൊഡക്റ്റ്. നിങ്ങൾക്കൊരു IRDയുടെ IC37 ആസ് പെർ ആംഫി റൂൾ പ്രകാരം നമുക്ക് വിത്ത് ഡിസ്ക്ലൈമറോട് കൂടി അഡ്വർടൈസ്മെന്റ്സ് വരെ ചെയ്യാം എന്നുള്ള ഇതുണ്ട്. അല്ല, അതിൻ്റെ അല്ല, കാരണം അത് ചെയ്തിട്ട് ആർക്കും ബെനിഫിറ്റ് ഇല്ല. ഓൺലി ബെനിഫിറ്റ് ഗോസ് ഫോർ ദി ഇൻവെസ്റ്റർ. ഓൺലി മെയിൻ ബെനിഫിറ്റ് ഗോസ് ഫോർ ദി ഇൻവെസ്റ്റർ. അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് IRDയുടെ ലൈസൻസ് ഉണ്ടായിരുന്നത് IC38 IC37 എന്തൊരു എക്സാം അല്ലേ? നമ്മുടെ ഇതിന്റെ NIS-ന്റെ അല്ലല്ല, അത് മ്യൂച്വൽ ഫണ്ടിന്റെ. ഞാൻ പറഞ്ഞ ഇൻഷുറൻസിന്റെ ഏജൻസിക്ക് എന്താ കാര്യം? ജസ്റ്റ് ഒരു ക്ലയന്റിന് മുട്ടിച്ചു കൊടുത്താൽ മതി. ആ റിസ്ക് അണ്ടർ റൈറ്റിങ്ങും ബാക്കി തലവേനെല്ലാം ഇൻഷുററിനാണ്. ഏജന്റിന് ജസ്റ്റ് മുട്ടിച്ചു കൊടുക്കണതിന്റെ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ. മ്യൂച്വൽ ഫണ്ടിൽ അത്രയും പോരാ. മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് അവരുടെ തന്നെ ആണെങ്കിൽ പോലും യു ആർ ദ ഫെസിലിറ്റേറ്റർ. വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദി ക്ലയന്റ്. അവിടെ ഫിനാൻഷ്യൽ അവയർനെസ് കൊടുക്കണം. അപ്പോൾ അവിടെ ഈ 1% കമ്മീഷൻ കിട്ടിയാൽ അതിനുള്ള എഫേർട്ട് ഭയങ്കര ഹ്യൂജ് ആയിട്ടാണ് പല മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും തോന്നുന്നത്. ഇൻഫാക്ട് 1% ഇസ് എ ഗുഡ് മണി. ഇറ്റ് ഇസ് എ ഗുഡ് മണി. ഇറ്റ് ഇസ് എ വെരി ഗുഡ് മണി. പക്ഷേ ഇൻഷുറൻസിൽ അതിനേക്കാളും ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണ്. ഞാൻ പോയിട്ട് 10 ഇൻഷുറൻസ് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഒരു 2 മാസം വരുമാനമായി. അല്ലെ, 2 മാസമോ? ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ് വൺ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പല യൂട്യൂബ്സിലും ഈ കൊളാപ്സ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഷുറൻസ് അങ്ങോട്ട് വിൽക്കുന്നത്. കാരണം ഇഫ് യു ആർ ഓഫേർഡ് സോ മച്ച്, കുറച്ചും കൂടി നല്ല ഫോളോയിങ് ഉള്ള, അതായത് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു 50% ഓഫർ ചെയ്യില്ല എന്ന് ആര് കണ്ടു? ഡെഫിനറ്റ്ലി അല്ലെ. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ബാധിക്കുന്നത് ആ ഒരു ഇൻവെസ്റ്ററിനാണെന്നാണ് പോയിന്റ്. ഇൻവെസ്റ്റർക്ക് യെസ് ഡെഫിനറ്റ്ലി ഒരു വലിയൊരു പ്രോബ്ലമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, മേ ബി ഇൻഷുറൻസിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഇൻഷുറൻസിൻ്റെ ഏജൻറ്റിന് കിട്ടുന്ന കമ്മീഷൻ ഇൻഷുറൻസ് ഏജൻറ്റ് ഒരിക്കലും തിരിച്ച് കസ്റ്റമർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് IRDയുടെ റൂള്. ആ ഡിസ്കൗണ്ടും പറഞ്ഞിട്ട് നിങ്ങളൊരു ഇൻഷുറൻസ് എടുപ്പിക്കരുതെന്നുള്ള റൂളുണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ഇൻഷുറൻസിൻ്റെ ഇതിൽ നിന്ന് മാറി നമ്മൾ ഫിസിക്കൽ ഇൻഷുറൻസിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ ടേം ഇൻഷുറൻസിൻ്റെ ഒരു ചലഞ്ച് കിടക്കുന്നത് ആൾ മരിച്ചു കഴിഞ്ഞാലാണ് അത് കിക്കിനാവുക. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ റിയലൈസേഷൻ പെട്ടെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ ഓൺലൈനായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കും, അത് നിങ്ങൾ ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് മിക്കവാറും അത് ക്യാഷ്ലെസ് റിജക്റ്റ് ആവും. 100%. ഓക്കെ, ഈ ഞാൻ പറയുന്നു, ഇപ്പോൾ ഇത് കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ, ഇത് കാണുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഏത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾ പറയേണ്ട. പക്ഷെ നിങ്ങളുടെ ഓൺലൈൻ ക്ലെയിം ക്യാഷ്ലെസ് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയും. കാരണം ഞാൻ കഴിഞ്ഞ തവണ ഇങ്ങനെ ചെയ്യിപ്പിച്ചപ്പോൾ ഇഷ്ടംപോലെ പേരുടെ ആക്ച്വലി ഇത് സംഭവിച്ചിട്ടുണ്ട്. അതായത് ലോക്കലായിട്ട് എടുക്കുമ്പോൾ, അതായത് തൊട്ടടുത്തുള്ള ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് വഴി എടുക്കുമ്പോൾ അവൻ മുൾമുനയിലാണ് നിൽക്കുന്നത്. ഒരു പരിധിവരെ അവർ ഫൈറ്റ് ചെയ്ത് ജയിക്കും. പറ്റത്തുള്ളൂ, അവർ ഫൈറ്റ് ചെയ്ത് ജയിക്കും. കാര്യം അവർക്കറിയാം നമ്മൾ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ പോയി വേളം ഉണ്ടാക്കുന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവർ പോയിട്ട് ഈ തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് TPA എടുത്ത് പോയിട്ട് അവർ പോയി ആ ക്യാഷ്ലെസ് ആക്കി മാറ്റാൻ ശ്രമിക്കും.
അപ്പോൾ ദാറ്റ് ഇസ് എ ബിഗ് തിങ്. ദർ ഇസ് സംബഡി ടു ഹെൽപ്പ് യു അല്ലേ? ഈ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളുണ്ട്. അത് വെറുതെ ഒരാളല്ല വരുന്നത്. ആ ഇൻഷുറൻസ് സെല്ല് ചെയ്ത് നിൽക്കുന്ന ആൾക്ക് അതിൻ്റെ പ്രൊസീജിയർ അറിയാം. ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, ഈ പറയുന്ന ആൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സ് ഡോക്യുമെന്റ് കൊടുക്കണം, സൈനും സീലും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും, എന്നാലാണ് അപ്രൂവൽ കിട്ടത്തുള്ളൂ അല്ലേ? ഇതിനിടയ്ക്കുള്ള ഉടായ്പകളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് എവിടെ വരും എന്നുള്ളത് നോക്കി കല്ലെറിയേണ്ടതൊക്കെ അദ്ദേഹത്തിന്റെ ജോലിയാണ്. ഇത് ഓൺലൈൻ ഇരുന്ന് ചെയ്യാൻ ആരെങ്കിലും ഒരു ഡോക്യുമെന്റ് അവർക്ക് അയച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ വയ്യാണ്ട് കിടക്കുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ് ആരാ അയച്ചു കൊടുക്കും? അവരൊരാൾ വരുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഓൾവേസ്, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസും ഈ ലൈഫ് ഇൻഷുറൻസും ആയിക്കോട്ടെ, ഇതുവരെ നിങ്ങൾ ഓൺലൈൻ എടുത്തതാണെങ്കിൽ നിങ്ങൾ അടുത്ത തവണത്തെ റിന്യൂവൽ വരുന്നതിന് മുമ്പ് അത് ഓഫ്ലൈനാക്കി മാറ്റുക. ഹെൽത്ത് ഇൻഷുറൻസിൽ പോർട്ടിംഗ് പോസിബിൾ ആണ്. പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോഴും മാറ്റാം. പ്രീമിയത്തിൽ വരുന്നില്ല. ടേം ഇൻഷുറൻസിൽ പോർട്ടിംഗ് ചിലപ്പോൾ പറ്റില്ലായിരിക്കും, ഫ്രഷ് ആയിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഇനി ഓൺലൈൻ എടുത്തേ നിർബന്ധമുള്ളൂ എങ്കിൽ നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് ഓൺലൈൻ എടുത്തു. കാരണം വണ്ടി മുട്ടി തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ബാക്കിയുണ്ട്, വണ്ടിയല്ലേ മാക്സിമം ഇതുള്ളൂ, അത് ഓൺലൈൻ കുറഞ്ഞ പ്രീമിയത്തിലെടുത്തു. കാര്യം നിങ്ങൾക്ക് ക്യാഷ്ലെസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിച്ചെടുക്കാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾ ജീവനോടെയുണ്ട് അല്ലേ? യെസ്. ഇപ്പോൾ സർ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഇൻഷുറൻസ് ഈവൻ ടേം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് ആയിക്കോട്ടെ, ബെറ്റർ നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള അറിയപ്പെടുന്ന, നമ്മളെ നേരിട്ട് അറിയുന്ന എന്തിനും ആൻസറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും, ഒരു ഏജൻസിയുടെ റെപ്രസെൻറ്റേറ്റീവിൽ നിന്നും നമ്മൾ പോകണം എന്നുള്ളതാണ് അതിൻ്റെ കീ പോയിന്റ്. ഫസ്റ്റ് നമുക്ക് കാറിലോ നടന്നോ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയി വാങ്ങിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എറണാകുളത്തുള്ളതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരു കസ്റ്റമർ എൻ്റെ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങിക്കണോ ഒരു കാര്യമില്ല. അവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ള ഒരാളുടെ നിന്ന് വാങ്ങിക്കണം. കാരണം ആ ലോക്കലൈസേഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ റൂൾ എന്താണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം എറണാകുളത്ത് ക്യാഷ്ലെസ് എടുക്കാത്ത ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റും. കാര്യം ഐ എം അപ്ഡേറ്റഡ്. അതേപോലെ ഓരോ ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ, നിങ്ങളെ വിളിച്ചു വയ്ക്കുകയാണെങ്കിൽ ഇന്ന ഹോസ്പിറ്റൽ അവിടെ ഇൻഷുറൻസ് എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയണം പറയാൻ അല്ലേ? അപ്പോൾ ദാറ്റ് ഇസ് എ ബിഗ് തിങ്. അത് ലോക്കലായിട്ടുള്ള സപ്പോർട്ടിന് എടുക്കണം. അല്ലാണ്ട് ഫോണിൽ വിളിച്ച് ഓക്കെ നല്ലൊരു സാറ് അവിടെ അപ്പുറത്തുണ്ട് എന്നാൽ പിന്നെ അവിടെ വിളിച്ച് ചോദിക്കുക ഇല്ല. ലോക്കൽ തന്നെ വേണം. ലോക്കലാണ് ബെസ്റ്റ്. ഇതിങ്ങനെ എത്രയോ നാളായിട്ട് ഒരുപാട് സ്റ്റുഡൻസിനോട് ഇങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഒരു ആധികാരികമായിട്ട് ഒരു വ്യക്തിയിൽ നിന്നും അത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സീരിയസ്ലി, ബിക്കോസ് സർ ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല, ആ ഒരു ഇടപഴകുന്ന ഒരുപാട് പേര് അതിൽ വഞ്ചിക്കപ്പെടുകയാണ്. ശരിക്കും ഓൺലൈനിൽ നിങ്ങൾക്ക് ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി ദേ ആർ ഗോയിങ്. പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് ഇവർക്ക് യാതൊരു അതിൻ്റെ ഈ ചെയ്തു പോയതിനൊന്നും ഒരു ബലമില്ലാതെ പോകുന്നതിൻ്റെ. അത് മാത്രമല്ല, ഇതിനകത്ത് ഒരു ഫാക്ടറും കൂടി ഉണ്ട് ബേസിക്കലി ആൾക്കാർ ഓൺലൈൻ എടുക്കണത്. കാരണം നമുക്ക് പരിചയമുള്ള ഒരാളാണെന്ന് വിചാരിക്കും, നമ്മുടെ റിലേറ്റീവ് ആണെന്ന് വിചാരിക്കും, നമുക്ക് ചിലപ്പോൾ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവണമെന്നില്ല. സോ ദാറ്റ് റൈറ്റ് ടു പ്രൈവസി ഉണ്ടല്ലോ, അത് ഓൺലൈനിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, പക്ഷേ ബ്ലഡ് പ്രഷർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ എടുക്കാമല്ലോ. അവർ വന്ന് ഒരു ഓൺലൈൻ MR ആയിരിക്കും, ചിലപ്പോൾ മെഡിക്കൽ റിവ്യൂ ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും, അവിടെ നമുക്ക് ബ്ലഡ് പ്രഷർ ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടി ഫാൾസിഫൈ ചെയ്യാം. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്ലെയിം കിട്ടത്തില്ല. കാര്യം ക്ലെയിം ചെയ്യണ സമയത്ത് നമ്മൾ ഡോക്ടറിന് പറയും, അവർ ഡോക്ടർ ചോദിക്കും എത്ര നാളായിട്ട് BP കൂടുതലുണ്ട്, സാർ അത് 10-15 വർഷമായിട്ട് BP ഉണ്ടെന്ന് പറയും, തീർന്നു. അപ്പം നമ്മൾ റോങ് ഇൻഫർമേഷൻ കൊടുത്ത് നമുക്ക് പോളിസി ഇൻഫോഴ്സ് ആയി. ആൾക്കാർ വിചാരിക്കുന്നത് പോളിസി ഇൻഫോഴ്സ് ആയി കഴിഞ്ഞാൽ അവർ സേഫായി എന്നാണ്. ഇറ്റ് ഷുഡ് ബി ട്രൂ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ മാത്രമാണ് പോളിസി ഇൻഫോഴ്സ് ആവത്തുള്ളൂ. കാര്യം അവിടെ ബെനിഫിറ്റ് ഓഫ് ഇത് ഡൗട്ട് ആക്ച്വലി ഇൻഷുററിന് കിട്ടും. നിങ്ങൾ ഇൻഫർമേഷൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോയി എന്നാണ് ഞാൻ പറയാം. ഒരു കാരണവശാലും അതിന് ക്ലെയിം കിട്ടത്തില്ല. കാര്യം അങ്ങനത്തെ കേസസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ട്രൂ ആവുക ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ പറയുന്ന അഡ്വൈസർ നിങ്ങളുടെ റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഇൻഫർമേഷൻ അതുണ്ട്, അതൊക്കെ ഉണ്ടല്ലോ, അത് റീറ്റെയിൻ ചെയ്യണം. ആ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. അതും കൂടി ഒരു ഫാക്ടറാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കാരണം ഒരു ചിലപ്പോൾ ചില കേസസിൽ ഈവൻ ഹസ്ബൻഡിന് എന്താ അസുഖം എന്നുള്ളത് ചിലപ്പോൾ വൈഫിനടുത്ത് പോലും പറയാൻ പാടില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ചിലപ്പോൾ രണ്ടുപേരും ഒരേ ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിരിക്കും. ദാറ്റ് കോൺഫിഡൻഷ്യാലിറ്റി യു ഹാവ് ടു മെയിൻറ്റെയിൻ. കാരണം ഇതൊരു അങ്ങനത്തെ ഒരു സീക്രട്ട് ജോബാണ് അല്ലേ? That is there. Anyway, sir, shall we wind it up? Because ഒരുപാട് ബഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ഒരു റിഫ്രഷ്ഡ് ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 6 മാസത്തേക്കുള്ള ഇൻഫർമേഷൻ കിട്ടി അല്ലേ? It's backed with a lot of information. So once again, on behalf of Dan, I'm thanking you for your presence, your valuable presence, and for this wonderful discussion. It's not kind of interview and all. I didn't feel like an interview so far. Hope you also have that kind of feel, I think.
Anyway, thank you, sir, for on behalf of Dan and on behalf of our viewers. താങ്ക് യു സോ മച്ച്. ആക്ച്വലി എനിക്കാണ് ആക്ച്വലി താങ്ക് യു പറയാനുള്ളത്. കാരണം യു കെയിം ഓൾ ദ വേ ഫ്രം ട്രിവാൻഡ്രം ഫോർ ദിസ് ഇത്, ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സ്റ്റുഡിയോ ഹിയർ ഇൻ അറ്റ് കടവന്ത്ര, ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈസ് ദെയർ, ആൻഡ് യു ആർ ആസ്കിങ് മീ ഓൾ ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടല്ലോ എനിക്കറിയാത്ത ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പോൾ വെൻ യു ആസ്ക് മീ, എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞുതരാൻ പറ്റുന്നത്. സോ ദാറ്റ് വേ ഓൾസോ it is good. I had the privilege to share some of my knowledge. Thank you so much. Thank you, sir. Thank you so much. Thank you. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.